മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാൻ ഓഫ്. എടാ മക്കളെ, നമ്മളിതാ ഇപ്രാവശ്യത്തെ ഓണപരീക്ഷയുടെ അവസാനത്തെ എക്സാമിലേക്ക് കടന്നിരിക്കുകയാണ്. നാളെ നമ്മുടെ ഹിന്ദി പരീക്ഷയാണ്. എങ്ങനെ മക്കളെ, പൊളിക്കണ്ടടാ, പൊളിക്കണ്ടേ? ഹിന്ദി പരീക്ഷ അടിപൊളിയായിട്ട് എഴുതിയിട്ട് വേണം നമുക്ക് ഓണം വെക്കേഷനൊക്കെ പൊളിച്ചടക്കാൻ. ഓണപരിപാടിയൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ അല്ലേ? പൊളിക്കണ്ട, നമുക്ക് മാവേലിനെയും മായാവിനൊക്കെ കൂട്ടിയിട്ട് പൊളിക്കണം അല്ലേ? എന്തായാലും മക്കളെ, നാളെ നമുക്ക് ഹിന്ദി പരീക്ഷ പൊളിക്കാം. അപ്പൊ മക്കളെ, ഹിന്ദി പരീക്ഷ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ നാളത്തെ ഹിന്ദി പരീക്ഷയിൽ ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ട്രിക്കുകളും അതുപോലെ തന്നെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ സാറ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഹബീബി, കം ടു വേൾഡ് ഓഫ് മാൻ ഓഫ്. ഓക്കെ മക്കളെ, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. പഠിച്ചോനെ, ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന എല്ലാവരെയും കോക്കാച്ചി പിടിക്കണേ. ഓക്കെ അല്ലേ? എല്ലാവരും ലൈക്ക് ചെയ്തില്ലേ? ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം മക്കളെ. സോ നമ്മുടെ നാളത്തെ ഹിന്ദി പരീക്ഷയ്ക്ക് 4 ചാപ്റ്റർ, വെറും 4 ചാപ്റ്ററിനാണ് ക്വസ്റ്റ്യൻസ് വരും മക്കളെ. ഈ 4 ചാപ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ മെഹനു സാർ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഈ 4 ചാപ്റ്റേഴ്സിന്റെ മീനിങ്സും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഹബീബി നാളത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് 40-ൽ 40 മാർക്കാണ്. സോ നോക്കിക്കേ മക്കളെ, വെറും 4 ചാപ്റ്റേഴ്സ്. ഏതൊക്കെയാണത്? നമ്മുടെ ബീർ ബഹുട്ടി, ഒന്നാമത്തെ ചാപ്റ്റർ ബീർ ബഹുട്ടി. ഇതൊരു കഹാനിയാണ്. യഹ് ഏക് കഹാനി ഹേ. കഹാനി എന്ന് പറഞ്ഞാൽ കഥ അല്ലേ? ആരുടെ കഥയാണ്? ഇസ്കി കഹാനികാർ പ്രഭാത് ജി ഹേ. പ്രഭാത് അല്ലേ? പ്രഭാത് എന്ന എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് ബീർ ബഹുട്ടി. ഈ ബീർ ബഹുട്ടി എന്ന കഥയിൽ നമുക്കറിയാം പ്രധാനമായിട്ടും 2 കഥാപാത്രങ്ങളാണുള്ളത്. വേല എന്ന പേരുള്ള ഒരു ലഡ്കി, ഒരു പെൺകുട്ടിയും, അതുപോലെ തന്നെ സാഹിൽ എന്ന പേരുള്ള ഏക് ലഡ്ക, അതായത് ഒരു ആൺകുട്ടിയുമാണുള്ളത് അല്ലേ? ദോനോം പാഞ്ചീം കക്ഷേമയും പഠിത്തേ ഹേ. 2 പേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏക് ही कक्षा में पढ़ते हैं. അതുപോലെ തന്നെ വേ ദോനോം ഹമേഷ പാസ് പാസ് ബൈഠത്തെ ഹേ. 2 പേരും എപ്പോഴും, ഹമേഷ എന്ന് പറഞ്ഞാൽ എപ്പോഴും അല്ലേ? എപ്പോഴും പാസ് പാസ് അല്ലെങ്കിൽ സാത്ത് സാത്ത് ബൈഠത്തെ ഹേ എന്നാ പറഞ്ഞത്. ഒരുമിച്ചാണ് ഇരിക്കാറുള്ളത്. ഗേൽത്തെ സമയ്, ഗാനെ സമയ്, പീനെ സമയ് അല്ലേ? ഓർ പഠനെ സമയ്, പഠിക്കുന്ന സമയത്തായാലും സബീ സമയ് സാത്ത് സാത്ത് ഹേ. എപ്പോഴും കളിക്കുന്ന സമയത്തായാലും കുടിക്കുന്ന സമയത്തായാലും തിന്നുന്ന സമയത്തായാലും പഠിക്കുന്ന സമയത്തായാലും മച്ചാന്മാർ 2 പേരും ഒരുമിച്ചാണ്. നല്ല കട്ട ചങ്കുകളാണല്ലേ? ദോനം സച്ചേ ദോസ്ത് ഹേ അല്ലേ? വളരെ അടുത്ത സുഹൃത്തുക്കളാണ് 2 പേരും. ഈ 2 പേരുടെ 5ാം ക്ലാസ്സിലെ ഒരു സ്കൂൾ ലൈഫിൽ സംഭവിക്കുന്ന ചില സംഭവ വികാസങ്ങളിലൂടെയാണ് നമ്മുടെ ഈ കഥ കടന്നു പോകുന്നത് അല്ലേ? ഈ കഥയ്ക്ക് നമ്മുടെ കഥാകാരനായിട്ടുള്ള പ്രഭാജി പേര് നൽകിയിരിക്കുന്നത് ബീർ ബഹുട്ടി എന്നല്ലടാ. ബീർ ബഹുട്ടി എന്ന പേര് വരാനുള്ള കാരണം തന്നെ എന്താടാ? ഇവേ ദോനോം ദോനോം ബച്ചേ ബീർ ബഹുട്ടിയോं को बहुत പസന്ത് കർത്തേ ഹേ. ഈ 2 കുട്ടികൾക്കും ബീർ ബഹുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ലടാ. എന്താണ് ഈ ബീർ ബഹുട്ടികൾ? ബാരിഷ് കി മൗസമേം ദിഖായി പടുത്തേ ഏക് ഛോട്ടാ സാ കീട് അല്ലേ? അതായത് ബാരിഷ് കി മൗസമേം, മഴക്കാലത്തില്ലേ? മഴക്കാലത്ത് ദിഖായി പടുത്തേ കാണപ്പെടുന്ന കൊച്ചു കൊച്ചു പ്രാണികൾക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബീർ ബഹുട്ടി എന്ന് പറയുന്നത്. ഉൻകെ വിശേഷതായം ക്യാ ക്യാ ഹേ. എന്തൊക്കെയാണ് ബീർ ബഹുട്ടികളുടെ വിശേഷണങ്ങൾ? വേ സുർഗ് ഹേ. സുർഗ് എന്ന് പറഞ്ഞാൽ ലാൽ അല്ലേ? നല്ല ചുവന്ന കളറുള്ളതാണ്. അതുപോലെ തന്നെ മുലായം ഓർ ഗദ്ബദി ഹേ. വളരെ തിളക്കമുള്ളതാണ്, മിനുസമുള്ള, മൃദുവായതാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവയെ കാണാൻ? എങ്ങനെയാണ്? ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തയും. ധർത്തി പർ, മണ്ണിലൂടെ, ചൽത്തി ഫിർത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന, ഗൂൻ കി, ഗൂൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് അല്ലേ? ബ്ലഡിന്റെ പ്യാരി പ്യാരി ബൂന്തയും, വളരെ സുന്ദരമായിട്ടുള്ള ബൂന്തയും, തുള്ളികൾ പോലെയാണ് ഈ ബീർ ബഹുട്ടികൾ അല്ലേ? ഒക്കെ മനസ്സിലാക്കി വെക്കും മക്കളെ. ഇനി ഇതുപോലെ തന്നെ ഒരു കഥയാവുമ്പോൾ കഥയിൽ ഒരു വില്ലനൊക്കെ വേണ്ട, അപ്പോഴല്ലേ കഥക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ. എന്തായാലും സ്കൂളിലെ കഥയായതുകൊണ്ട് ഇമ്പളെ പോലുള്ള മാഷന്മാർ തന്നെയാണ് ഈ കഥയിലെ വില്ലൻ. പക്ഷേ എല്ലാ മാഷന്മാരല്ല, ഹിന്ദി മാഷ് മാനോ സാർ പാവാണ് അല്ലേ? പക്ഷേ ഇവിടെ നമ്മുടെ കഥ ബീർ ബഹുട്ടിയിൽ നിങ്ങൾക്ക് വില്ലനായിട്ട് വരുന്നത് ഏക് ഗണിതിക്ക് മാഡ് സാബ്, കണക്കിന്റെ മാഷാണ്. മിക്കവാറും കുട്ടികളുടെ വില്ലന്മാരായിട്ട് വരെ കണക്കിന്റെ മാഷന്മാരാണ്. ഡെയിലി ഹോംവർക്ക് ചോദിക്കും, എന്നിട്ട് പിന്നെ കുറെ കലാപരിപാടികളാണ് അല്ലേ? അപ്പൊ എന്തായാലും മക്കളെ, ഇവിടെ ബേലയ്ക്കും സാഹിലിനും കൂടെയുള്ള ഉൻകെ സാരെ സഹപാഠിയും അല്ലേ? അവരുടെ എല്ലാ സഹപാഠികൾക്കും പേടിയുള്ള ഒരു മാഷാണ് നമ്മുടെ സുരേന്ദർജി മാഡ് സാബ്. അപ്പൊ സുരേന്ദർജി മാഡ് സാബിനെ കുറിച്ചും ഈ ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. സുരേന്ദർജി മാഡ് സാബ് ബച്ചോക്കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തെ ഹേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി തള്ളും. അതേപോലെ തന്നെ ഗേൽഗഡി കെ ബാദ് ഉൻകെ പീരീഡ് അല്ലേ? കളിയുടെ പീരീഡിന് ശേഷമാണ് മച്ചാന്റെ പീരീഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബച്ചെ ഉൻസെ കാമ്പത്തെ ഹേ അല്ലേ? കുട്ടികൾക്ക് അയാളെ കാണുമ്പോൾ തന്നെ ഡർത്തെ ഹേ അല്ലെങ്കിൽ കാമ്പത്തെ ഹേ, പേടിച്ച് വറക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഗേൽഗഡി ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പഹലെ, കളിയുടെ പീരീഡ് കഴിയുന്നതിന്റെ 2 മിനിറ്റ് പഹലെ, 2 മിനിറ്റ് മുമ്പ് തന്നെ നമ്മുടെ പിള്ളേരൊക്കെ എന്ത് ചെയ്യും? അപ്പിനെ ജഗ
पर बैठते हैं അല്ലേ, നമ്മൾ അവരുടെ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും വന്നിട്ടിരിക്കും. അത്രയും പേടിയാണ് ഈ മാഷിനെ. ഈ മാഷ് പെൺകുട്ടികളൊക്കെ എന്താ ചെയ്യുക, ബച്ചോം കോ ബാലോം പർ പക്കഡ് കർ പഞ്ചാ ഫസാത്തെ ഹേ അല്ലേ, കുട്ടികളുടെ മുടിക്കൊക്കെ പിടിച്ച് കണ്ട് കുത്തി വലിക്കും. അതേപോലെ തന്നെ ഉൻകെ കാപ്പി ഫേങ്ക് ദേത്തെ അല്ലേ, അവരുടെ നോട്ട് ബുക്കുകളൊക്കെ എന്ത് ചെയ്യും വലിച്ചെറിയും. ഇങ്ങനെയുള്ള പല കലാപരിപാടികൾ നടത്തുന്ന ബച്ചോം കോ ബുരേ വ്യവഹാർ കർനെ വാല അധ്യാപക അല്ലേ, അതായത് കുട്ടികളോട് വളരെ ബുരേ വ്യവഹാർ മോശമായിട്ട് പെരുമാറുന്ന ഒരു അധ്യാപകനാണ് നമ്മുടെ സുരേന്ദർജി അല്ലേ. അപ്പൊ എന്തായാലും മക്കളെ ഇതൊക്കെ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ലൈഫാന്ന് പറഞ്ഞല്ലോ. പക്ഷേ സാഹിൽ ഓർ ബേല കെ സ്കൂൾ ഫൂലേര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ പഠിക്കുന്നത്. ആ ഫൂലേരയിലെ ആ സ്കൂൾ സിർഫ് 5 തക്ക് ഹീത്ത അല്ലേ, അതായത് വെറും 5ാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ് മക്കളെ ഇവിടെ സംഭവിക്കുന്നത്, ചടി മേം പാസ് ഹോനെ കെ ബാദ് 6ാം ക്ലാസ്സിലേക്ക് ജയിച്ചതോട് കൂടിയിട്ട് വേദോനും അലഗ് അലഗ് സ്കൂൾ ജാനാപട അല്ലേ, രണ്ടുപേരും എന്ത് ചെയ്യാണ് അലഗ് അലഗ് സ്കൂൾ വേറെ വേറെ സ്കൂളിലേക്ക് ജാനാപട പോകേണ്ടി വരികയാണ്. ബേല കെ പിതാ ഉസേ രാജകീയ കന്യാ പാഠശാല മേം ഭേജ് ദേഗെ അല്ലേ, അതായത് ബേലയുടെ അച്ഛൻ അവളെ രാജകീയ കന്യാ പാഠശാല എന്ന് പറഞ്ഞാൽ ഗേൾസ് സ്കൂളിലേക്ക് അല്ലേ, സർക്കാർ ഗേൾസ് സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ സാഹിൽ കോ ഉസ്കെ പിതാ സാഹിലിന്റെ അവന്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്, അജ്മീർ ഭേജ് ദേഗെ വഹാമേക്ക് ഹോസ്റ്റൽ താലേ, അജ്മീറിലേക്ക് അയക്കും. അവിടെ എന്തുണ്ട്, ഒരു ഹോസ്റ്റൽ ഉണ്ട്. വേ അക്കേല വഹാം രേക്കർ പടേക, അവൻ അവിടെ എന്ത് ചെയ്യും, അവിടെ ഒറ്റക്ക് താമസിച്ച് പഠിക്കും. ഇതൊക്കെയാണ് അവസ്ഥ അല്ലേ. ബിച്ചുട്ടൻ കാ ദിൻ താ, ബിച്ചുട്ടൻ എന്ന് പറഞ്ഞാൽ വേർപാട്, അവരുടെ വേർപാടിന്റെ ദിവസം കൂടിയാണ് ആ ഒരു സമയം, റിസൾട്ട് വന്ന ദിവസം അല്ലേ. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ മക്കളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ്, ഡയറി, പട്കഥ, ലെറ്റർ, ഇങ്ങനെയുള്ള, പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ദോസ്തി കെ ബാരെ മേൻ ടിപ്പണി, ഇവരുടെ സൗഹൃദത്തെ കുറിച്ചുള്ള ടിപ്പണി, ഇങ്ങനെയുള്ള പല സാധനങ്ങൾ, അതുപോലെ ബാത്ത് ചെയ്ത് കോൺവെർസേഷൻ, ഇതൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയൊക്കെ എന്തെല്ലാം ചോദിക്കുന്ന നാളത്തെ പരീക്ഷയ്ക്ക് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാം, പേടിക്കേണ്ട മക്കളെ. ഇനി 2ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നാൽ ഹബീബി നമുക്ക് പഠിക്കാനുള്ളത് ഹത്താശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത എന്ന് പറഞ്ഞൊരു ടിപ്പണിയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ടിപ്പണിയല്ല, ഇതൊരു കവിതയാണ്. ഹത്താശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത എന്ന് പറഞ്ഞൊരു കവിതയാണ്. ആ കവിത എഴുതിയിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിയാണ്. മനസ്സിലാക്കുക, ഹത്താശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത എന്നുള്ളത് ഒരു കവിതയാണ്. അത് എഴുതിയിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ലജി എന്ന് പറയുന്ന ഒരു കവിയാണ്. ആ കവിത വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തായ നരേഷ് സക്സേന എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു മച്ചാന് ഒരു ആസ്വാദന ടിപ്പണി തയ്യാറാക്കാൻ തോന്നി. അതായത് ആ കവിതയ്ക്ക് നല്ലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ തോന്നി. ആ ടിപ്പണിയാണ് നിങ്ങൾക്ക് ഇവിടെ മെയിനായിട്ട് പഠിക്കാനുള്ളത്. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹത്താശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത എന്ന അതേ പേര് തന്നെയാണ് ആസ്വാദന ടിപ്പണി തയ്യാറാക്കിയിരിക്കുന്നത്. അത് തയ്യാറാക്കിയിരിക്കുന്ന ആരാണ്, നരേഷ് സക്സേനയാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഹത്താശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത എന്ന കവിത എഴുതിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് വിനോദ് കുമാർ ശുക്ല എന്നാണ്. എന്നാൽ അതിന്റെ ടിപ്പണി തയ്യാറാക്കിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാലാണ് നിങ്ങൾ എഴുതേണ്ടത് നരേഷ് സക്സേന എന്ന് മറന്നു പോകരുത് കേട്ടോ. എന്താണ് മക്കളെ ഈ ടിപ്പണിയിലൂടെ അല്ലെങ്കിൽ ഈ കവിതയിലൂടെ പറയുന്നത്, 2 കാര്യങ്ങളേ ഉള്ളൂ. അതായത് ജാന്ന അറിയുക എന്നതിന് നമുക്ക് ചില റൂട്ടീഗസ് അല്ലെങ്കിൽ റൂട്ടി ഉണ്ട് അല്ലെ, റൂട്ടി അല്ലെങ്കിൽ റൂട്ടീഗസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ മനസ്സിലാക്കുക, പതിവ് രീതികൾ. അറിയുക, ഒരു വ്യക്തിയെ അറിയുക എന്നതിന് നമുക്ക് ചില പതിവ് സമ്പ്രദായങ്ങളുണ്ട്. എന്താണ്, നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ അയാളെ എനിക്കറിയാം, അവനെ എനിക്കറിയാം, ഇവനെ എനിക്കറിയാം, മമ്മൂട്ടിനെ എനിക്കറിയാം, ലാലേട്ടനെ എനിക്കറിയാം എന്നൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് അവരുടെ പേരറിയാം, നമുക്ക് അവരുടെ ജോലി അറിയാം, നമുക്ക് അവരുടെ ജാതി അറിയാം, മതം അറിയാം, ഇതിൻ്റെയൊക്കെ പേരിലല്ലേ. സോ ഇത് തന്നെയാണ് കവി പറയുന്നത്. ജാന്ന എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റൂട്ടി അല്ലെങ്കിൽ നമ്മുടെ പതിവ് സമ്പ്രദായം എന്താണെന്ന് വിചാരിച്ചാൽ കിസി വ്യക്തി കെ നാം പത്ത ഉമ്ര ഓഹ്ദയ ജാതി സേ ജാന്ന ഹേ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വയസ്സ്, പേര്, അഡ്രസ്സ്, ഓഹ്ദ, പദവി, ജാതി, ഇതിലൂടെയെല്ലാം ഒരു വ്യക്തി അറിയുക എന്നതാണ് നമ്മുടെ റൂട്ടി. ചോദിക്കും, മനസ്സിലാക്കി വെച്ചോ. ജാന്ന എന്നതിൻ്റെ നമ്മുടെ റൂട്ടി എന്താണെന്ന് ചോദിക്കും, അല്ലെ റൂട്ടിഗ്രസ്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. എന്നാൽ കവി നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത് ജാന്ന എന്നതിന് അതല്ല ഉദ്ദേശിക്കുന്നത്. അറിയുക, ഒരു വ്യക്തിയെ അറിയാമെന്ന് നമ്മൾ പറയേണ്ടതിൻ്റെ അസ്ലി ആധാർ, അതിൻ്റെ യഥാർത്ഥ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ അസ്ലി ആധാർ, ആ വാക്കോർത്ത് നോക്കണേ. അസ്ലി ആധാർ എന്താണ്, അല്ലെങ്കിൽ കവിയുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയെ അറിയുക എന്നത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ മനസ്സിലാക്കിക്കോ. കിസി വ്യക്തിക്ക് ഹതാശ, നിരാശ, അസഹായത യാ സങ്കട് കോ ജാന്ന, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹതാശ, ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശ തന്നെയാണ്, അസഹായത എന്ന് പറഞ്ഞാൽ നിസ്സഹായത, സങ്കടം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അസ്ലി ആധാർമേം ജാന്ന ഹേ, യഥാർത്ഥാർത്ഥത്തിൽ ജാന്ന അറിയുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ പേരോ അഡ്രസ്സോ ഒന്നുമല്ല അന്വേഷിക്കേണ്ടത്. അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അയാൾക്ക് സങ്കടമുണ്ടോ, അയാൾ എന്തെങ്കിലും അപകടത്തിൽ പെട്ട് കിടക്കുകയാണോ, സോ ഹുസ്കി ഹമാരി മദത് ചാഹിയെ, അയാൾക്ക് നമ്മുടെ എന്താവശ്യമുണ്ട്, മദത്, നമ്മുടെ സഹായം ആവശ്യമുണ്ട്. അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. മനുഷ്യക്ക് തര ദേഖ്നാ ചാഹത്താ ഹൈ അല്ലേ. കവി ഇവിടെ എന്താ ആഗ്രഹിക്കുന്നത്, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ്
തന്നെയാണ് കവി ആഗ്രഹിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ ദോ മനുഷ്യോ കെ ബീച്ച് മനുഷ്യതാ കാ എഹ്സാസ് ഹോനാ ചാഹിയെ, രണ്ട് മനുഷ്യർക്കിടയിൽ വേണ്ടത് മനുഷ്യത്വമാണ് എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചാപ്റ്റർ മതി മക്കളെ, ഇത്രയും പഠിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് നോക്കി, ടൂട്ടാ പഹിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ്. സിമ്പിളാണ് ഈ കവിതയുടെ ആശയം. ഈ കവിതയുടെ ആശയം ഉദ്ധരിച്ചുകൊണ്ട് ഒരു ടിപ്പണി അല്ലെങ്കിൽ ഇതിന്റെ ആശയം തയ്യാറാക്കാൻ മക്കൾക്ക് എന്തായാലും 4 മാർക്കിന് ഉറപ്പാണ് മക്കളെ. എഴുതി വെച്ചോളി, നാളത്തെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ തന്നെ മിക്കവാറും നിങ്ങൾക്ക് കാണാം മക്കളെ. ടൂട്ടാ പഹിയ എന്ന കവിതയുടെ കുറച്ച് വരികൾ തന്നിട്ട് അതിന്റെ ടിപ്പണി തയ്യാറാക്കാൻ അല്ലെങ്കിൽ അതിന്റെ ആശയം തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഇത് എഴുതിയിരിക്കുന്നത് ധർമ്മവീർ ഭാരതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിയാണ്. ഇദ്ദേഹത്തിന് അതിമനോഹരമായിട്ടുള്ള ഒരു പ്രതീകാത്മക രചന, ടൂട്ടാ പഹിയ ഏക് പ്രതീകാത്മക രചന ഹേ. ആ പ്രതീകാത്മകമായ രചനയിൽ ഒരു പൊട്ടിയ ചക്രം, ടൂട്ടാ പഹിയ എന്ന് പറഞ്ഞ ഒരു പൊട്ടിയ ചക്രമാണ്. ആ പൊട്ടിയ ചക്രം ഒരു പ്രതീകമാണ്, ഒരു സിമ്പലാണ്. എന്തിന്റെ സിമ്പലാണ് ചോദിക്കും മക്കളെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു മാർക്കിന്. ടൂട്ടാ പഹിയ കിസ്കി പ്രതിനിധിത് കർത്താ ഹേ, എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ടൂട്ടാ പഹിയ ലഘു ഓർ ഉപേക്ഷിത മാനവ് കാ പ്രതീക് ഹേ, വളരെ അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരെയാണ് ടൂട്ടാ പഹിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കവിതയിൽ നമ്മുടെ കവി പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഹമേം കിസി വ്യക്തിക്കോ ഓർ കിസി വസ്തുക്കോ, നമ്മൾ ഒരു വസ്തുവിനെയും അതല്ലെങ്കിൽ ഒരു മനുഷ്യനെയും ബേക്കാർ സമജ്കർ അല്ലെങ്കിൽ ബേക്കാർ മാൻകർ, ബേക്കാർ എന്ന് പറഞ്ഞാൽ എന്താ, നിസ്സാരം, നിസ്സാരമെന്ന് കരുതിയിട്ട് അല്ലെ നിസ്സാരമെന്ന് മനസ്സിലാക്കിയിട്ട് ഫെങ്ന നഹി ചാഹിയെ, ഉപേക്ഷിക്കരുത്, തള്ളിക്കളയരുത്. എന്തെങ്കിലും ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാളെ കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇവനൊക്കെ വേസ്റ്റ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ, ഒരു സാധനം നമ്മൾ ചെറുതായിട്ട് പൊട്ടിപ്പോവേ, ഇപ്പം നമ്മുടെ ഒരു ചെരുപ്പ് കുറച്ച് തേഞ്ഞ് ഞഞ്ഞ് കൊണ്ട് ആവശ്യമില്ല, ഒരൊറ്റ കയറ് അല്ലേ. അപ്പം അങ്ങനെ ഒരു വസ്തുവിനെയും അല്ലെങ്കിൽ ഒരു മനുഷ്യനെയും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. കാരണം എന്താ, കബീബി എപ്പോഴെങ്കിലും ഹമേം നമുക്ക് ഉസ് വ്യക്തി സേ യാ ഉസ് വസ്തു സേ, ഒന്നുകിൽ ആ വസ്തു കൊണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തി കൊണ്ടോ നമുക്ക് എന്തുണ്ടാവുന്ന പറഞ്ഞത്, ഉപയോഗം ഉണ്ടാകുമെന്നാണ് കവി ഇതിലൂടെ പറയുന്നത്. അതുകൊണ്ട് നെവർ അണ്ടർ എസ്റ്റിമേറ്റ് എനിബഡി ഓർ എനിത്തിങ് അല്ലേ, ഒന്നിനെയും നമ്മൾ നിസ്സാരമാക്കി കാണരുത്. അതാണ് ഈ കവിതയിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. തൻ്റെ ഈ ആശയം സമർപ്പിക്കുന്നതിനായിട്ട് മഹാഭാരത യുദ്ധത്തിലെ ഒരു പ്രധാന സംഭവം തന്നെ നമ്മുടെ എഴുത്തുകാരൻ, നമ്മുടെ കവി ധർമ്മവീർ ഭാരതി ഈ ഒരു കവിതയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ആ സംഭവം? ആരാണ് നമ്മുടെ മഹാഭാരതത്തിലെ ഹീറോ? അഭിമന്യു ആണല്ലേ. എന്താണ് അഭിമന്യു കാണിച്ച ഹീറോയിസം? അയാൾ ഒറ്റയ്ക്ക് ചക്രവ്യൂഹത്തിലേക്ക് കയറി അല്ലേ. ആരാണ് ചക്രവ്യൂഹം ഉണ്ടാക്കിയത്? ശത്രുപക്ഷം, കൗരവസേനയിലെ ബഡേ മഹാരഥി, വലിയ മഹാന്മാർ ചതിപ്രയോഗത്തിലൂടെ അഭിമന്യുവിനെ കൊല്ലാനായിട്ട് തീർത്ത ഒരു ചക്രവ്യൂഹം. ആ ചക്രവ്യൂഹത്തിലേക്ക് പോയാൽ താൻ കൊല്ലപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടിയിട്ട് അഭിമന്യു എന്ത് ചെയ്തു? ഒറ്റയ്ക്ക് അകേല പ്രവേശിക്കുക, ആ ചക്രവ്യൂഹത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട്, അതികഠിനമായിട്ടുള്ള വലിയ ഹത്യാറിലെ വലിയ ആയുധങ്ങളായിട്ടുള്ള ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ടൊക്കെ ബഡേ മഹാരഥി, വലിയ മഹാന്മാര് എന്ത് ചെയ്തു? അപ്പനെ പക്ഷക്കോ അസത്യ ജാനത്തെ ഹുയേ ബിലെ, തങ്ങൾ ചെയ്യുന്നതെല്ലാം അസത്യമാണ്, തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ വലിയ മഹാന്മാർ അഭിമന്യുവിനെ എന്ത് ചെയ്തു? ചതിയിലൂടെ കൊല്ലാൻ ശ്രമിച്ചു, അതും ബ്രഹ്മാസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്. ആ സമയത്ത് ഉൻകെ ഹാത്തോമേം, അവന്റെ കൈകളിൽ ടൂട്ടാ ഹുവാ പഹിയ, അവന്റെ രഥത്തിന്റെ ഒരു പൊട്ടിപ്പോയ ചക്രം ഹത്യാർ മനേക, ഒരു എന്ത് ചെയ്തു? ആയുധമായിട്ട് മാറുകയാണ് മക്കളെ, ആയുധമായിട്ട് മാറുകയാണ്. അവസാനം ആ ബ്രഹ്മാസ്ത്രം സെ ലോഹാലേന കേലിയെ, ആ ബ്രഹ്മാസ്ത്രങ്ങളെ സാമ്നാ കർണേ കേലിയെ, എതിരിടാൻ വേണ്ടിയിട്ട് മക്കളെ അഭിമന്യുവിന് ആയുധമായിട്ട് മാറിയത് പൊട്ടിപ്പോയ രഥത്തിന്റെ ചക്രമാണ്. അതാണ് ഇവിടെ നമുക്ക് പറയുന്നത്. അവസാന സമയത്ത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ചിലപ്പോൾ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവോ ഉണ്ടായിരിക്കുന്നത്. മക്കളെ കവിത കിട്ടിയില്ലടാ പൊളിച്ചില്ലേ. ഓക്കെ, ഇനി ലാസ്റ്റ് ഈ ബണ്ടി നമ്മൾ പഠിക്കേണ്ട, അത് ബണ്ടി വിട്ടേക്ക്, അത് എക്സ്ട്രാ റീഡിംഗ് ആണ്. ഇനി നമുക്ക് സെക്കൻഡ് യൂണിറ്റിലേക്ക് വന്നാൽ അയാം കലാം കെ ബഹാനെ എന്ന് പറയുന്ന ഒരു ഫിലിമി ലേഖനുണ്ട്, ഒരു സിനിമാ ലേഖനമാണ്. ഇത് എഴുതിയിരിക്കുന്നത് മിഹിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഈ ഒരു ലേഖനം എഴുതാനിടയായ സാഹചര്യം എന്താണെന്ന് വിചാരിച്ചാൽ, മിഹിർ ഒരു സിനിമ കണ്ടു. ആ സിനിമയുടെ പേരാണ് അയാം കലാം. ആ സിനിമ കണ്ടപ്പോൾ മിഹിറിന് തൻ്റെ കുട്ടിക്കാലവുമായിട്ട് ചില സാമ്യം ആ സിനിമയിലെ ചില കഥാപാത്രങ്ങൾക്കുണ്ടെന്ന് മനസ്സിലായി. എന്താണ് ആ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പ്രത്യേകത? ആ സിനിമയിൽ പ്രധാനപ്പെട്ട രണ്ട് കുട്ടികളുണ്ട് അല്ലേ. ആരൊക്കെയാണ് 2 കുട്ടികൾ? ഒന്ന് ചോട്ടു എന്നല്ല സിനിമയിൽ അറിയപ്പെടുന്നത്. ചോട്ടു എന്നാണ് അവനെ ആദ്യമൊക്കെ ആളുകൾ വിളിച്ചിരുന്നെങ്കിലും ചോട്ടു തൻ്റെ പേര് മാറ്റി കലാം എന്നാക്കി. അതിനൊരു കാരണമുണ്ടല്ലേ. ആ സിനിമയിൽ നമ്മുടെ ചോട്ടു ഒരു ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ചായക്കടയിൽ വെറും ചോട്ടു എന്നറിയപ്പെട്ടുകൊണ്ട് വെറും ഒരു വേലക്കാരനായിട്ട് ജീവിക്കാൻ നമ്മുടെ ചോട്ടു ആഗ്രഹിക്കുന്നില്ല. പകരം TV-യിൽ അവൻ നമ്മുടെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനെ കാണുകയാണ്. അപ്പോൾ അബ്ദുൽ കലാമിനെ പോലെ പഠിച്ച് സ്കൂളിലൊക്കെ പോയി പഠിച്ച് വലിയൊരാളായിട്ട് മാറണം അല്ലേ. സ്കൂൾ ജാന ഓർ കലാം ജൈസെ ബടാ വ്യക്തി അല്ലെങ്കിൽ മഹാൻ വ്യക്തി ബന്നാ ചാഹി അല്ലേ. സ്കൂളിൽ പോയിട്ട് കലാമിനെ പോലെ ഒരു വലിയ മനുഷ്യനായിട്ട് മാറണമെന്ന് നമ്മുടെ ചോട്ടു ആഗ്രഹിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ചോട്ടു ഗുദ് ഹി അപ്നാ നാം കലാം രഖേക അല്ലേ. ചോട്ടു സ്വയം, ഗുദ് എന്ന് പറഞ്ഞാൽ സ്വയം അല്ലേ, സ്വയം തന്നെ തൻ്റെ പേര് കലാം എന്നാക്കി മാറ്റുന്നു. അങ്ങനെ നമ്മുടെ കലാമാണ് അല്ലെങ്കിൽ ചോട്ടുവാണ് ഒരു കഥാപാത്രം. ഇനി ഈ ചോട്ടു യാദൃശ്ചികമായി ആ പ്രദേശം, അതായത് ഈ കഥ നടക്കുന്നത് ടാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ ടാണി എന്ന് പറഞ്ഞ സ്ഥലത്തെ വലിയൊരു രാജാവിൻ്റെ അല്ലെങ്കിൽ വലിയൊരു പ്രമാണിയുടെ മകനാണ് രൺവിജയ് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള
ആയിട്ടുള്ള മറ്റൊരു കുട്ടി, ചോട്ടുവിൻ്റെ സമാനപ്രായമായിട്ടുള്ള രൺവിജയ് സിംഗ്, ഇതാണ് നമ്മുടെ മറ്റൊരു കഥാപാത്രം. അപ്പോൾ ഒരു പണക്കാരനായ രൺവിജയ് സിംഗും പാവപ്പെട്ടവനായ ചോട്ടുവും അല്ലെങ്കിൽ കലാമും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമാണ് ആ ഒരു സിനിമയിലൂടെ പറയുന്നത്. ഇത് കണ്ടപ്പോൾ നമ്മുടെ മിഹിറിന് തൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. കാരണം അവൻ്റെ കുട്ടിക്കാലത്തും ചോട്ടുവിനെ പോലെ അല്ലെങ്കിൽ കലാമിനെ പോലെ ഒരു പാവപ്പെട്ട കൂട്ടുകാരൻ നമ്മുടെ മിഹിറിനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് മോർപാല്. അപ്പോൾ റിയൽ ലൈഫിലെ ക്യാരക്ടേഴ്സാണ് മിഹിറും മോർപാലും, സിനിമയിലെ കഥാപാത്രങ്ങളാണ് ചോട്ടു അല്ലെങ്കിൽ നമ്മുടെ കലാമും രൺവിജയ് സിംഗും. ഇത് മനസ്സിലാക്കണം. ഇനി നമ്മുടെ മിഹിർ എന്തൊക്കെയാണ് ഓർക്കുന്നത് കുട്ടിക്കാലത്ത്? മിഹിറിന് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. നിങ്ങളൊക്കെ പോലെ തന്നെടാ, നിങ്ങളെ പോലെ പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആവില്ല, പക്ഷെ മിക്ക ആളുകളും അങ്ങനെ ആവൂല്ലേ. ബാരിഷ് കെ കാരൻ സ്കൂൾ കെ രാസ്തേമേം, അതായത് മഴ കാരണം സ്കൂളിലേക്കുള്ള വഴിയിൽ എന്ത് ചെയ്യും, പാനി ബർ ജാനേസെ, വെള്ളം വന്ന് നിറയുമ്പോൾ സ്കൂൾ കോ ചുട്ടി മിലേഗ, സ്കൂളിൽ എന്ത് കിട്ടും, അവധി കിട്ടും. തോ മിഹിർ ഘർ പർ നാച്ചാ കരേഗ, നമ്മളൊക്കെ മാറി തന്നെടാ, വീട്ടിൽ നാച്ചാ കരേഗ അല്ലെ, വീട്ടിൽ ഡാൻസ് കളിക്കും നമ്മുടെ മിഹിർ. അവധി കിട്ടിയില്ലേ അതിൽ ഡാൻസ് കളിക്കും. എന്നാൽ മിഹിറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ മോർപാല്. മോർപാലിന് സ്കൂൾ എന്ന് പറഞ്ഞാൽ ബഹുത്ത് ഗഹരാ പ്യാർത്ത, വളരെ ആഴത്തിലുള്ള പ്രണയമായിരുന്നു. വേ റോസ് സ്കൂൾ മേ ജാത്താത്ത അല്ലേ, അവൻ എപ്പോഴും സ്കൂളിലേക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ സ്കൂൾ മേ ആത്താത്ത അല്ലേ, സ്കൂളിലേക്ക് വരാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്കൂൾ കെ നീലി കാക്കി യൂണിഫോം വേ ബഹുത്ത് പസന്ത് കർത്താത്ത അല്ലേ, സ്കൂളിലെ നീലി കാക്കി യൂണിഫോം, നീലയും കാക്കിയും യൂണിഫോം അവൻ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഷാദി മേ ബി വഹിയെ യൂണിഫോം പഹനത്തെ അല്ലേ, അതായത് കല്യാണത്തിന് പോലും നമ്മുടെ മച്ചാൻ മോർപാല് ആ ഒരു യൂണിഫോമാണ് ധരിക്കാറുള്ളത്. അതേപോലെ തന്നെ ഇവർ ഭക്ഷണ കാര്യത്തിലും ഒരുപാട് ബന്ധങ്ങൾ ഇവർ തമ്മിലുണ്ടായിരുന്നു. എന്താ, ഗേൽ ഗഡിമേം വേ അപ്പിനെ അപ്പിനെ ഗാന അതിലാ ബദലി കർത്തേത്തെ അല്ലേ, രണ്ടുപേരും അവരുടെ ഗാന ഭക്ഷണം കൈമാറാറുണ്ടായിരുന്നു. മിഹിർ അപ്പിനെ ഗർമേം രാജ്മാ ചാവല്ലാത്ത, മിഹിർ തൻ്റെ വീട്ടിൽ നിന്ന് രാജ്മാ ചാവൽ എന്ന് പറഞ്ഞ നല്ല ഭക്ഷണം കൊണ്ടുവരാറുണ്ടായിരുന്നു. മഗർ മോർപാൽ കെ ടിഫിൻമേം ചാഞ്ചിത്ത, എന്നാൽ മോർപാലിന്റെ ടിഫിൻ എന്നറിയാൻ എന്തായിരുന്നു, ചാഞ്ച്. ചാഞ്ച് എന്ന് പറഞ്ഞാൽ മോരായിരുന്നു. സോ ചാഞ്ച് മിഹിർ കേലിയെ ബൗത്ത് കംസോരിത്ത, നമ്മുടെ ഈ മോര് മിഹിറിന് ഭയങ്കര കംസോരി, ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു. അതുപോലെ തന്നെ മോർപാൽ കേലിയെ രാജ്മാ ചാവൽ ബൗത്ത് ഗാസ്ത, നമ്മുടെ രാജ്മാ ചാവൽ വളരെ ഖാസ്, വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ബന്ധങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു യഥാർത്ഥ ജീവിതത്തിലൂടെ മിഹിർ മോർപാലും നമുക്ക് പങ്കുവെച്ച് തരുന്നത്, അല്ലെങ്കിൽ മിഹിർ മോർപാലിലൂടെ നമുക്ക് പങ്കുവെച്ച് തരുന്നത്. എന്നാൽ സിനിമയിലും ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. ചോട്ടു നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, രൺവിജയ്ക്ക് കാര്യമായിട്ട് പഠിക്കാനോ സ്കൂളിൽ പോകാനൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെയൊക്കെയുള്ള, ചോട്ടുവിന് ഹിന്ദി അത്യാവശ്യം നന്നായിട്ട് അറിയാം, എന്നാൽ രൺവിജയ്ക്ക് ഹിന്ദി അധികം അറിയില്ല. അങ്ങനെയൊക്കെയുള്ള ചില ബന്ധങ്ങളില്ലേ. പിന്നെ ചോട്ടുവിന് കുതിരസവാരി അറിയില്ല, രൺവിജയ്ക്ക് കുതിരസവാരി അറിയാം. അപ്പോൾ കുറേ വിലോമവും കെ ബാരമേയും, കുറേ എന്താ വൈരുദ്ധ്യങ്ങളിലൂടെയാണ് ഇവരുടെ ഈ സംഭവങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ അയാം കലാം കെ ബഹാന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കഥയിൽ പറയുന്നത്. അപ്പം മക്കളെ, നമ്മുടെ 4 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഈ ഒരു ചാപ്റ്ററുകൾ 4 വായിച്ചിട്ട് നന്നായിട്ട് അർത്ഥം മനസ്സിലാക്കിയാൽ ദാ സാറ് പറയുന്നു, സാർ ഉറപ്പ് തരുന്നു, നാളത്തെ പരീക്ഷയിൽ 20 മാർക്കോളം നിങ്ങൾക്ക് കൺഫേംഡ് ആണ്. ഇനി ഇത് കൂടാതെ ബാക്കി എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ ചോദ്യം വരും, എന്തൊക്കെ ചോദ്യങ്ങൾ വരുമെന്നാണ് നമ്മൾ ഇനി പറയാൻ പോണത്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും, പക്ഷേ മക്കളെ ഈ വീഡിയോ കൃത്യമായിട്ട് കണ്ടാൽ, അധിക ലെങ്ത് ഒന്നും ഉണ്ടാവില്ല, മാക്സിമം പോയാൽ ഒരു 1 അവർ. പക്ഷേ ഇത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ച മക്കളെ, നാളത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കൺഫേംഡ് ആണ്. അപ്പോൾ മക്കളെ, ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ കുടുംബക്കാരുടെ ഗ്രൂപ്പിലേക്ക് എല്ലാത്തിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പടച്ചോനെ, വീഡിയോ ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും നല്ല മാർക്ക് നാളെ കൊടുക്കണേ അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഓക്കെ, എന്നാൽ പിന്നെ മക്കളെ നമുക്ക് നാളത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. മക്കളെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയാണ് മക്കളെ നമ്മൾ ഇനി നിങ്ങൾക്ക് നാളെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പ്രവചിക്കാൻ പോണത്. ഓക്കെ, അപ്പം നാളത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ തന്നെ ഇതാ ഇവിടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബീർ ബഹൂട്ടിയിലെ ഈ ബോക്സിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം ബീർ ബഹൂട്ടിയിലെ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് കാണാം. ഓക്കെ, ഏതെങ്കിലും ഒരു പാരഗ്രാഫ്, ഇതേ പാരഗ്രാഫ് തന്നെ വരണമെന്നില്ല, ഒരു പാരഗ്രാഫ് വരും, എന്നിട്ട് താഴെ ഇതുപോലെ 1-2 ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, അപ്പം ഏതൊക്കെ ടൈപ്പിലാണ് ഈ ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണ് ഇതിനെ ആൻസർ ചെയ്താന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അതേപോലെ തന്നെ എല്ലാവർക്കും ഇതിനെ ആൻസർ ചെയ്താൻ കഴിയില്ല, ആർക്കാണ് ഇതിനെ ആൻസർ ചെയ്താൻ കഴിയുക എന്ന് കൂടി പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ഡയറി, ലെറ്റർ, പട്കഥ ഇങ്ങനെയുള്ള പല സാധനങ്ങളും നമ്മൾ പ്രവചിച്ച് തരും അല്ലേ? എന്തായാലും അതൊക്കെ തന്നെ വരുള്ളൂ നമുക്ക് പ്രതീക്ഷിക്കുക. പക്ഷേ അങ്ങനെ നിങ്ങൾ പ്രവചിച്ച് കഴിഞ്ഞാലും മക്കളെ, നിങ്ങളതൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആകെ കിട്ടാൻ പോണത് 20 മാർക്കാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബാക്കി 20 മാർക്ക് മക്കളെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ 4 ചാപ്റ്റർ ഉണ്ടല്ലോടാ, ആ 4 ചാപ്റ്ററിൻ്റെയും അർത്ഥങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അർത്ഥങ്ങൾ പഠിക്കാത്ത കുട്ടിക്ക് ബാക്കി 20 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. എല്ലാം പിന്നെ നിങ്ങൾ കറക്കി കുത്തണ്ടിക്ക് വരും, അപ്പോഴും എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മക്കൾ എന്ത് വിചാരിച്ചാൽ കുത്തിരുന്ന് പെട്ടെന്ന് തന്നെ ഈ 4 ചാപ്റ്ററിൻ്റെ അർത്ഥങ്ങൾ പഠിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് സോഴ്സും യൂട്യൂബ് വീഡിയോ കാണാം, അല്ലെങ്കിൽ വല്ല ലൈബ്രറിയോ എന്തെങ്കിലും ഗൈഡുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്കൂളിലെ നോട്ട്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എങ്ങനെയെങ്കിലും മക്കൾ അർത്ഥങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഞാൻ സൗണ്ട് കുറച്ച് പറഞ്ഞ് എൻ്റെ തൊണ്ടവേദനയാണ്, പനിയാണ്, ആകെ സൈഡ് അയക്കണം കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ ഇവിടെ നോക്ക്, ബീർ ബഹൂട്ടിയിൽ ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ട്. അർത്ഥം അറിയാവുന്നതിന് എങ്ങനെ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുമെന്ന് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, അർത്ഥം അറിയാവുന്ന ഒരു കുട്ടിക്ക് ഇത് വായിച്ചിട്ട് അർത്ഥം പെട്ടെന്ന് കണ്ടെത്തി
നോക്കിക്കൂടെ? ബേലാ കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയാ എന്ന് പറഞ്ഞാൽ ബേലയുടെ മനസ്സ് വല്ലാണ്ട് വേദനിച്ചു. ദെൻ മാഡ്സാബ് ചാഹെ മുജെ പീഡ് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. അതായത് മാഷിന്, മാഡ്സാബ് എന്ന് പറഞ്ഞാൽ മാഷാണ് അല്ലേ, മാഷിന് വേണമെങ്കിൽ എന്നെ അടിച്ചോട്ടെ, പീഡിലത്തെ എന്നെ അടിച്ചോട്ടെ, പക്ഷെ സാഹിൽ കെ സാമനെ നഹി, സാഹിലിന് മുന്നിൽ വെച്ചിട്ട് വേണ്ടിയിരുന്നില്ല. വഹ് സാഹിൽ കെ സാമനെ ഗുദ്കോ ഷർമീദ മഹസൂസ് ഹോ ഗയി അല്ലേ. ഷർമീദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ എന്നാണ് അർത്ഥം. മഹസൂസ് ഹോ രഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവപ്പെട്ടു അല്ലെങ്കിൽ തോന്നി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഷർമീദ മഹസൂസ് കർ രഹി എന്ന് പറഞ്ഞാൽ എന്താ? ഷർമീദ, അതായത് ലജ്ജ തോന്നി, നാണം തോന്നി എന്നാണ് അല്ലേ. അപ്പോൾ സാഹിലിന്റെ മുന്നിൽ വെച്ചിട്ട് അടി കിട്ടിയപ്പം അവൾക്ക് ആകെ ടെൻഷനായി, ആകെ സങ്കടമായി. ദെൻ ക്യോങ്കി എന്തെന്നാൽ വഹ് ജാൻതി തീ, അവൾക്ക് അറിയാമായിരുന്നു, വഹ് സാഹിൽ കി നസർ മേ ബഹുത്ത് അച്ചി ഹെ. നസർ എന്ന് പറഞ്ഞാൽ നോട്ടം എന്നാണ് അർത്ഥം, അതായത് ദൃഷ്ടി. വാക്കുകളുടെ അർത്ഥമൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ, ചിലപ്പോൾ അതൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും സാഹിലിന്റെ കണ്ണിൽ അല്ലെങ്കിൽ സാഹിലിന്റെ നോട്ടത്തിൽ ബേല വളരെ നല്ല കുട്ടിയാണെന്ന് ബേലക്ക് അറിയാം. അപ്പോൾ നല്ല കുട്ടിയായ ബേലക്ക് തല്ല് കിട്ടിക്കഴിഞ്ഞ് സാഹിൽ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക എന്നുള്ളൊരു കോംപ്ലക്സ് ആയിരുന്നു ബേലക്ക് ഉണ്ടായിരുന്നത്. ദെൻ ജബ് വഹു ഉസ്കെ പാസ് ആഖർ ബൈട്ടി ഉസ്സേ നസർ നഹി മിലാപ്പായി. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുകയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എപ്പോഴും ക്ലാസ്സിൽ ബെഞ്ചിൽ അടുത്തടുത്താണ് അല്ലേ. അപ്പോൾ അന്ന് ആ അടി കിട്ടിയതിന് ശേഷം ബേല തൻ്റെ സാഹിലിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് സാഹിലിൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. കാരണം നാണക്കേടായിട്ടിരിക്കോ, സാഹിൽ ഇനിയിപ്പോൾ എന്താ വിചാരിക്കുക, അവൻ എന്നോട് ഇനി മിണ്ടുവോ, ഞാൻ മോശക്കാരിയാണെന്ന് സാഹിൽ വിചാരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ കരുതിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പാരഗ്രാഫ്. ഇനി എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇവിടുന്ന് ചോദിച്ചത് നോക്കും മക്കളെ. ഒന്നാമത്തെ, സാഹിൽ കി നസർ മേം ബേല കൈസി ഹേ. സാഹിലിൻ്റെ നോട്ടത്തിൽ, സാഹിലിൻ്റെ ദൃഷ്ടിയിൽ ബേല എങ്ങനെയുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ളവളാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ കൈസി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതേപോലെ തന്നെ നസർ എന്ന് പറഞ്ഞാൽ നോട്ടമാണ് എന്നൊക്കെ അർത്ഥം മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് ചോദ്യം പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞ അർത്ഥം പഠിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫ് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ലേ സാഹിലിൻ്റെ നോട്ടത്തിൽ ബേല എങ്ങനെയാണ്. സിമ്പിൾ, ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് എന്താ, സാഹിൽ കി നസർ മേം ബേല ബഹുത്ത് അച്ചി ഹേ. ഈ ബഹുത്ത് അച്ചി ഹേ എന്ന് എഴുതി കഴിഞ്ഞാൽ മക്കളെ ഒരു മാർക്ക് കിട്ടി. മനസ്സിലായില്ലേ? സിമ്പിളാണ്. ഉത്തരങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ട്. ബാക്കി 20 മാർക്കിൻ്റെ ഉത്തരം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും ഏറെക്കുറെയൊക്കെ. പക്ഷെ അത് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് അർത്ഥറിയണം. മനസ്സിലാക്കിക്കോ. പ്രവചനം കൊണ്ട്, അതായത് പ്രഡിഷൻ കൊണ്ട് മക്കൾക്ക് 20 മാർക്കേ കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 20 മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ പ്രഡിഷനിൽ കാര്യമില്ല, മക്കൾ അർത്ഥങ്ങൾ പഠിക്കണം. ഓക്കെ, ഹിന്ദിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക് മക്കളെ. ഇവിടെ നിങ്ങൾക്ക് 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു. സഹി വികൽപ്പ് ചുൻകർ ലിഖേ അല്ലേ. മേം പ്ലസ് കെ മുജെ, മേം പ്ലസ് കാ മുജെ, മേം പ്ലസ് കോ മുജെ, മേം പ്ലസ് കി മുജെ അല്ലേ. എല്ലാത്തിലും മേം ആണ് ഫസ്റ്റ്, സർവനാമമാണ് മേം അല്ലേ. അതേപോലെ കോ, കി, കെ എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തമായ പ്രത്യയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവസാനമുണ്ടായ വികൽപ്പ ശബ്ദം ഏതാ? മുജെ എന്നാണ്. എല്ലാത്തിലും മുജയാണ്. അപ്പം മേം എന്ന സർവനാമത്തോട് ഏത് പ്രത്യയം കൂടിയാലാണ് മുജെ വരിക എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള ചോദ്യം. അപ്പം നമുക്കിതിൻ്റെ ഉത്തരം അറിയാം, മേമിനോട് കോ കൂടിയാലാണ് മുജെ ആവുക. അപ്പം നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരാം. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മക്കൾ ഉറപ്പിച്ചോ, ഞാനിപ്പം പറയാൻ പോകുന്ന ഈ ചോദ്യം നാളെ ഒരു മാർക്കിന് ചോദിച്ചിരിക്കും. പഠിച്ചോളി മക്കളെ, പഠിച്ചോളി. സോ ഇതാണ് സർവനാമം, പ്രധാനപ്പെട്ട. ഇതൊന്നല്ല വേറെയുണ്ട്, പക്ഷേ നാളെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അതുപോലെ പരസർഗ, ഇത് കൂടാതെ നേ, മേം, പർ, സേ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. പക്ഷേ നാളെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. കാ ട്ടോ. ഓക്കെ, സോ നമുക്ക് നോക്കാം. മേം എന്ന വാക്കിനോട് കാ കൂട്ടിയാൽ മക്കൾ വായിക്കേണ്ടത് മേര. ഓക്കെ, എന്താണ് വരിക? മേര. ഓക്കെ, മേം പ്ലസ് കാ മേര. അങ്ങനെയാണെങ്കിൽ മേം പ്ലസ് കി എന്തായിരിക്കും? മേരി. ഇനി മേം പ്ലസ് കെ എന്തായിരിക്കും? മേരെ. മേം പ്ലസ് കോ എന്തായിരിക്കും? മുജെ. പെട്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. ഇനി അതേപോലെ തൂ ആണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. തൂ പ്ലസ് കാ തേര. മേം പ്ലസ് കാ മേര, തൂ പ്ലസ് കാ തേര. ഇനി തൂ പ്ലസ് കി തേരി, തൂ പ്ലസ് കെ തേരെ, തൂ പ്ലസ് കോ തുജെ. മേം പ്ലസ് കോ മുജെ ലടാ. അപ്പോൾ തൂ പ്ലസ് കോ എന്തായിരിക്കും? മുജെ ആയിരിക്കും. ഇതങ്ങോട്ട് പഠിക്കാം, ഉറപ്പിച്ചോ. ഇനി അടുത്തത്, വഹ് എന്നതിനോട് ഏത് പ്രത്യയം അല്ലെങ്കിൽ ഏത് പരസർഗ കൂട്ടിയാലും വരേണ്ട സൗണ്ട് ഉസ് എന്നാണ്. ഓർത്ത് വെച്ചേ, വഹിനോട് ഏത് വന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉസ് എന്നായിരിക്കും. അപ്പോൾ വഹ് പ്ലസ് ക ഉസ്ക, വഹ് പ്ലസ് കി ഉസ്കി, വഹ് പ്ലസ് കെ ഉസ്കെ, വഹ് പ്ലസ് കോ ഉസ്കോ. മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലടാ. ഇനി അതേപോലെ തന്നെ വേയോട് ഏത് സൗണ്ട് കൂടിയാലും വരേണ്ടത്, ഏത് പ്രത്യയം കൂടിയാലും വരേണ്ടത് ഉൻ എന്നാണ്. അപ്പോൾ വേ പ്ലസ് ക ഉൻക, വേ പ്ലസ് കി ഉൻകി, വേ പ്ലസ് കെ ഉൻകെ, വേ പ്ലസ് കോ ഉൻകോ. സിമ്പിൾ അല്ലടാ, സിമ്പിൾ അല്ലേ? ഇത് പഠിച്ചാൽ മതി. എന്താ? വഹ് ഉസ്സായി മാറും, വേ ഉന്നായിട്ട് മാറും. അങ്ങനെയെങ്കിൽ യഹ് എന്തായിട്ട് മാറും? യഹ് ഇസ്സായിട്ട് മാറും. അപ്പം എങ്ങനെ വരിക? യഹ് പ്ലസ് ക ഇസ്ക, യഹ് പ്ലസ് കി ഇസ്കി, യഹ് പ്ലസ് കെ ഇസ്കെ, യഹ് പ്ലസ് കോ ഇസ്കോ. ഓക്കെ, ഇതില്ല കേട്ടോ, ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അടുത്ത യെ, യഹ് കഴിഞ്ഞാൽ അതിൻ്റെ ബഹുവചനാണ് യെ അല്ലേ. യഹ്, ഏനോട് ഏത് സൗണ്ട് വന്നാലും ഇന്നാവും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേ ഉന്നായിട്ട് മാറും, യെ എന്തായിട്ട് മാറും? ഇന്നായിട്ട് മാറും. ഇത് ഓർത്ത് വെക്കണം. നാളെ മിക്കവാറും നിങ്ങൾക്ക് ഈ വഹ്, വേ, യഹ്, യെ ഇതിലേതെങ്കിലും
ഒന്നായിരിക്കും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോണത്, ഉറപ്പിച്ച മക്കളെ. അപ്പം എ പ്ലസ് ക ഇൻക, എ പ്ലസ് കി ഇൻകി, എ പ്ലസ് കെ ഇൻക ഇൻകെ, എ പ്ലസ് കോ ഇൻകോ. അപ്പോൾ ഇങ്ങനെ തന്നിട്ട് ഇതിലേതാണ് ശരിയെന്ന് ചോദിക്കും. അപ്പോൾ മക്കൾ കൃത്യമായിട്ട് ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചും ചോദിക്കും. ഉദാഹരണത്തിന് മുജെ എന്ന് തരും. മുജെ എന്ന് തന്നിട്ട് ഇസ്മേൻ ഇത് സർവനാം കോൺസാഹി എന്ന് വയ്ക്കും. സർവനാമങ്ങൾ ഇതല്ലേ, മേം തു വഹ് വേ യഹ് ഇതൊക്കെ അല്ലേ വരില്ലേ, എ എന്നൊക്കെയുള്ളതാണ് സർവനാമങ്ങൾ. അപ്പം മുജെ എന്നുള്ള വാക്കിലുള്ള സർവനാമം ഏതാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇത് ആദ്യത്തെ അക്ഷരം ഏതാ, മായല്ലേ. മായിൽ ഏത് വാക്ക് വന്നു കഴിഞ്ഞാലും അതിലെ സർവനാമം ഏതായിരിക്കും, മേമായിരിക്കും. മേര, മേരി, മേരെ, മേരേലിയെ, മുജെ, അങ്ങനെ മാ വെച്ചിട്ട് ഏത് വന്നു കഴിഞ്ഞാലും അതിലെ സർവനാമം ഏതായിരിക്കടാ, മേമായിരിക്കും. മനസ്സിലാക്കുക. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് തരും ഇങ്ങനെ തേരി, തേരി എന്നതിലെ സർവനാമം എന്ന് വെച്ചാൽ ആദ്യം തായാണ് തുടങ്ങുന്നെങ്കിൽ അതിലെ സർവനാമം തൂവായിരിക്കും. ഇനി വരികയാണെന്ത്, ഉസ്കി എന്ന് തന്നു, ഉസ്കി. അപ്പം മക്കളെ ഉസ്കി എന്നതിലെ സർവനാമം ഏതാണെന്ന് വെച്ചാൽ സിമ്പിൾ ആണടാ. സ്റ്റാർട്ടിങ്ങിൽ ഉസ് ആണെങ്കിൽ ഉസ് വരണമെങ്കിൽ ഏതായിരിക്കും സർവനാമം, വഹു ആയിരിക്കും ആൻസർ അല്ലേ. ഇനി അതല്ല ഇൻകെ എന്ന് തന്നു, ഇൻകെ. ഓക്കെ, ഇൻകെ ആണെങ്കിൽ ഒന്നും നോക്കണ്ട ഹബീബി, ഇന്ന് വരണമെങ്കിൽ എ ആണ് സർവനാമം അല്ലേ. അപ്പം ചിലപ്പോൾ ഇങ്ങനെയും വരാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നാലെണ്ണതാ. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ തന്ന പോലെ തന്നെ നാലെണ്ണം തരും, അതിലേതാണ് ശരിയെന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ നമുക്കറിയാം മേം പ്ലസ് കോ മുജയാണ് ശരി. ആ ശരി ഉത്തരം മാത്രം എഴുതിയാൽ മതി. സമയം കിട്ടിയില്ലടാ. അപ്പം നമ്മൾ ഒരു മാർക്ക് ഉറപ്പിച്ചില്ലേ, സിമ്പിൾ അല്ലേ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോണോക്കി ബേലാക്ക മൻ ബഹുത്ത് ഗരാബ് ഹോഗിയ ക്യോം. നോക്കിയാൽ 2 മാർക്കാ. പക്ഷേ 2 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അർത്ഥം അറിയാവുന്നതിന് സിമ്പിളായിട്ട് ഒരു സെന്റൻസിൽ എഴുതിയാൽ തന്നെ ഇതിന് മാർക്ക് കിട്ടും. ഓക്കെ, എന്താ അവിടെ ചോദിച്ചത്, ബേലാക്ക മൻ ബഹുത്ത് ഗരാബ് ഹോഗിയ. അർത്ഥം അറിയാവുന്നതിന് മനസ്സിലാവും. എന്താ, ബേലയുടെ മനസ്സ് വല്ലാണ്ട് വേദനിച്ചു അല്ലേ, വളരെ സങ്കടപ്പെട്ടു. ക്യോം, ക്യോം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ് ബേലക്ക് സങ്കടമായത്? ആ പാഠഭാഗം നന്നായിട്ട് വായിച്ചവന് ഇതിൽ കൃത്യമായിട്ട് ഉത്തരം കൊടുത്തിട്ടില്ല. മാഷ് തല്ലിയൊന്നും ഇതിൽ കാര്യമായിട്ട് പറയുന്നില്ല. പക്ഷേ ആ പാഠഭാഗം വായിച്ച ആൾക്കറിയാം എന്താ, മാഷ് അവളെ ഒരുപാട് തല്ലി, അതും സാഹിലിൻ്റെ മുന്നിൽ. അത് പറഞ്ഞാൽ പോരെ, സുരേന്ദർജി മാഡ് സാബ് അല്ലെങ്കിൽ ഗണിതത്തിൻ്റെ മാഷായ സുരേന്ദർജി മാഡ് സാബ് ബേലയെ സാഹിലിൻ്റെ മുന്നിൽ വെച്ച് തല്ലി, അതാണ് അവളെ സങ്കടപ്പെടുത്തിയത്. അത് പറഞ്ഞാൽ പോരെ, എങ്ങനെ പറയാ, ഗണിതത്തിൻ്റെ മാഷായ സുരേന്ദർജി മാഡ് സാബ്. നമ്മൾ പറയുന്ന അതേപോലെ ഹിന്ദി ആക്കിയാൽ മതി. എങ്ങനെ പറയാ, ഗണിതയ്ക്ക് മാഡ് സാബ് സുരേന്ദർജി. ഇനി എന്താ ചെയ്യുന്നത്, സാഹിൽ കെ സാമനെ, സാഹിലിൻ്റെ മുന്നിൽ വെച്ച് ബേലാക്കോ മാര, ബേലയെ അടിച്ചു. എന്നൊക്കെ കോ എന്ന് പറയും അല്ലേ. മാറന എന്ന് പറഞ്ഞാൽ അടിക്കുക, അടിച്ചു എന്നാണെങ്കിൽ മാര. അപ്പം എങ്ങനെ പറയാം, സുരേന്ദർജി മാഡ് സാബ് സാഹിൽ കെ സാമനെ ബേലാക്കോ മാര. ഇത്ര സിമ്പിളാണ്. അത് എഴുതി വെച്ച മക്കളെ 2 മാർക്കാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതുപോലെ എഴുതണം എന്നുണ്ടെങ്കിൽ മക്കൾക്ക് എന്തറിയണം, അർത്ഥങ്ങൾ അറിയണം. അർത്ഥങ്ങൾ അറിഞ്ഞാൽ മക്കൾക്ക് ഇനി കുറച്ച് ഇടയിലൊക്കെ മന്തി കൂട്ടിയിട്ടായാലും എഴുതാം, സിമ്പിളായിട്ട് എഴുതാം. പക്ഷേ അർത്ഥങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഇതെന്താ ചോദിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഇനി അടുത്തത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് പ്രവചിക്കാൻ പറ്റും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിൽ മാർക്കും വാങ്ങാം. സ്ട്രക്ചർ വന്നാൽ തന്നെ ഏകദേശം പകുതി മാർക്ക് കിട്ടും. 4 കറക്റ്റ് സ്ട്രക്ചർ വന്നാൽ തന്നെ 2 മാർക്കോളം കിട്ടും. ഫസ്റ്റ് ചോദ്യം എന്താടാ, ക്ലാസ് में हुए बुरे हलवे के बारे में बेला अपनी सहेली के नाम पर पत्र लिखती है. ഇവിടെ നോക്ക്, പത്ര, ഇതാണ് നിങ്ങൾ നോക്കണ്ടേ. പത്ര എന്ന് പറഞ്ഞാൽ കത്താണ് മക്കളെ. അപ്പോൾ കറക്റ്റ് ചോദ്യം വായിച്ചു നോക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ ഇത് എന്താ സാധനം ചോദിച്ചതെന്ന്. എന്നിട്ട് ബേലാക്ക പത്ര, ഇവിടെ കണ്ടോ, പത്രം നല്ല ബോൾഡാക്കി കൊടുത്തിട്ട് ബേലാക്ക പത്ര, ബേലയുടെ കത്ത് എന്നാണ് പറഞ്ഞത്. അന്നേരം ചാടി കയറി സാഹിലിൻ്റെ എഴുതിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ വേറെ ആരുടെ എഴുതിയിട്ട് കാര്യമില്ല. കറക്റ്റായിട്ട് വായിച്ചു നോക്കുക, അർത്ഥം അറിയെങ്കിലേ നമുക്ക് ആരുടെ കത്താന്ന് മനസ്സിലാവുള്ളൂ. അപ്പം കത്തിൻ്റെ ഫോർമാറ്റ് വളരെ സിമ്പിളാണ് മക്കളെ, സിമ്പിളാണ്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാ കത്തിൻ്റെ ഫോർമാറ്റ് ഇതാണ്. ഈ ഒരു ഫോർമാറ്റ് കറക്റ്റായിട്ട് വന്നാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് കൺഫേംഡ് ആണ്. ഇതിലേക്ക് നമ്മുടെ മാറ്ററും കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ 4 മാർക്ക്. ഏത് ടീച്ചറായാലും, എത്ര ടൈറ്റായിട്ട് വാല്യൂറ്റ് ചെയ്യുന്ന ടീച്ചറായാലും 4 മാർക്ക് നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പോൾ കത്തിൻ്റെ ഫോർമാറ്റ് ഇതാ മക്കളെ, പഠിച്ചോ, സിമ്പിളാണ്. ഏറ്റവും ടോപ്പിൽ സ്ഥാനത്തായിരിക്കുന്ന ഏറ്റവും ടോപ്പിൽ ഇതാ, സിമ്പിളാണ് മക്കളെ, പഠിച്ചോ. ഇനി അതേപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എൻ്റെ നേരെ താഴെ പ്രിയ എന്നിട്ടിട്ട് ഡാഷ് ഇട്ട് വെക്കരുത്. നിങ്ങൾ ആർക്കാണോ കത്തയക്കുന്നത് അയാളുടെ പേര് കൊടുക്കുക. പ്രിയ മിത്ര എന്നൊന്നും വെക്കരുത്. എന്താ, ഇപ്പോൾ സാഹിലാണെങ്കിൽ പ്രിയ സാഹിൽ, ഇനി അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ടിനാണെങ്കിൽ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. അപ്പോൾ പ്രിയ സുശീൽ അല്ലെങ്കിൽ പ്രിയ രഘു, അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഓക്കെ, ഇനി അതിനുശേഷം ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് കത്ത് എഴുതുമ്പോഴും കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കത്തിന് കുറച്ച് ലെങ്ത് ഒക്കെ വരും അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേ, കൈസി ഹോ തും, സുഖലടാ. പിന്നെന്താണ്, സോച്ചതാഹും തും കുശൽ ഹോ, നിനക്ക് സുഖമെന്ന് കരുതുന്നു. മേ ബി യഹാം ടീക്ക് ഹോം, എനിക്കും ഇവിടെ സുഖം തന്നെയാണ്. തുമാരി പഠായി അല്ലെങ്കിൽ കാം, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയ കുട്ടികളെ കാണാൻ പഠായി എന്ന് പറഞ്ഞാൽ മതി, പഠനം. വലിയ ആൾക്കാരാണ് വലിയ ആൾക്കാർക്കാണ് കത്ത് എഴുതുന്നെങ്കിൽ കാം നിത, അതായത് ജോലി. ഓക്കെ, അപ്പം നിങ്ങളുടെ പഠനം കൈസേ ചൽ രഹി, എങ്ങനെ പോകുന്നു. പിന്നെ അതേപോലെ തന്നെ അഖിലേ ചുട്ടി മേം, അടുത്ത അവധി. ചുട്ടി എന്ന് പറഞ്ഞാൽ അവധിയാണ് അല്ലേ. അപ്പോൾ അടുത്ത അവധിക്ക് ക്യാ തും ഇതർ നഹി ആവോगे, നീ ഇവിടെ വരില്ലേ. പിന്നെന്താണ്, മേ തുജെ ഹമേഷ ഇന്തസാർ കർത്താ ഹൂം, ഞാൻ നിന്നെ എപ്പോഴും എന്തൊക്കെയാണ്, കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതുക. ഇത് മക്കളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയല്ലേ, എഴുതിയെടുക്കുക ചെയ്യുക, എന്നിട്ട് എന്തായാലും ഒന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യാച്ചാൽ ഇവിടെ നമ്മളൊരു പേര് കൊടുക്കൂലടാ, സാഹിലിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് കൊടുക്കൂലേ, ആ പേരെൻ്റെ ഇവിടെ എഴുതുക അടുത്ത പാരഗ്രാഫിൽ. ഇപ്പോൾ സാഹിലാണെങ്കിൽ സാഹിൽ, ബേല സാഹിലിനാണ് കത്തയക്കുന്നത്, അല്ലെങ്കിൽ ബേല അവളുടെ കൂട്ടുകാരിക്ക് വേറെ എന്തെങ്കിലും കൂട്ടുകാരിക്കാണ് പ്രശ്നം പറഞ്ഞ് കത്തയക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ പേര് ഇതാ. ഇനിയിപ്പോൾ വേറെയില്ല, ചോട്ടുവിൻ്റെ അനുഭവം വെച്ചിട്ട് വേറെ ആർക്കെങ്കിലും, റൺവിജയ്ക്ക് ഒരു കത്തയക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ അമ്മക്കൊരു കത്തയക്കുന്നു,
അതല്ലെങ്കിൽ മോർപ്പാൽ മിഹിറിനൊരു കത്തയക്കുന്നത്, അങ്ങനെ ആർക്കെങ്കിലും ആയിക്കോട്ടെ, ആർക്കാണോ കത്തയക്കുന്ന ആ പേര് ഇവിടെ ചെയ്താൽ ഓക്കെ. എന്നിട്ട് പറയണത് മേൻ തുംസെ ഏക് ഖാസ് ഖബർ സാഞ്ചാ കർണാ ചാത്താ ഹൂം, ഞാൻ നിന്നോടൊരു ഖാസ് ഖബർ എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട വാർത്ത, ഖബർ എന്ന് പറഞ്ഞാൽ വാർത്തയാണ് അല്ലേ, ഒരു വിശേഷപ്പെട്ട വാർത്ത അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത നിന്നോട് സാഞ്ചാ കർണ പറഞ്ഞാൽ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദെൻ കൽ മേരെ ജീവൻ കാ സബ്സെ അവിസ്മരണീയ ദിൻ താ, ഇന്നലെ എൻ്റെ ജീവിതത്തിലെ വളരെ അവിസ്മരണീയമായ ഒരു ദിവസമായിരുന്നു. നമ്മൾ ഡയറി ഒക്കെ എഴുതുന്ന അതേപോലെ തന്നെ. ഇനി ഇവിടെയാണ് നിങ്ങളുടെ കണ്ടന്റ് എഴുതേണ്ടത്. മക്കളെ കണ്ടന്റ് എഴുതാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. അതായത് മക്കൾ എന്ത് വിചാരിച്ചാൽ എല്ലാ ചാപ്റ്ററിൻ്റെയും ഒരു ഡയറിയെങ്കിലും പഠിച്ചു വെക്കുക. ആ ഡയറി തന്നെ മക്കൾ ഇതിൻ്റെ ഇടയിൽ കണ്ടന്റ് ആയിട്ട് എഴുതിയാൽ മതി. അതായത് ഡയറി പഠിക്കുന്ന കുട്ടിക്ക് ലെറ്ററും സിമ്പിൾ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പം മക്കൾ എന്ത് വിചാരിച്ചാൽ സാഹിലിൻ്റെയും ബേലൻ്റെയും ചാപ്റ്ററിൽ നമുക്ക് കൂടുതലും ഡയറി അല്ലെങ്കിൽ ലെറ്റർ വരാൻ സാധ്യത ഈ സുരേന്ദർ മാഡ്സാബിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടായിരിക്കും. അപ്പം മക്കളെ ഞാൻ അവിടെ നിങ്ങൾക്ക് ഒരു ഡയറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു ഡയറിയാണ്. നമ്മുടെ ആ ഒരു മാഡ്സാബ് എന്ത് ചെയ്തിട്ടുള്ള ബേലയെ തല്ലിയല്ലോ, ആ തല്ലിയ ഇൻസിഡൻറ്റ് വെച്ചിട്ടുള്ള ഒരു ഡയറിയാണ്. ബേല എഴുതുന്ന ഒരു ഡയറിയാണ്. മിക്കവാറും നിങ്ങൾക്ക് നാളത്തെ പരീക്ഷാ പേപ്പറിൽ ഈ ഒരു ഡയറി തന്നെ കാണാം. ഇനി അതെല്ലാം ഡയറി അല്ല, മക്കൾക്ക് നാളെ എന്ത് ചെയ്യുന്നു, കത്താണ്. ആ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് ബീർബഹുട്ടിയിൽ ഒരു കത്താണ് വരുന്നതെങ്കിലും നിങ്ങൾ ആ കണ്ടന്റ് നേരത്തെ പറഞ്ഞ ഫോർമാറ്റ് ഉണ്ടാക്കുക, എന്നിട്ട് ഈ കണ്ടന്റ് ഇതേമാതിരി ഇട്ട് ഓക്കെ. അപ്പോൾ ഇതിലുള്ള കണ്ടന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ ഇതേമാതിരി പഠിച്ചുകൊണ്ട് ആജ് മേരെ ജീവൻ കൈക്ക് അവിസ്മരണീയ ദിൻ താ, നമ്മൾ നേരത്തെ കത്തിൽ എഴുതിയല്ലോ, ഇന്നെൻ്റെ ജീവിതത്തിലെ വളരെ അവിസ്മരണീയമായ ദിനമായിരുന്നു. മേ ആജ് കൈസേ ഭൂൽ സക്താ ഹൂം, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതിൽ ഈ ആജൊക്കെ എന്താക്കുക, കത്താക്കുമ്പോൾ ആജുള്ളൊക്കെ കല്ലാക്കുക ഓക്കെ. അതായത് ഇന്ന് എന്നുള്ളത് ഇന്നലെ എന്നൊക്കെ, ഡയറി നമ്മൾ അന്ന് തന്നെയാണല്ലോ ഇതാ. അപ്പോൾ കത്താക്കുമ്പോൾ ആജുള്ളടത്തൊക്കെ കൽവെക്കുക. ഇനി ഇത്തിന ബുരാ ദിൻ ജിന്ദഗിമേം പഹലി ബർ ആയാ ഹൈ, ഇത്രയും മോശം ദിവസം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ദെൻ കാപ്പി ജാഞ്ചത്തെ സമയ ഗണിത് കെ മാഡ്സാബ് സുരേന്ദർ ജീനെ മേരെ ബാലോമേം പഞ്ചാബ് ഫസായ, കോപ്പി പരിശോധിക്കുന്ന ജാഞ്ചിനാണ് പരിശോധിക്കാന്നാണ്. കോപ്പി പരിശോധിക്കുന്ന സമയത്ത് സുരേന്ദർ ജി മാഡ്സാബ് കണക്കിൻ്റെ മാഷ് എൻ്റെ മുടിയിൽ പഞ്ചാബ് ഫസായ കുത്തിപ്പിടിച്ചു. മേരെ ഭയഭീത് ചഹ്രേക്കോ ദേഖ് കർ സാഹിൽ ബൂരി തരസെ ഡർ ഗയാ, എൻ്റെ പേടിച്ചരണ്ട മുഖം കണ്ട സാഹിൽ ആകെ പേടിച്ചു. ദെൻ മാഡ്സാബിനെ കാപ്പി മേരെ ബൈറ്റ്നെ കെ സ്ഥാൻ പർ ഫേങ്കി, മാഷാണെങ്കിൽ ആ നോട്ട് ബുക്ക് എടുത്ത് എൻ്റെ ഇരിപ്പിടത്തിലേക്ക് എറിഞ്ഞു. ദെൻ ഫേങ്കി എന്ന് പറഞ്ഞാൽ എറിയ കേട്ടോ. മുझे अब भी पता नहीं कि मेरी गलती क्या थी, എനിക്ക് ഇപ്പോഴും അറിയില്ല എൻ്റെ തെറ്റെന്താണെന്ന്. മാഡ്സാബ് ചാഹെ മുझे പീഡ് ലേത്തെ ലേക്കിൻ സാഹിൽ കെ സാമനെ നഹി, മാഷിന് വേണമെങ്കിൽ എന്നെ അടിച്ചോട്ടെ, പക്ഷെ സാഹിലിനെ മുന്നിൽ വെച്ച് വേണ്ടിയിരുന്നില്ല. മുझे മാലൂം ഹേ കി സാഹിൽ കി നസർ മേ മേ ബഹുത് അച്ചി ലഡ്കി ഹൂം, സാഹിലിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ സാഹിലിൻ്റെ കണ്ണിൽ ഞാൻ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാമായിരുന്നു. ദെൻ ഇസ്ലിയെ മുझे ഉസേ സാമനെ കർനെ കി ശർമിദ മഹ്സൂസ് ഹോ ഗയി, അതുകൊണ്ട് എനിക്ക് സാഹിലിനെ നോക്കാൻ നാണക്കേട് തോന്നി. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കണം. ഈ ഒരു ഭാഗം കേട്ടോ, മാഡ്സാബ് ചാഹെ മുझे പീഡ് ലേത്തെ എന്നുള്ള ആ ഒരു ഭാഗം നിങ്ങൾ ഓർത്തു വെക്കുക. സാഹിൽ കെ സാമനെ എന്താണ് മഹ്സൂസ ഹോ ഗയി എന്നുള്ളത്. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദ്യം വരും, ചിലപ്പോൾ 1 വേർഡോ 2 മാർക്കിനൊക്കെ ചോദ്യം ചിലപ്പോൾ ബീർബോട്ടിൽ നാളത്തെ പരീക്ഷാ പേപ്പറിൽ വരും. എന്തുകൊണ്ടാണ് ബേലക്ക് സാഹിലിനെ സാംലാസ് കർണക്കേടിയെ, അതായത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷർമീദ മടി തോന്നിയത് അല്ലെങ്കിൽ നാണം തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് ആൻസർ ചെയ്തേണ്ടത്. അപ്പോൾ ഈ ഡയറി പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക കേട്ടോ. ദെൻ ജബ് മേ ഉസ്കെ പാസ് ആക്കർ ബൈറ്റി, ഞാൻ അവൻ്റെ അടുത്ത് വന്നിരുന്ന സമയത്ത് ഉസേ നസർ നഹി മിലാപ്പായി, എന്നാണ് അവനെ നോക്കാൻ പോലും ഞാൻ തയ്യാറായില്ല. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് സാഹിലിനെ നോക്കാൻ ബേല തയ്യാറാവാതിരുന്നത്. അപ്പോഴും നിങ്ങൾ ഇതേ ആൻസറിനാണ് ഇതിൻ്റെ ആ നാണക്കേട് തോന്നി ഇതേ സെൻറ്റൻസ് തന്നെ ആൻസർ ആയിട്ട് ഇതാതി. പക്ഷേ ഈ മുझे എന്നൊക്കെ ഉള്ളിടത്ത് ബേലാക്കോ എന്നാക്കിയാൽ മതി, അതായത് ബേലയ്ക്ക് എന്നാക്കിയാൽ മതി. ആ ഒരു വ്യത്യാസമുള്ളേ. ഇനി ക്യാ കരൂ മേം, ഞാൻ എന്താ ചെയ്യുക. ദെൻ മേരി പ്രാർത്ഥന ഹേ കി ഏസേ അനുഭവ് കിസി ന കഹോ, ആർക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാവരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. ആജ് കാ ദിൻ മുझे കബി നഹി ബോൾ സക്ത, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാനേ ആവില്ല. ചാഹെ കുച്ച് ബി ഹോ ജായ്, എന്ത് തന്നെ വന്നാലും. ദെൻ ഭഗവാൻ സബ്കാ ബലാ കരേ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഡയറി ആണെങ്കിലും കത്താണെങ്കിലും സെയിം മാറ്റർ ഇതാതി ഓക്കെ. ഇനി ഇതേ ഡയറി അല്ലെങ്കിൽ ഇതേ കത്ത് സാഹിൽ എഴുതുന്നത്, അന്നത്തെ സംഭവം വെച്ചിട്ട് സാഹിലിൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ സാഹിലിൻ്റെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും എഴുതുന്നതാണെങ്കിൽ നിങ്ങൾ ഇതിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിലിതാ ഈ ഒരു ഭാഗം, അതായത് നമുക്ക് ഇവിടെ കാണാം മേരെ ബാലോമേ എന്നുള്ളത്, ആ മേരെ ബാലോ എന്നൊക്കെയുള്ളതിൽ ബേലാ കെ ബാലോമേം, അതേപോലെ തന്നെ ഇവിടെ മേരെ ഭയഭീത് ചെഹ്രെ എന്നുള്ളതിൽ ബേലാ കെ ഭയഭീത് ചെഹ്രെ, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക മാറ്റി കൊടുത്താൽ മതി. അതായത് മേരെ എന്നുള്ളിടത്തൊക്കെ എന്താ ചെയ്യുക ബേല എന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ എന്തായി സാഹിലിൻ്റെ ഡയറി സാഹിലിൻ്റെ കത്തുമായി. അപ്പോൾ ഒരൊറ്റൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഒറ്റ സംഭവം കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ ട്രിക്ക് കേട്ടോ. അപ്പോൾ ട്രിക്കുകളിലൂടെ പഠിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ സെപ്പറേറ്റ് ബേലൻ്റെ ഡയറി പഠിക്കുന്നു, സാഹിലിൻ്റെ ഡയറി പഠിക്കുന്നു, ബേലൻ്റെ കത്ത് പഠിക്കുന്നു, സാഹിലിൻ്റെ കത്ത് പഠിക്കുന്നു. എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒരൊറ്റ ഒന്ന് പഠിച്ചാൽ എല്ലാ പരിപാടിയും ബീർബൗട്ടിലെ മുഴുവൻ ക്വസ്റ്റ്യൻസ് ആയി സിമ്പിളാണ് ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിക്കുക. ഇനി വേറെ കാര്യങ്ങൾ ഓർത്തോ, ഇവിടെ കണ്ടോ നസർ നഹി മിലാപ്പായി എന്ന് പറയുന്നത്, നസർ മിലാന എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് വരും. അപ്പം നസർ മിലാന എന്ന് പറഞ്ഞാൽ കൺമുഖത്തിന് നേരെ നോക്കുക എന്നാണ്. മൂഹ് കി ഓർ ദേഖ്ന ഓക്കെ. മൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ
മുഖം എന്നാണ് അർത്ഥം. അപ്പം മൂഹ് കി ഓർ ദേഖ്ന, മുഖത്തിന് നേരെ നോക്കുക എന്നുള്ളതാണ് ഏതിൻ്റെ നസർ മിലാന എന്നുള്ളതിൻ്റെ അർത്ഥം. അത് ഓർത്തേ കണ്ടിട്ടോ. നസർ മിലാന എന്നുള്ളതിൻ്റെ അർത്ഥമാണ് മൂഹ് കി ഓർ ദേഖ്ന. നസർ നഹി മിലാപ്പ എന്ന് പറഞ്ഞാൽ നോക്കിയില്ല എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക നസർ മിലാന കാ മത്ലബ് ക്യാ ഹേ, ഇത് നേരെ നോക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മൂഹ് കി ഓർ ദേഖ്ന എന്നാണ്. ചിലപ്പോൾ താഴെ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ട് ചോദിക്കും, ഓർത്ത് വെക്കണം കേട്ടോ. ഈ മക്കളെ നമുക്ക് വീണ്ടും കത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ കത്തിൻ്റെ കണ്ടന്റ് എഴുതുന്നു. ആ കണ്ടന്റ് എഴുതിയതിനു ശേഷം പിന്നെ നമ്മൾ കത്തിൻ്റെ അവസാനത്തിൽ ചെയ്യേണ്ടത് ഇസി കെ സാത്ത്, ഇതോട് കൂടിയിട്ട് മേ അപ്പിന പത്ര സമാപ്ത കർത്താവും, ഞാൻ എൻ്റെ കത്ത് അവസാനിപ്പിക്കുകയാണ്. തുമാര പരിവാർ വലംസെ മേരാ പ്രണാം കഹിന, നിന്റെ കുടുംബക്കാരോടൊക്കെ എൻ്റെ പ്രണാം, എൻ്റെ അന്വേഷണം അറിയിക്കുക. തുമാര ജവാബ് പത്രക്കി പ്രതീക്ഷാസ്, നിന്റെ മറുപടി കത്തി പ്രതീക്ഷിച്ചുകൊണ്ട് തുമാരി പ്യാരാ മിത്ര, നിന്റെ പ്രിയപ്പെട്ട മിത്രമായിട്ടുള്ള ഈ വരലോട്ട് നിങ്ങൾ ബേലയാണെങ്കിൽ ബേല, ചോട്ടുവാണെങ്കിൽ ചോട്ട്, ആരാണോ കത്ത് ഇടുന്ന അയാളുടെ പേര് ഇതാ, എന്നിട്ട് ഒപ്പിടരുത്, പകരം ഹസ്താക്ഷർ എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ പരിപാടി കഴിഞ്ഞു. ഇനി നേരെ അടിയിൽ ഇതിൻ്റെ നേരെ താഴെയായിട്ട് ഒരു ബോക്സ് വരച്ചിട്ട് സേവാമയം എഴുതുക, നാം എഴുതുക, പത്താം എഴുതുക, അല്ലാതെ പേരും അഡ്രസ്സും നിങ്ങൾ എഴുതാൻ നിൽക്കണ്ട. ഇത്ര എഴുതി കഴിഞ്ഞാൽ മക്കളെ ഈ ഒരു സ്ട്രക്ചർ വന്നാൽ തന്നെ ഞാൻ പറഞ്ഞു പകുതി കിട്ടും. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള കണ്ടന്റ് കൂടി ഇതേ ഫുൾ മാർക്ക് തന്നെ കിട്ടും. അതൊന്നും കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യം പോലെ ടീച്ചർക്കില്ല, പെർഫെക്റ്റ് ആയിരിക്കും. ഇനി ഇതേപോലെ സമാനമായ രീതിയിൽ തയ്യാറാക്കിയുള്ള ഒരു കത്താണ് ഇവിടെ തന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷാ പേപ്പറിൽ ഈ കത്തായിരിക്കും വരിക. ഇത് നമ്മുടെ അയാം കലാം കെ ബഹാനയിൽ നമ്മുടെ ആരെന്ന രൺവിജയ് സിംഗ് അയാളുടെ ഒരു കൂട്ടുകാരൻ അയക്കുന്ന കത്താണ്. എന്താ സംഭവം എന്നറിയോ? രൺവിജയ് സിംഗിന് ഹിന്ദിയിൽ കുറച്ച് വീക്കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അപ്പം രൺവിജയ് സിംഗിന് അവൻ്റെ സ്കൂളിൽ നിന്ന് ഒരു പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് എന്ത് വന്നു, അവൻ്റെ അധ്യാപകർ അവനോട് ഹിന്ദിയിൽ പ്രസംഗം ഉണ്ടാക്കിയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ രൺവിജയ് സിംഗ് ആകെ കുടുങ്ങി അല്ലേ. ആ സമയത്ത് നിരാശപ്പെട്ട് കിടക്കുന്ന തൻ്റെ കൂട്ടുകാരനെ ചോട്ടു നമ്മുടെ കലാമ സഹായിക്കുകയാണ് അല്ലേ. കലാം ഉടൻ തന്നെ എന്ത് ചെയ്തു, ഒരു ഹിന്ദിയിൽ അടിപൊളി ഒരു പ്രസംഗം തയ്യാറാക്കിയിട്ട്, പ്രസംഗത്തിന് ഭാഷൻ എന്നാണ് പറയുക കേട്ടോ, ഒരു പ്രസംഗം തയ്യാറാക്കിയിട്ട് നമ്മുടെ രൺവിജയ് സിംഗിന് കൊടുക്കുന്നു. രൺവിജയ് സിംഗ് അത് സ്കൂളിൽ പോയി കാണിച്ചിട്ട് പ്രഥം പുരസ്കാർ എന്ന് പറഞ്ഞാൽ 1ാം സ്ഥാനം തന്നെ നേടുകയാണ്. അപ്പോൾ അതിനുശേഷം ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൺവിജയ് സിംഗ് അയാളുടെ കൂട്ടുകാരൻ അയക്കുന്ന അല്ലെങ്കിൽ ആർക്കെങ്കിലും അയക്കുന്ന ഒരു കത്ത് നിങ്ങളോട് ചോദിച്ചേക്കാം. നാളെ മിക്കവാറും ഇത് വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ എന്ത് വരാം, രൺവിജയ് സിംഗ് ആ ഒരു സംഭവത്തിന് ശേഷം എഴുതുന്ന ഒരു ഡയറിയും വരാം. രണ്ടായാലും കണ്ടന്റ് സെയിം ആണ്. ഡയറിൻ്റെ മോഡൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതാണ് ഡയറിൻ്റെ മോഡൽ അല്ലേ. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ബോക്സ് വരച്ചതിന് ശേഷം മേലെ എന്ത് ചെയ്യുന്നു, ആ ഒരു 20 ജൂൺ 2024 ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുന്നു. മാസത്തിൻ്റെ പേര് എന്ത് ചെയ്യണം, ആ മാസത്തിൻ്റെ പേര് ഹിന്ദിയിൽ എഴുതണം. പിന്നെ ഒരു ദിവസം കൊടുക്കണം, നിർബന്ധമാണ്. ബോക്സ് വരയ്ക്കുക. പിന്നെ തുടക്കം ഇങ്ങനെ സനാജിക്ക, ഇന്നത്തെ ദിവസം അവിസ്മരണീയമായിരുന്നു, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ട് കൊടുക്കുക അല്ലേ. അതിനുശേഷമാണ് മക്കളെ നിങ്ങൾ ഈ കണ്ടന്റ് എഴുതേണ്ടത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലെറ്ററിൽ ആദ്യം എന്ത് ചെയ്തു, സ്ഥാന താരീഖ് എഴുതുന്നു. ഇതൊക്കെ ഇതിൻ്റെ അഡ്രസ്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, സ്ഥാന താരീഖ് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. പിന്നെ പ്രിയമിത്ര അല്ലെങ്കിൽ പ്രിയ എന്താണ് സുശീല, ഒരു പേര് കൊടുക്കുന്നു. പേര് എന്തായാലും കൊടുക്കണേ, പ്രിയമിത്ര എന്ന് മാത്രം എഴുതരുത്. പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, കൈസി ഹോത്തും സോഷ്താവും നേരത്തെ പറഞ്ഞാൽ ഇവിടെ കൊടുത്തതേപോലെ തന്നെ ഇതേ സാധനമായിട്ട് പഠിച്ചാൽ മതി. അതെല്ലാത്തിലും ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത പാരഗ്രാഫ് ആയിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് തുടങ്ങുക. മേം തുംസെ, ഇവിടെ ഒരു മേം ഉണ്ട് കേട്ടോ, മാറി വിട്ടുപോയതാണ് കേട്ടോ, മേം എഴുതണേ. മേം തുംസെ ഏക് ഘാസ് ഗബർ സാഞ്ചാ കർണേ കെ ലിയെ യഹ് പത്ര ലിഖ്താവും. ഇവിടെ പറഞ്ഞ ഈ കാര്യം തന്നെ ഇതാ ഈ ഒരു ഭാഗം ഇതേമാതിരി തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു അവിസ്മരണീയ ദിവസമായിരുന്നു എന്നുള്ള കാര്യം ഇതാ. അതിനുശേഷം ഹമാരെ സ്കൂൾ കാ ഹിന്ദി ഭാഷൺ പ്രതിയോഗിത മേം, എൻ്റെ സ്കൂളിലെ ഹിന്ദി പ്രസംഗ മത്സരത്തിൽ, ഭാഷൺ പ്രതിയോഗിത എന്ന് പറഞ്ഞാൽ മത്സരം, ഭാഷൺ എന്ന് പറഞ്ഞാൽ പ്രസംഗം, ഭാഷൺ പ്രതിയോഗിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗ മത്സരം കേട്ടോ. ഞങ്ങളുടെ സ്കൂളിലെ പ്രസംഗ മത്സരത്തിൽ ഇന്നലെ പ്രഥം പുരസ്കാർ പ്രാപ്ത കിയ, എനിക്ക് 1ാം സ്ഥാനം നേടിയത്, ഞാൻ 1ാം സ്ഥാനം നേടി. സബി ലോഗോനെ മുझे താരിഫ് കിയ, എല്ലാവരും എന്നെ താരിഫ് കിയ. താരിഫ് കർണ എന്നാൽ പ്രശംസിക്കുക, പ്രശംസ കർണ എന്ന് പറയും കേട്ടോ, ഓർത്ത് വെക്കണേ. താരിഫ് കർണ എന്നാൽ പ്രശംസ കർണ. ഇതൊക്കെ ചിലപ്പോൾ അർത്ഥങ്ങളായിട്ട് ഒരു മാർക്കിനൊക്കെ ചോദിക്കും. ദെൻ വാസ്തവ് വഹ് ഭാഷൺ മേരാ ദോസ്ത് കലാമിനെ ലിഖ് ദിയ, വാസ്തവത്തിൽ ആ ഒരു പ്രസംഗം എനിക്ക് എഴുതി തന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള കലാമാണ്. ദെൻ ഉസ്കി മദദ് സെ, മദദ് എന്ന് പറഞ്ഞാൽ സഹായം എന്നാണ് അർത്ഥം. ഓക്കെ, സഹാര. അപ്പം ഉസ്കി മദദ് സെ ഹി മുझे യഹ് പുരസ്കാർ മില, അവൻ്റെ സഹായം കൊണ്ടാണ് എനിക്ക് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. മുझे ഹിന്ദി അച്ചി നഹി മാലൂം താ, എനിക്ക് ഹിന്ദി അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. ഇസ്ലിയെ ഉസ്നെ മുझे മദദ് കിയ, അതുകൊണ്ടാണ് അവൻ എന്നെ സഹായിച്ചത്. വഹി ഭാഷൺ, ആ ഒരു പ്രസംഗം ബഹുത്ത് അച്ചാത്ത, വളരെ നല്ലതായിരുന്നു. ഉസ് പർ മുझे ബഹുത്ത് എഹ്സാൻ ഹെ, അവനിൽ എനിക്ക് വല്ലാത്ത എന്തുണ്ട്, നന്ദിയുണ്ട് അല്ലെങ്കിൽ കടപ്പാടുണ്ട്. ദെൻ മേ ഇസ് മദദ് കോ കബി നഹി ഭൂലോക, ഞാൻ ഈ സഹായം ഒരിക്കലും മറക്കൂല. മേ ഉൻസെ അപ്നി ദോസ്തി സറൂർ ബർക്കറാർ രഘുക, ഞാൻ എന്നും അവൻ്റെ ഈ ഒരു സൗഹൃദം നിലനിർത്തും. ദെൻ ഇസി കെ സാത്ത് മേ അപ്ന പത്ര സമത്വം, ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം കൂടി എഴുതിയാൽ മതി. ഓക്കെ, ഞാൻ അവിടെ ചെറുതാക്കിയിട്ടാണ് എഴുതിയത്, നിങ്ങൾക്ക് ഇതെൻ്റെ പഠിച്ചാൽ മതി. ലാസ്റ്റത്തെ പാരഗ്രാഫ്, ബാക്കിയുള്ളെല്ലാം സെയിം. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞ ഇവിടെ കണ്ടോ, രൺവിജയ് എന്ന് എഴുതിയ, രൺവിജയൻ്റെ കത്തായതുകൊണ്ട് രൺവിജയ് എന്ന് എഴുതുന്നു. അപ്പം ഇതുപോലെ ഒരു കത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നാളെ വരും. ഒന്നുകിൽ നമ്മുടെ ബീർ ബഹുട്ടിൽ നിന്നായിരിക്കും കത്ത്, അല്ലെങ്കിൽ രൺവിജയ് സിംഗിൻ്റെ ഈ ഒരു കത്തായിരിക്കും വരിക. അപ്പോൾ എന്തായാലും മക്കളെ, കത്ത് വന്നാലും ഡയറി വന്നാലും സെയിം കണ്ടന്റാണെന്ന് മനസ്സിലായില്ലേ. രൺവിജയ് സിംഗിൻ്റെ ഡയറി ചോദിച്ചാലും ഈ കണ്ടന്റാണ്, രൺവിജയ് സിംഗിൻ്റെ കത്ത് ചോദിച്ചാലും ഈ കണ്ടന്റാണ്. സംഭവം സിമ്പിളായില്ല മക്കളെ. ഇനി മക്കളെ നമുക്ക് ഇവിടെ ഓപ്ഷൻ ആയിട്ട് ഇവിടെ കണ്ടോ, അഥവാ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. മിക്കവാറും ഈ കത്തിനൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻ ആയിട്ട് ചിലപ്പം ഡയറി ആവാം, ചിലപ്പം പോസ്റ്റർ ആവാം, അല്ലെങ്കിൽ ടിപ്പണി ആവാം, അങ്ങനെ എന്തെങ്കിലും തരും. ഇവിടെ ഒരു ബാത്ത് ചീത്താണ് തന്നെ കണ്ടോ, ബാത്ത് ചീത്ത്. അന്നത്തെ ആ സംഭവം കണക്ക് മാഷിൻ്റെ ആ പ്രശ്നത്തെ ചൊല്ലിങ്ങാണ്ട് സാഹിലും തൻ്റെ അമ്മയും, സാഹിൽ എന്ന ആകെ പേടിച്ച് ബേലക്ക് തല്ലി കിട്ടിയപ്പോൾ അല്ലേ. അപ്പോൾ സാഹിൽ വീട്ടിൽ
വീട്ടിൽ പോയിട്ട് തന്നെ അമ്മയോട് ഈ കാര്യങ്ങൾ പറയുന്നതായിട്ട് ഒരു ബാത്ത് ചീത്ത് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? മക്കളെ, നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു ബാത്ത് ചീത്തിൻ്റെ മോഡൽ തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഏത് ബാത്ത് ചീത്ത് വന്നാലും, ഈ കോൺവെർസേഷനാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക. പക്ഷേ ഏത് കോൺവെർസേഷൻ വന്നാലും നിങ്ങൾക്ക് കുറച്ച് ഡയലോഗുകൾ ഇതാ ഇവിടെ റെഡിമെയ്ഡ് ആയിട്ട് തന്നിട്ടുണ്ട്. ബാക്കി അതിൻ്റെ ഇടയിൽ നിങ്ങൾ കുറച്ച് മന്തിയൊക്കെ കൂട്ടിയാണ് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കി എഴുതിയാൽ മതി. സോ ഇവിടെ എ ബി എന്നിട്ട് രണ്ടാൾക്കാരാണ്. ഇപ്പോൾ സാഹിലാണെങ്കിൽ സാഹിൽ, ഇവിടെ മാം. ഓക്കെ, ഇനി വേറെ ആരെ മോർപ്പാൽ മിഹിറോ ആണെങ്കിൽ മോർപ്പാൽ മിഹിറിന് എഴുതുക. എന്നിട്ട് ആദ്യം ഇതാണ്ട സുപ്രഭാത്, ഒരു നമസ്കാരം പറയുന്നു. എന്നിട്ട് ആളുടെ പേര് ഇപ്പോൾ സാഹിൽ അമ്മയോടാണെങ്കിൽ സുപ്രഭാത് മാം. ഓക്കെ, മോർപ്പാൽ മിഹിറിനോടാണെങ്കിൽ സുപ്രഭാത് മിഹിർ എന്നൊക്കെ പറയാം. എന്നിട്ട് ആപ് കൈസേ ഹോ, സുഖമല്ലേ? പിന്നെന്താണ്? അപ്പം മറ്റാൾ പറയുന്നു മേ ടീക്കും, എനിക്ക് സുഖം തന്നെയാണ്. ഓർ ആപ്കാ ക്യാ ഹാൽ ഹേ, നിനക്ക് എന്താ പാട് എന്ന് ചോദിച്ചു അല്ലേ? അപ്പോൾ മേ ബി ടീക്കും, എനിക്ക് സുഖം തന്നെ. എന്നിട്ട് വീണ്ടും ചോദിക്കുക, ആളുടെ പേര് വിളിക്കുക. ഓക്കെ, ഇവിടെ ആരാണോ അയാളുടെ പേര്, മറ്റാളുടെ പേര് വിളിക്കുക. എന്നിട്ട് മേ തുംസേ കുച്ച് ബാത്ത് കർണാ ചാത്താ ഹൂം, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ദെൻ അച്ഛാ ആപ്പ് ക്യാ ബോൽനാ ചാത്താ ഹേ, നിനക്ക് എന്താ പറയാനുള്ളത്? എന്നിട്ട് ഈ ഡാഷ് ഇട്ട് കൊടുത്ത് നിങ്ങൾ കണ്ടന്റ് പറയാം. ആ കണ്ടന്റ് മിക്കവാറും നിങ്ങൾക്ക് മേലുള്ള പാരഗ്രാഫിൽ അതിൻ്റെ ക്ലൂകളൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് ഒരു 3-4 സെൻറ്റൻസ് എഴുതുക. അതിനുശേഷം പിന്നെ ലാസ്റ്റിൽ അച്ഛാ ബഹുത്ത് ദേർ ഹി ഹോ ചുക്കി ഹേ മേ ജാനാ ചാത്താ ഹൂം, കുറച്ച് നേരം വൈകി എനിക്ക് പോകാനായി എന്ന് പറയും, ഞാൻ പോവാണെന്ന് പറയും. മേ ബി അപ്പോൾ തോടാ വ്യസ്ത ഹേ, ഞാനും കുറച്ച് തിരക്കിലാണെന്ന് മറ്റാൾ പറയുന്നത്. വ്യസ്ത പറഞ്ഞ തിരക്ക് കേട്ടോ. ദെൻ എന്താണ്? ചലോ ഹം ഫിർ മിലേഗെ, ഓക്കെ നമുക്ക് പിന്നെ കാണാമെന്ന് പറയുന്നു. ദെൻ ആപ്സെ ബാത്ത് കർക്കെ അച്ഛാ ലഗാ, നിന്നോട് സംസാരിച്ചതിൽ സന്തോഷം. ദെൻ യഹ് മേരാ സൗഭാഗ്യ ഹേ, ഇത് എൻ്റെയും എന്താ വിത്ത് മൈ പ്ലഷറിൽ ഇത് എൻ്റെയും സൗഭാഗ്യമാണ്, ധന്യവാദ്, നന്ദി എന്ന് പറഞ്ഞ് പിരിയുന്നു. അപ്പോൾ ഏത് കോൺവെർസേഷനും ഈ പറഞ്ഞ സാധനങ്ങൾ വെച്ചാൽ തന്നെ മക്കൾക്ക് ഒരു 2 മാർക്ക് കിട്ടും. ബാക്കിയുള്ള മക്കളുടെ കണ്ടന്റും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺവെർസേഷൻ വന്നാലും പഠിച്ചില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. കഴിയുന്നോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലുമൊക്കെ കോൺവെർസേഷൻ പഠിച്ചുകൊണ്ട് ബീർ ബഹൂട്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ അയാം കലാം കെ ബഹാന ഇതിലുള്ളൊരു കോൺവെർസേഷനാണ് നിങ്ങൾക്ക് നാളെ വരിക. അപ്പം എന്തായാലും അതിലെ കോൺവെർസേഷൻസ് പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചു വെച്ചോളി. ഇനി പഠിച്ചു വെക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ ടെൻഷൻ അടിക്കേണ്ട. കഥ മനസ്സിലാക്കിയവർക്ക് ഈ ഒരു സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോൺവെർസേഷൻ വേണമെങ്കിലും എൻ്റെ ഇടയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ മക്കളെ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി ആണെങ്കിൽ നേരത്തെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യണേ. ഇനി മക്കളെ, നിങ്ങൾക്ക് ഇതാ ടൂട്ടാ പഹിയ, നമുക്ക് ആകെ കാര്യമായിട്ടൊരു കവിത ഉള്ളൂടാ. ആ ടൂട്ടാ പഹിയയിലെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇതേമാതിരി കുറച്ച് വരികൾ തരും, ചിലപ്പോൾ മുഴുവൻ വരികളും തരും. എന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് അടുത്തതായിട്ടുള്ളത്. നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ഇവിടെ 5, 6, 7, 8 ഈ 4 ചോദ്യങ്ങൾ നമ്മുടെ കവിത എന്ന് വന്നാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നാളെ നിങ്ങൾക്ക് കവിത, ഞാൻ പറഞ്ഞു മിക്കവാറും നാളെ 10ാമത്തെ ചോദ്യത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് വരും? നാളെ ടൂട്ടാ പഹി എന്ന കവിതയുടെ ആസ്വാദന ടിപ്പണി വരുന്നു ഞാൻ പ്രവചിച്ചിരുന്നു. എന്തായാലും അത് വന്നിരിക്കും, പേടിക്കേണ്ട. അപ്പോൾ എന്തായാലും മക്കളെ, വേറെ എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ കവിതയിൽ നിന്ന് വരും, ഈ കവിതയിൽ നിന്ന് വരും നമുക്ക് നോക്കാം. സോ ഇവിടെ നോക്കി, ലോഹ ലേന കാ മത്ലബ് ക്യാ ഹേ, ലോഹ ലേന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിക്കോ. നേരിടുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം, സാമ്ന കർണ. അപ്പോൾ ഇതൊക്കെ കാണാതെ പഠിക്കുക. ഇങ്ങനത്തെ വാക്കുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നസർ മിലാന, അതായത് മുഹ് കി ഓർ ദേഖ്ന, അതേപോലെ തന്നെ താരീഫ് കർണ, പ്രശംസ കർണ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് നാളെ 1 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ മത്ലബ് ചോദിച്ചിട്ട് അർത്ഥം എന്താണെന്ന് വെച്ചിട്ട് അത് കവിതയിൽ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ബീർ ബഹൂട്ടി എന്നായിരിക്കാം, ചിലപ്പോൾ അയാം കലാം കെ ബഹാന എന്നായിരിക്കാം. എന്തായാലും മക്കളെ, കൃത്യമായിട്ട് നിങ്ങൾ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ഹിന്ദിയിൽ തന്നെ മീനിങ് കൊടുത്തിട്ടുള്ള വാക്കുകളും കൂടി പഠിച്ചു വെച്ചാൽ ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ അർത്ഥം അറിയുന്നവർക്ക് കിട്ടുന്ന മാർക്കുകളാണ് കേട്ടോ. അടുത്ത സിമ്പിളാണ്. 6ാമത്തെ, അക്കേലി ആവാസ് മേ വിശേഷൺ ശബ്ദ ക്യാ ഹേ, വിശേഷണ ശബ്ദം എന്താണെന്ന് വെച്ചത്. എന്തായാലും 2 വാക്കുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിലെ ഫസ്റ്റത്തെ വാക്കായിരിക്കും എന്ത്? വിശേഷണം. അക്കേലി ആവാസ് എന്നുള്ളതിൽ അക്കേലിയാണ് വിശേഷണം. ആ അക്കേലിന്ന് മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടി. അപ്പോൾ അതല്ലെങ്കിൽ ടൂട്ടാ പഹിയ എന്ന് തന്നു. അപ്പോൾ അതിൽ വിശേഷണം ഏതാ? ടൂട്ട. ബഡേ ബഡേ മഹാരഥി, അതിൽ വിശേഷണം ഏതാ? ബഡേ ബഡേ അല്ലേ? അതേപോലെ ദുസ്സാഹസി അഭിമന്യു, അതിൽ വിശേഷണം ഏതാ? ദുസ്സാഹസി. അപ്പോൾ 2 വാക്ക് എന്നിട്ട് വിശേഷണം ഏതാണെന്ന് വെച്ചാൽ ഫസ്റ്റത്തതായിരിക്കും. ഓക്കെ, വിശേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിറം കൊണ്ടോ അല്ലെങ്കിൽ ഗുണം കൊണ്ടോ ഷേപ്പ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വഭാവം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമ്മളൊരു സാധനത്തിന് ക്വാളിറ്റി കൊടുക്കുന്നതിന്, അതിൻ്റെ ഒരു പ്രത്യേകതകൾ പറയുന്നതിനാണ് നമ്മൾ വിശേഷണം എന്ന് പറയാം. ഉദാഹരണത്തിന് ഈ ഒരു പേനയ്ക്ക് ഞാൻ പറയുകയാണ് കറുത്ത പേന, നീണ്ട പേന, ചെറിയ പേന, വില കൂടിയ പേന, വില കുറഞ്ഞ പേന അല്ലേ? ഇതെല്ലാം ഇതിന് കൊടുത്തിട്ടുള്ള വിശേഷണമല്ലേ? അപ്പം നിറം കൊണ്ടും ക്വാളിറ്റി കൊണ്ടും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ വലിപ്പം കൊണ്ടും രൂപം കൊണ്ടും ഒക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിശേഷണം കൊടുക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സെൻറ്റൻസ് തന്നിട്ട് ആ സെൻറ്റൻസിലെ വിശേഷണം ഏതാണെന്ന് വയ്ക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബേല അച്ചി ലड़की है, ഓക്കെ, ഇങ്ങനെ സെൻറ്റൻസ് തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇസ്മേ വിശേഷൻ ശബ്ദ കോൺസാ ഹേ എന്ന്. അപ്പോൾ 2 വാക്കല്ലല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ ബേലാന്ന് വരും, അച്ചിന്ന് വരും, ലടുക്കിന്ന് വരും, ഹേ എന്ന് വരും. അതിലേതാണ് വിശേഷണം എന്നാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി. ഇതിൽ എന്തെങ്കിലും ഒരു നൗണിനെ വല്ല ഗുണം കൊണ്ടോ അല്ലെങ്കിൽ വല്ല നിറം കൊണ്ടോ എന്തിനെങ്കിലും ബന്ധിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് കൊടുത്തിട്ടുണ്ടോ, വിശേഷിപ്പിച്ചിട്ടുണ്ടോ എന്ന്. ഇവിടെ നോക്കിയാൽ ലടുക്കി എന്നത് പെൺകുട്ടിയല്ലേ? ആ പെൺകുട്ടി കൊടുത്ത വിശേഷണം എന്താ? നല്ല പെൺകുട്ടി. അപ്പോൾ അച്ചി എന്നുള്ള വാക്കാണ് എന്ത്? അതിലെ വിശേഷണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷ പേപ്പറിൽ ഇങ്ങനെയും കാണാം. ഒരു സെൻറ്റൻസ് എന്നിട്ട് അതിലെ വിശേഷണം കണ്ടെത്താൻ
കണ്ടെത്താനും ചിലപ്പോൾ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഒരു കുറേ വാക്കുകൾ തന്നിട്ട് അതിന് ഏതാ വിശേഷണം എന്നും ചോദിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ലഡ്ക, അതേപോലെ തന്നെ ബഡ, പിന്നെ അതേപോലെ തന്നെ എന്താണ് പുസ്തക്, കിതാബ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വാക്കുകളെന്ന് അതിൽ വിശേഷണം ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം ബഡ ആണ് വിശേഷണം അല്ലേ, അതായത് വലിയ. അപ്പോൾ ഇങ്ങനെ ഒരു വിശേഷണം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വരും. മിക്കവാറും നിങ്ങൾക്ക് ഇതിലുള്ള അതേമാതിരി തന്നെ വരിക 2 വാക്ക് എന്നിട്ട് അതിന് ഫസ്റ്റത്തെ വേളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആണ് അല്ലേ. ഇനി മക്കളെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, 4 മാർക്ക് സിമ്പിളായിട്ട് പെട്ടിയിലാക്കാൻ പറ്റിയൊരു സാധനമാണ് സഹി മിലാൻ കരെ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഓർത്ത് വെക്കണതാ സഹി മിലാൻ കരെ. ഓക്കെ, ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ സഹി മിലാൻ കരെ എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് ആണ്, എ കോളം ബി കോളം മാച്ച് ചെയ്യാണ്. അപ്പോൾ ഇത് എഴുതുമ്പോഴും ശ്രദ്ധിക്കണം, ചില പിള്ളേരുണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ കാണും, മറ്റേ നേഴ്സറി കുട്ടികളെ മാറി. ഈ പരിപാടി ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റിലെ ബോക്സ് ഇതുപോലെ തന്നെ ഇതാ. ഓക്കെ, നിങ്ങളിങ്ങനെ ഫുൾ ബോക്സ് വരയ്ക്കണമെന്നില്ല, നേരത്തെ എഴുതിയാൽ മതി. ടൂട്ടാ പഹി, അഭിമന്യു, ചക്ര, ഇത് ഓർഡർ തെറ്റിക്കാതെ ഇതാ. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് യോജിച്ചത് പുറത്ത് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ചലന്തി വല കൂട്ടണമാരി കോർത്തിട്ട് എന്ത് ചെയ്യരുത്, വരച്ചിടരുത്. അങ്ങനെ വരച്ചാൽ മാർക്ക് തരില്ല കേട്ടോ. സോ ഇത് അർത്ഥം അറിയാവുന്നതിന് ഈസി ആയിട്ട് കിട്ടും. സോ ടൂട്ടാ പഹി എന്ന് പറഞ്ഞ കവിത ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ബീർബഹുട്ടിയത്തെ ചോദിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ അയാം കലാം കെ ബഹാനത്തെ ചോദിക്കാം, അല്ലെങ്കിൽ അത്താശാസയ്ക്ക് വ്യക്തി പഠിക്കാത്തായിട്ടും ചോദിക്കാം. ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്തുണ്ട്, ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഉത്തരം നോക്കാം. ഇവിടെ നോക്ക്, ടൂട്ടാ പഹി എന്നുള്ളത് എന്തിൻ്റെ പ്രതീകമാണ്? നമുക്കറിയാം ഉപേക്ഷിതമാനം അല്ലേ, ലഘു അല്ലെങ്കിൽ ഉപേക്ഷിതമാനവല്ലട, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട മനുഷ്യരാണ് അല്ലേ. മാനവ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്, മാനവ് മനുഷ്യ. അത് ഓർത്തേക്കണം, ചിലപ്പോൾ നിങ്ങൾക്ക് അർത്ഥം ചോദിക്കും സമാനാർത്ഥി പദ്. ഇനി അടുത്ത് അഭിമന്യു. അഭിമന്യു എന്നുള്ള അധർമ്മക്ക വിരോധിയാണ് അല്ലേ, അധർമ്മത്തിനെ എതിർക്കുന്നവരാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഉത്തരം. ദെൻ ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ സമസ്യ, അതായത് ആധുനിക ലോകത്തെ പ്രശ്നങ്ങളെയാണ് ചക്രവ്യൂഹത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി മഹാരഥി, ആ വലിയ വലിയ മഹാരഥിമാരെന്താ ഉദ്ദേശിക്കുന്നത്? ശാസക വർഗ്ഗം അല്ലേ, അതായത് ഭരണവർഗ്ഗം അല്ലെങ്കിൽ ഉയർന്ന വർഗ്ഗത്തെയാണ് എന്ത് ചെയ്യുന്നത് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ മക്കളെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ അർത്ഥം അറിയാവുന്നവർക്കുള്ളതാണ്. കറക്കി കുത്തിയാലൊന്നും ഫുൾ മാർക്ക് കിട്ടൂല കേട്ടോ, മനസ്സിലാക്കി വെക്കുക. അർത്ഥം പഠിച്ചേ പറ്റുള്ളൂ. ഇനി ഇവിടെ നിങ്ങൾക്ക് അടുത്തത് സിമ്പിളാണ്, കവിതയുടെ ആശയം കണ്ടോ. കവിതാംശക ആശയിലേക്ക് അല്ലെങ്കിൽ ആശയ per ടിപ്പണിയിലേക്ക് എന്ന് പറയും. എന്ത് വന്നാലും കവിതയിൽ നിന്ന് 4 മാർക്ക് ചോദിച്ചാൽ ഒന്നും നോക്കണ്ട, കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത് നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ വീഡിയോയിൽ ഒരു സിമ്പിൾ ആസ്വാദനക്കുറിപ്പ് ഞാൻ തന്നിട്ടുണ്ട്, അതൊന്ന് മക്കൾ പഠിക്കുക. ഇവിടെ മക്കളെ ടൂട്ടാ പഹിയുടെ ഒരു സിമ്പിൾ ആസ്വാദനക്കുറിപ്പാണ്. ഇതങ്ങോട്ട് പഠിച്ചാൽ മതി, ഏത് കൊച്ചു കുട്ടിക്ക് ഒരു 10-15 മിനിറ്റ് മെനക്കെട്ട് അത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എഴുതേണ്ടത് ടൂട്ടാ പഹിയ, കവിതയുടെ പേര് എഴുതുന്നു, എന്നിട്ട് ധർമ്മവീർ ഭാരതി എഴുത്തുകാരൻ്റെ പേര് എഴുതുന്നു. 1/2 മാർക്കാണ് ഇതിന് കിട്ടുക മക്കളെ. ഇത് എഴുതാതിരിക്കരുത്, ചില കുട്ടികൾ തിരക്ക് പിടിച്ചാണ് മൊത്തമായിട്ട് എഴുതും, 3.5 മാർക്കേ കിട്ടുള്ളൂ. 4 മാർക്ക് കിട്ടണമെങ്കിൽ എന്തായാലും ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് ആയിട്ട് കവിതയുടെ പേരും എഴുത്തുകാരൻ്റെ പേരും കൊടുക്കുക. അതിനുശേഷം നമ്മൾ എഴുത്തുകാരനെ പരിചയപ്പെടുത്തുന്നു, കവിതയുടെ ആശയം പരിചയപ്പെടുത്തുന്നു, തന്നിരിക്കുന്ന വരികൾ മെൻഷൻ ചെയ്യുന്നു. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. സോ ആധുനിക ഹിന്ദി സാഹിत्य के प्रमुख कवि श्री धर्मवीर भारती जी की एक प्रतीकात्मक रचना है टूटा पहिया. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ ഒരു പ്രതീകാത്മക നമ്മുടെ ധർമ്മവീർ ഭാരതിയുടെ ഒരു പ്രതീകാത്മകമായ രചനയാണ് നമ്മുടെ ടൂട്ടാ പഹിയ. ഇസ് കവിത में टूटा पहिया लघु और ഉപേക്ഷിത മാനവ का പ്രതിനിധി करता है. ഈ ഒരു കവിതയിൽ നമ്മുടെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യനെയാണ് നമ്മുടെ ടൂട്ടാ പഹിയ പ്രതിനിധീകരിക്കുന്നത്. then यहाँ कवि कहते हैं कि वैसे हमें बेकार समझकर टूटे हुए पहिए को फेंकना मत चाहिए. ഇവിടെ കവി നമ്മളോട് പറയുന്നത് നമ്മൾ ഒരിക്കലും ബേക്കാർ സമജ്കർ എന്ന് പറഞ്ഞാൽ ഉപയോഗമില്ലാത്തതാണെന്ന് കരുതിയിട്ട് ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യരുത്, ഉപേക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. കവിക്ക് മതമേ, കവിയുടെ അഭിപ്രായത്തിൽ ഇസ് ജഗ മേ കോയി ചീസ് ഓർ ആത്മീ ബേക്കാർ നഹിയേ. ഈ ഒരു ലോകത്തിൽ നമ്മുടെ ഈ ഒരു ദുനിയാവിൽ ഒരു വസ്തുവും എന്തല്ല ബേക്കാറല്ല, ഉപയോഗശൂന്യമല്ല. ജിസ് ചീസ് കോ ഹം ആജ് ബേക്കാർ സമജ്തേ ഹേ, ഏതൊരു വസ്തുവിനെയാണോ നമ്മൾ ഇന്ന് ഉപയോഗശൂന്യമെന്ന് കരുതുന്നത്, ഉസേ ഫേങ്കിനേക്ക് കോശിഷ് കർത്തേ ഹേ, നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നത്, വഹ് കൽ ഹംകോ കാം ആസക്തി ഹേ, അതുകൊണ്ട് നാളെ നമുക്ക് ഉപയോഗം ഹോഗ, നമുക്ക് കാം ആസക്തി ഹേ, നമുക്ക് ഉപയോഗം വരുമെന്നാണ് കവി നമ്മളോട് സൂചിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു സാധനം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അഥവാ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും ടൂട്ടാ പഹിയനെ ഫേങ്കന മത് ചാഹിയെ, ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നുണ്ട്, ക്യോം, എന്തുകൊണ്ട് എന്നൊക്കെ 2 മാർക്കിന് ചോദിച്ചാലും മക്കൾ എഴുതേണ്ട എത്ര ഉള്ളൂ. എന്താണ് ഇവിടെ പറയുന്നത്, കവി കെ മത്തമേം ഇസ് ജഗമേം കോയി ചീസ് ഓർ ആത്മീ ബേക്കാർ നെയ്യ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അത് ഈ ഒരു ടിപ്പണി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കൊണ്ട് 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനമാണ് നിങ്ങൾ എഴുതേണ്ടത്. ടൂട്ടാ പഹിയെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു വെടിക്ക് പല പക്ഷികൾ കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് അത് നാളത്തെ പരീക്ഷയ്ക്ക് ചോദ്യം വരും കേട്ടോ. ഇനി അടുത്ത് अपने विश्वास को सिद्ध करने के लिए कवि महाभारत युद्ध का एक प्रतीकात्मक उदाहरण देता है. തൻ്റെ ഈ ഒരു ആശയം, അതായത് ഈ ലോകത്ത് ഉപയോഗശൂന്യമായിട്ട് ഒന്നുമില്ലെന്ന് തെളിയിക്കുന്ന തൻ്റെ ഈ ഒരു ആശയത്തെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് സിദ്ധ കർണ കേലി എന്ന് പറഞ്ഞ് തെളിയിക്കുന്നതിന് വേണ്ടി കവി ഒരു പ്രതീകാത്മകമായ ഉദാഹരണം തരുന്നുണ്ട് മഹാഭാരത യുദ്ധത്തിലെ. ചക്രവ്യൂഹമേം അക്കേലെ പ്രവേശ് കിയ അഭിമന്യു को बड़े बड़े महारथियों को ब्रह्मास्त्रम से सामना करने की उसका रथ का टूटा हुआ पहिया हथियार बन गया. ചക്രവ്യൂഹത്തിലേക്ക് ഒറ്റക്ക് പ്രവേശിച്ച അഭിമന്യുവിനെ ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാന്മാർ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അയാൾക്ക് ആയുധമായിട്ട് മാറിയത് അയാളുടെ പൊട്ടിയ രഥത്തിൻ്റെ ചക്രമായിരുന്നു. അപ്പോൾ ഒരു പൊട്ടിയ രഥത്തിൻ്റെ ചക്രത്തിന് അഭിമന്യുവിനെ കുറേ കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെങ്കിൽ, ബ്രഹ്മാസ്ത്രങ്ങളോട് വരെ എതിരിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനേക്കാളും വലിയ സഹായങ്ങൾ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന മനുഷ്യന്മാരും നിസ്സാരമെന്ന് കരുതുന്ന വസ്തുക്കളും നമുക്ക് നൽകുമെന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ചും കൂടി ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ കവിതയിലെ 2-3 വരികളെ കണ്ട് കൊടുത്തിട്ട് എന്നാണ് ഏ പങ്ക്തി
പങ്ക്തിയാം, പങ്ക്തി എന്നാണ് വരികൾക്ക് പറയുക അല്ലേ. ഏ പങ്ക്തിയാം ബഹുത്ത് അച്ചി ഹേ എന്നൊക്കെ പറഞ്ഞാണ്ട് രണ്ട് കാച്ചക്കണ്ട് കാച്ചി കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് ലെങ്ത് ഒക്കെ കിട്ടും. ഓക്കെ, എന്നിട്ട് ആജ്കൽ അവസാനത്തെ പാരഗ്രാഫിൽ ആജ്കൽ സമാജ് മേം അസത്യ ഓർ അന്യായ കാ ബോല ബാല ഹേ അല്ലേ. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അസത്യവും അന്യായവും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. കവി ആശാ കർത്താ ഹേ, കവി ഇവിടെ പ്രതീക്ഷിക്കുന്ന എന്താ, യദി അഭിമന്യു ജൈസെ കോയി സച്ചായി വ്യക്തി ഇസ്കാ സാമന കർനെ കെ ലിയെ ആകെ ആത്താ ഹേ തോ ഉസ്കി സഹായത കെ ലിയെ ടൂട്ടാ പഹിയ യാനി ലഘുമാനോ ഹോഗെ. അപ്പം ഈ ഒരു അസത്യങ്ങളെയും അന്യായങ്ങളെയും എതിർക്കാനായിട്ട് ഏതെങ്കിലും ഒരു സച്ചായി, ഏതെങ്കിലും ഒരു സത്യസന്ധനായ മനുഷ്യൻ മുന്നോട്ട് വരികയാണെങ്കിൽ അയാൾക്ക് പിന്നിൽ അയാളെ സഹായിക്കാനായിട്ട് ലഘുമാനവ്, നമ്മൾ തുച്ഛമായി കാണുന്ന മനുഷ്യരുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കവിത അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അപ്പം ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഇനി ഇതല്ല നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ കവിതയുടെ ഒരു ആശയത്തിൻ്റെ ഒരു ഉടായ്പ വേർഷനും കൂടി ഇവിടെ തന്നിട്ടുണ്ട്. ഇത് പഠിച്ചു വെച്ചിട്ട് കുറച്ച് ടെക്നിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഏറ്റവും ഏത് കവിതയുടെ ആശയം വന്നു കഴിഞ്ഞാലും സിമ്പിളായിട്ട് ചെയ്താൽ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹതാശാസയ്ക്ക് വ്യക്തിപഠിക്കാത്ത എന്നതിൻ്റെ ടിപ്പണി ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു സാധനം, ഇനിയിപ്പോൾ ഏത് കവിത ചോദിച്ചു കഴിഞ്ഞാലും എഴുതാവുന്ന ഒരു ഉടായ്പ പരിപാടിയാണിത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഹിന്ദി സാഹിത്യക പ്രമുഖ കവി ശ്രീ എന്ന് പറഞ്ഞിട്ട് ഡാഷ് ഇട്ടില്ലേ, ഇവിടെ നിങ്ങൾ എഴുത്തുകാരൻ്റെ പേര് എഴുതുന്നു. എന്നിട്ട് ദ്വാര ലിഖിത സുന്ദർ കവിത ഹേ, ഇവിടെ കവിതയുടെ പേര് എഴുതുന്നു. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ടൂട്ടാ പഹിയ ആണെങ്കിൽ ധർമ്മവീർ ബാർജിക്ക് ദ്വാര ലിഖിത സുന്ദർ കവിത ഹേ ടൂട്ടാ പഹിയ. ഇനി यह एक प्रतीकात्मक रचना है, इस कविता के माध्यम से कवि बताना चाहते हैं. ഏത് കവിത വന്നു കഴിഞ്ഞാലും ഇത് എഴുതുക. എന്നിട്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കവിതയുടെ ആശയമാണ് എഴുതേണ്ടത്. ആ ആശയമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ടൂട്ടാപ്പയ്യയുടെ ആശയമാണ്. ഇനിയിപ്പോൾ ഹതാശാസയ്ക്ക് വ്യക്തി ബഡ്ഗയാത്തിൻ്റെ ആശയമാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലടാ, 2 ജാന്ന നെഹി ജാന്ന എന്ന 2 സാധനങ്ങൾ, അതായത് വ്യക്തിക്കോ നാം പത്തേ ഉമ്ര ഓദ നെഹി ചാഹിയെ, അതേപോലെ തന്നെ ഹതാശ നിരാശ ജാന്ന ചാഹിയെ എന്ന് പറഞ്ഞില്ലേ, ആ പോയിന്റ് എഴുതി വെച്ചാൽ മതി ഇവിടെ. ഓക്കെ, ഇനി അടുത്ത് ഇസ് കവിത കി ഭാഷ ബഹുത് ഹി സരൾ ഓർ സുന്ദർ ഹേ, ഈ കവിതയുടെ ഭാഷ വളരെ സരളവും സുന്ദരവുമാണ്. देन कवि ने इस कविता में अपने विचार का परिचय देने के लिए कई प्रतीकों का प्रयोग किया है. കവി തൻ്റെ ആശയം പ്രയോഗത്തിൽ കൊണ്ടുവരാനായിട്ട് ഒരുപാട് പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിലും എഴുതട്ടോ, കുറച്ചുകൂടി അടിപൊളിയാവും. ടീച്ചർക്ക് ഭയങ്കര, ചില ടീച്ചർമാർക്ക് കുറേ നോട്ടുണ്ടെങ്കിൽ മാർക്ക് ഇട്ടുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ടന്റൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, ഈ സെൻറ്റൻസുകളൊക്കെ. ഇതിനടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ 1-2 വരികളാണ് ഇവിടെ എഴുതേണ്ടത്. വരികൾ ഇതുമ്പോൾ ഇങ്ങനെ സ്ലാഷ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതായത് ഓരോ വരി നേരെ സെൻറ്റൻസ് ആയിട്ട് നേരെ എഴുതിയാൽ മതി, സ്ലാഷ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ പങ്ക്തിയാം, ഈ വരികൾ എന്താണ്, ഹമേം സമകാലീന വാസ്തവികതാവും കെ ഓർ ലേ ജാന ഹേ, നമ്മളെ സമകാലീന വാസ്തവികത യാഥാർത്ഥ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ കവിതയുടെ സന്ദേശം ഉണ്ടല്ലോ, ആ സന്ദേശം ഒന്നുകൂടി എഴുതാം. നമ്മൾ ഇവിടെ എഴുതുന്ന സന്ദേശമില്ലേ, ആ സന്ദേശം ഒന്നുകൂടി ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി കൂടുതലായി. ഇനി അതിനുശേഷം പിന്നെ ലാസ്റ്റ് ഇസ് കവിത കെ അർത്ഥ ഇത്തിനെ സഹജ് ഓർ സാഫ് ഹേ കി പൂർണ്ണ വ്യാഖ്യാ കി ദർക്കാർ നഹീ ഹേ, ഈ കവിതയുടെ അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്, അതുകൊണ്ട് ഇത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യം പോലുമില്ല. സരൾ ശബ്ദവാലെ ബാക്കി സ്വയഹി അപ്പന മർമ്മ കഥേത്ത ഹേ, വളരെ ലളിതമായ ഈ വാക്കുകൾ സ്വയം അതിൻ്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തരും. ഇസ് കവിത മേം ശില്പ കി ബാരിക കാരിഗാരി കോ ഹം ദേഖ് സക്തേ ഹേ, ശില്പഭംഗിയുടെ സൂക്ഷ്മമായ അവതരണം നമുക്ക് ഈ കവിതയിൽ കാണാൻ പറ്റും. സംക്ഷേപ് മേം കഹേ തോ ഇസ് സമകാലീൻ ഏവം സുന്ദർ കവിത ഹേ, ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇത് വളരെ സമകാലീനവും സുന്ദരവുമായ കവിതയാണ്. ദെൻ മുജെ യഹ് കവിത ബഹുത്ത് പസന്ത്, എനിക്ക് ഈ കവിത ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയും എഴുതാം, ഇതുപോലെ എഴുതാം, ഏത് വേണമെങ്കിലും എഴുതാം, ഏതെങ്കിലും ഒരു വേഷം അല്ലെങ്കിൽ 2 കൂടി മിക്സ് ചെയ്തിട്ട് എഴുതിക്കുക. ഓക്കെ, അപ്പോൾ ടീച്ചർ ഒന്നും കൂടി ഇമ്പ്രസ് ആയിക്കോളും. അപ്പോൾ മക്കളെ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എങ്ങനെ എഴുതാമെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മക്കളെ, നമ്മുടെ സഹി മിലാൻകരെ എന്ന് പറഞ്ഞ ചോദ്യം നമ്മൾ നേരത്തെ ബീർ ബഹുട്ടീത കണ്ടില്ലേ, അതേപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ മിഹിറിൻ്റെയും മോർപ്പാലിൻ്റെ ചാപ്റ്റർ ആയാം കലാം കെ ബഹാനെന്നോ, അതല്ലെങ്കിൽ നമ്മുടെ ബീർ ബഹുട്ടീന്നോ, അതല്ലെങ്കിൽ അത്താശാസയ്ക്ക് വ്യക്തി ബഡ്ഗയാത്ത ആ ചാപ്റ്ററിനോ വരാം. അപ്പോൾ അതിൽ നിന്നൊക്കെ വരുന്ന ചില ചോദ്യങ്ങൾ നാളത്തെ പരീക്ഷാപ്പലിൽ നിങ്ങൾ കാണാൻ സാധ്യതയുള്ള ചില 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ മോർപ്പാലി മിഹിർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇവരുടെ ക്വാളിറ്റികളാണ്. അപ്പോൾ മോർപ്പാലിനും മിഹിറിനെയും കുറച്ച് ക്വാളിറ്റികൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മോർപ്പാൽ നമുക്ക് ആദ്യം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത് സിമ്പിളായിട്ട് ചെയ്തല്ലടാ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ഗർസെ രാജ്മാലാത്താത്ത അല്ലേ, ഗർസെ രാജ്മാലാത്താത്ത പറഞ്ഞാൽ വീട്ടിൽ നിന്ന് രാജ്മ എന്ന് പറഞ്ഞ ഭക്ഷണം കൊണ്ടുവരും. ആരാ, നമ്മുടെ മിഹിറാണ്. അപ്പോൾ നമ്മൾ മിഹിർ അല്ലേ. ഇനി അടുത്ത് എന്താ, രാജ്മ ദേഖ്തേ ഹി ഖുഷ് ഹോത്താത്ത, രാജ്മ കാണുമ്പോൾ തന്നെ സന്തോഷമാകും. ആർക്കാ, മോർപ്പാൽ. ഇതൊക്കെ അർത്ഥം അറിയുന്നവന് മാത്രമേ നടക്കുള്ളൂ കേട്ടോ, എല്ലാത്തിനും അന്തം വിട്ട് വെക്കേണ്ടി വരും. ഇതിനടുത്ത് കീമത്തി കപ്പടെ ഗരിത്താത്ത, വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കും. ആരാ വില വാങ്ങും, ഗരിദിനാറിന് വാങ്ങുക എന്നാണ്. വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങുന്ന ആരാ, മിഹിറാണ്. അപ്പോൾ മിഹിർ അല്ലേ. പിന്നെ അടുത്തെന്താ, സ്കൂൾ സേ ബഹുത്ത് ദൂർ രഹത്താത്ത, സ്കൂളിൽ നിന്ന് കുറേ ദൂരം 15 കിലോമീറ്റർ അല്ലേ, 15 കിലോമീറ്റർ ദൂരെ സൈക്കിൾ ചലാക്കറാത്തേ അല്ലേ, സൈക്കിൾ ചവിട്ടിക്കൊണ്ട് വരുന്ന ആരാണ്, നമ്മുടെ മോർപ്പാലാണ്. അപ്പോൾ അടുത്ത് മോർപ്പാലാണ് അല്ലേ. പിന്നെ അടുത്ത ഏതാണ്, ചാഞ്ചക്കാ ടിബ്ബ ലാത്താത്ത, മോരിൻ്റെ പാത്രം കൊണ്ടുവരും, അതും മോർപ്പാലാണ്. മോർപ്പാൽ മോര്, ചാഞ്ച് എന്ന് പറഞ്ഞാൽ മോർപ്പാലാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പം ഇതുപോലെ അർത്ഥം മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കിട്ടും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത ഇതേമാതിരി തന്നെ നമ്മുടെ ഇതേ ചാപ്റ്റർ എന്നുള്ളതാണ്. സോ റോസ് സ്കൂൾ ജാന, ദിവസവും സ്കൂളിൽ പോകുന്നത് ആരാ, നമുക്കറിയാം ദിവസം സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന മോർപ്പാലല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വായിച്ചു നോക്കണ്ട, ആദ്യം നമുക്ക് എല്ലാത്തിൻ്റെ അർത്ഥങ്ങൾ നോക്കാം. ദിവസവും സ്കൂളിൽ പോകുന്നത്, ഷാദി മേ ബി മോർപ്പാൽ, കല്യാണത്തിന് പോലും മോർപ്പാൽ. പിന്നെ മിഹിർ കാ മിത്ര മോർപ്പാൽ, മിഹിറിൻ്റെ സുഹൃത്തായ മോർപ്പാൽ. രവിവാർ കി ചുട്ടി, ഞായറാഴ്ചയിലെ അവധി ദിനം. പിന്നെ സ്കൂൾ കി ചുട്ടി മിൽനെ പർ, സ്കൂളിന് അവധി കിട്ടുമ്പോൾ. ഇനി ഇവിടുത്തെ അർത്ഥം നോക്കുമ്പോൾ യൂണിഫോം പഹൻകർ ആത്താത്ത, യൂണിഫോം ധരിച്ചു വരാറുണ്ട്. ലേഖക് ഗർമെ ഖുഷി
खुशी मनता है ലേഖകൻ വീട്ടിൽ വെച്ചിട്ട് സന്തോഷിക്കുന്ന ലേഖകൻ എന്ന് പറഞ്ഞാൽ മിഹിറാണല്ലോ ലേഖകൻ അല്ലേ പിന്നെ അടുത്ത് എന്താണ് മോർപാൽ കോ ബുരി ലഗ്തി ഹെ മോർപാലിന് മോശമായി തോന്നുന്നു ദെൻ മിഹിർ കോ പസന്ത് നഹീ താ മിഹിറിന് ഇഷ്ടമല്ല റോസ് സ്കൂൾ ആത്താത്ത ദിവസവും സ്കൂളിലേക്ക് വരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം റോസ് സ്കൂൾ ജാന ദിവസവും സ്കൂളിൽ പോകുന്നത് അപ്പോൾ ചില ആൾക്കാർ ഇവിടെ റോസ് ഉണ്ട് ഇവിടെ റോസ് ഉണ്ട് എന്നാൽ പിന്നെ ഇതല്ലേ എന്ന് വിചാരിക്കും പക്ഷെ അർത്ഥം അറിയുന്നവന് പറയാം അർത്ഥം അറിയണം അല്ലേ അല്ലെങ്കിൽ ഉത്തരം കിട്ടില്ല ദിവസവും സ്കൂളിൽ പോകുന്നതല്ലേ ഇതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഇവിടെ ഓരോന്ന് കണക്ട് ചെയ്ത് നോക്കാം ദിവസവും സ്കൂളിൽ പോകുന്നത് യൂണിഫോം ധരിച്ചുകൊണ്ട് വരുന്നു ശരി മാച്ച് ചെയ്യുന്നില്ലല്ലോ ഇല്ല ദിവസവും സ്കൂളിൽ പോകുന്നത് ലേഖകൻ വീട്ടിൽ നിന്ന് ആഘോഷിക്കുന്നു ഇല്ല അപ്പോൾ എന്താ മോർപാലിന് ഇഷ്ടമല്ല ദിവസം സ്കൂളിൽ പോകുന്ന മോർപാലിന് ഇഷ്ടമല്ലേ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതല്ല ദെൻ ദിവസം സ്കൂളിൽ പോകുന്നത് മിഹിറിന് ഇഷ്ടമല്ല ദെൻ അടുത്തെന്താ ദിവസം സ്കൂളിൽ പോകുന്നത് ദിവസവും സ്കൂളിൽ വരുന്നു ദിവസം സ്കൂളിൽ പോകുന്നത് ദിവസം സ്കൂളിൽ വരുന്നു അതല്ല അപ്പോൾ ഏതാ ആൻസർ ഇതാണ് ആൻസർ ദിവസവും സ്കൂളിൽ പോകുന്നത് മിഹിറിന് ഇഷ്ടമല്ല അല്ലേ ആർക്കാ ഇഷ്ടം മോർപാലിനാണ് അല്ലേ അപ്പോൾ ഒന്നാമത്തെ മാച്ച് ചെയ്തു ദെൻ രണ്ടാമത്തെ എന്താ ഷാദി മേ ബി മോർപാൽ കല്യാണത്തിന് പോലും മോർപാൽ അത് നമുക്ക് പെട്ടെന്ന് എളുപ്പമാണ് എന്താ യൂണിഫോം ഭയങ്കരാത്താത്ത അല്ല യൂണിഫോം ധരിച്ചിട്ടാണ് പോവാറുള്ളത് നീലിക്കാക്കി യൂണിഫോം ഇതിനടുത്ത് മിഹിർ കാ മിത്ര മോർപാൽ മിഹിറിന്റെ സുഹൃത്തായ മോർപാൽ എന്താ ചെയ്യല് അവൻ റോസ് സ്കൂൾ ആത്താത്ത അല്ലെ ദിവസവും സ്കൂളിലേക്ക് പോകും അല്ലെ ഇതിനടുത്ത് എന്താണ് രവിവാർ കി ചുട്ടി ഞായറാഴ്ചയിൽ അവധി ദിവസം മോർപാൽക്കോ ബുരിയിലെത്തി മോർപാലിന് വളരെ മോശം അനുഭവമാണ് അല്ലെ ഇതിനടുത്ത് സ്കൂൾ കി ചുട്ടി മില്ലപ്പർ സ്കൂളിന് അവധി കിട്ടുമ്പോൾ ലേഖകൻ എന്ത് ചെയ്യാം നമ്മുടെ മിഹിർ എന്ത് ചെയ്യുന്ന പറഞ്ഞത് വീട്ടിൽ വെച്ച് ഡാൻസ് ചെയ്യും നാച്ചാ കർത്തത്തിലെ സന്തോഷിക്കും അല്ലെ അപ്പം ഇങ്ങനെ അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ സഹി മിലാൻ കരെ എളുപ്പമാണ് മക്കളെ എളുപ്പമാണ് ഇനി നെക്സ്റ്റ് നമ്മുടെ ബീർ ബഹുട്ടിത്തെ ഒരു സഹി മിലാൻ കരയാണ് സാഹിൽ കി ആംഗ്യം സാഹിലിന്റെ കണ്ണുകൾ ടെക്സ്റ്റ് വായിച്ചവർക്ക് അറിയാം ബീർ ബഹുട്ടിക്ക് തരലാൽ ബീർ ബഹുട്ടിയെ പോലെ ചുവന്നതാണ് ദെൻ ചൽത്തി ബീർ ബഹുട്ടിയാം സഞ്ചരിക്കുന്ന ബീർ ബഹുട്ടികൾ മണ്ണിലൂടെ സഞ്ചരിക്കുന്ന ബീർ ബഹുട്ടികൾ എന്താണ് നമ്മുടെ ചൽത്തി ഫിർത്തി ഗുൻകി പ്യാരി പ്യാരി ബൂന്തയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എന്താണ് രക്തത്തിന്റെ തുള്ളികൾ പോലെയാണ് ദെൻ സാഹിൽ കി ആസും സാഹിലിന്റെ കണ്ണുനീര് എങ്ങനെയാ ബാരിഷ് കി ബൂന്തയും അതായത് മഴയുടെ തുള്ളികൾ പോലെയാണ് ദെൻ സാഹിൽ കി ചോട്ട് സാഹിലിന്റെ മുറിവ് ബീർ ബഹുട്ടി കരങ്ക് ബീർ ബഹുട്ടിയുടെ നിറമാണ് അതായത് ചുവന്ന നിറമാണ് അപ്പോൾ പാഠഭാഗം വായിച്ചവന് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് കിട്ടും അതൊക്കെ മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് ഇവിടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള സാധനം തന്നത് ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് പാഠഭാഗത്തിലെ ചില സെന്റൻസുകൾ തന്നിട്ടുണ്ട് ഈ ഭാഗത്ത് ചില പാഠഭാഗങ്ങളെ തന്നെ ഇതിൽ ഈ ഊണ്ട് ബനാം റെയിൽഗാഡി നിങ്ങൾക്ക് ഇപ്പോൾ സിലബസിൽ ഇല്ലാത്തതാണ് മുമ്പത്താണ് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഇപ്പോഴും പഠിക്കാനുള്ളതാ എന്താ ടൂട്ടാ പഹിയ ഹതാശാസേക്ക് വിധി ബൈറ്റ് ഗയാത്ത ബീർ ബഹുട്ടിയൊക്കെ അല്ലേ അപ്പോൾ ഇവിടെ കുറച്ച് പാഠഭാഗങ്ങൾ തന്നിട്ടുണ്ട് ഇവിടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഡയലോഗുകളും തന്നിട്ടുണ്ട് അപ്പോൾ സിമ്പിളാണ് കാര്യം അല്ലേ ചൽത്തി ഫിർത്തി ഗുൻകി പ്യാരി പ്യാരി ബൂന്തേൽ അതായത് മണ്ണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന രക്തത്തിന്റെ മനോഹരമായ തുള്ളികൾ ബീർ ബഹുട്ടി അല്ലെ ബീർ ബഹുട്ടിനെ കുറിച്ച് പറയുന്നതാണ് അല്ലേ അപ്പം ബീർ ബഹുട്ടിയിലുള്ളതാണ് ദെൻ अपने ब्रह्मास्त्रों से कुजल देना चाहिए തന്റെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കുജൽ ദേന പറഞ്ഞാൽ നശിപ്പിക്കുക അല്ലേ അല്ലെങ്കിൽ തകർക്കുക അത് ആഗ്രഹിക്കുന്ന ആരാണ് ബഡേ ബഡേ മഹാരഥി അല്ലേ ഏതാ കവിത ടൂട്ടാ പഹി അല്ലേ അപ്പോൾ നമ്മുടെ ആൻസർ 2 ടൂട്ടാ പഹിയ ഇതിനടുത്ത് എന്താ സവാരി സഹിത ഊണ്ടോക്ക അപ്പോൾ ഊണ്ട് എന്നുള്ള വാക്ക് തന്നെ കണ്ടാൽ തന്നെ അറിയാം ഊണ്ട് ബനാം റെയിൽഗാഡിയാണ് അത് പാഠം എടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള ഇതുമ്പോൾ കിട്ടും അല്ലേ നാലാമത്തെ മനുഷ്യക്ക് നിരാശക്കോ ജാനെ മനുഷ്യന്റെ നിരാശ അറിയുക മനുഷ്യന്റെ നിരാശ അറിയാൻ ആരാ പറഞ്ഞേ ഹതാശ നിരാശക്ക് അറിയാനേ ഹതാശാസേക്ക് വ്യക്തി പഠിക്കാത്തുള്ള ചാപ്റ്ററിലുള്ളത് അപ്പം ഇങ്ങനെയും ചിലപ്പോൾ വന്നേക്കാം ഇനി നെക്സ്റ്റ് അടുത്ത ഇതാ വരുന്നു നിങ്ങൾക്ക് ഇത് ഹതാശാസേക്ക് വ്യക്തി ബൈഠ് ഗയാത്ത എന്നുള്ളതിൽ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് സോ നോക്ക് സടക്ക് പർ ഗായൽ പടേ വ്യക്തിക്കോ സടക്ക് എന്ന് പറഞ്ഞാൽ റോഡാണ് അല്ലേ ഗായൽ പടേ വ്യക്തി എന്ന് പറഞ്ഞാൽ മുറിവേറ്റ ഗായൽ എന്ന് പറഞ്ഞാൽ മുറിവാണ് കേട്ടോ അപ്പോൾ റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തിക്ക് സഹായത കി സരൂരത്ത് ഹേ സഹായത ആവശ്യമുണ്ട് സരൂരത്തിന് ആവശ്യം കറക്റ്റായിട്ട് അർത്ഥം മനസ്സിലാക്കണ്ട അല്ലെങ്കിൽ ഇത് കിട്ടൂല ഇതിനടുത്ത് എന്താ ഹം ജാൻതേ ഹേ കി നമുക്കറിയാം എന്തറിയാം ഗായൽ വ്യക്തി മുസീബത്ത് മേ ഹേ ഈ മുറിവേറ്റ വ്യക്തി ബുദ്ധിമുട്ടിലാണ് മുസീബത്ത് എന്ന ബുദ്ധിമുട്ടിലാണ് നമുക്കറിയാം അടുത്തെന്താ കിസി വ്യക്തിക്കോ ജാനേ കാ മത്ലബ് ഏതെങ്കിലും ഒരു വ്യക്തിയെ അറിയുക എന്നതിനർത്ഥം മത്ലബ് എന്നാണ് അർത്ഥം അല്ലേ എന്താണ് ഉസ്കി ഹതാശ നിരാശ ഓർ സങ്കട് സേ ജാനന ഹേ അയാളുടെ ഹതാശയും നിരാശയും അതേപോലെ സങ്കടവും അറിയലാണ് ഇതിനടുത്ത് ഹതാശ് വ്യക്തിയോക്ക് സഹായത കർണ നിരാശയുള്ള മനുഷ്യനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഹമാര കർത്തവ്യ ഹേ അത് നമ്മുടെ കർത്തവ്യമാണ് അപ്പം ഈ പറഞ്ഞ സാധനങ്ങൾ മനസ്സിലാക്കുക ഈ പറഞ്ഞ പോയിന്റുകളൊന്ന് ഓർന്ന് പഠിച്ച് വെച്ചേക്കേണ്ടി ചിലപ്പോൾ ഈ ചാപ്റ്ററിന് പോസ്റ്ററൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ കുത്തിക്കയറ്റിയ ഡയലോഗുകളൊക്കെ ഓർത്തിച്ചുകൊണ്ടേ ഞാൻ പറയുന്ന ഓരോ പോയിന്റും കൃത്യമാക്കി പഠിച്ചു വെച്ചോ നാളത്തെ പരീക്ഷാപ്പറിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ മക്കൾ ഇത് അവിടെ വേറെ തന്നിട്ടുണ്ട് 4 മാർക്കിന് തന്നെ വരണമെന്നില്ല ചിലപ്പോൾ 3 മാർക്കിന് വരും അധികം 4 മാർക്കിന് തന്നെ ആട്ടോ വരില്ല ഇത് കുറച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോ ബഡേ ബഡേ മഹാരഥിയോക്ക ഇത് നമ്മുടെ ടൂട്ടാപഹിയിലുള്ള അല്ലെ വലിയ വലിയ മഹാരഥിമാരുടെ എന്താണ് പക്ഷേ അസത്യക്കാഹെ അവരുടെ ഭാഗം എന്താ അസത്യത്തിൻ്റെതാണ് ദെൻ ടൂട്ടാപഹിയ എന്താ ടൂട്ടാ ഹുവാവയ പൊട്ടിപ്പോയ ചക്രം എന്താണ് ബ്രഹ്മാസ്ത്രം സെ ലോഹാലേനാക്ക തയ്യാർ ഹേ ബ്രഹ്മാസ്ത്രങ്ങളോട് നേരിടാൻ ലോഹാലേന പറഞ്ഞാൽ സാമന കർണ അല്ലെ നേരിടാൻ തയ്യാറാണ് ദെൻ അക്കേലി നിഹത്തി ആവാസ്കോ ഏകാന്തനായ നിഹത്തി എന്ന നിരായുധനായ ആവാസ് ശബ്ദം എന്ത് ചെയ്യുന്നു മഹാരഥി കുജൽ ദേന
ദേനാ ചാഹെ, ആ ശബ്ദത്തെ മഹാരഥിമാർ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതാണ് ഈ ഏകാന്തനായ നിരാജനായ ശബ്ദം? അഭിമന്യുവാണ് അല്ലേ? ചിലപ്പോൾ ചോദിക്കും ആരാണ് ഈ ഏകാന്തനായ നിരാജനായ ശബ്ദം? അഭിമന്യുവാണ് കേട്ടോ. അപ്പോൾ അഭിമന്യുവിനെ മഹാരഥിമാർ കുശൽ ദേനാ ചാഹെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. മനസ്സിലായി മക്കളെ? ഇനി മക്കളെ നിങ്ങൾക്ക് അവിടെ ഹതാശാസയ്ക്ക് വ്യക്തി വൈദ്യാത്താണ് ടിപ്പണിയിലെ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടിപ്പണി വായിച്ചവർക്ക് അതിന്റെ അർത്ഥങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമുക്ക് നോക്കാം. എന്താ ഫസ്റ്റ് ചോദ്യം? ഹതാശാസയ്ക്ക് വ്യക്തി വൈദ്യാത്ത കവിത കിസ്കി ഹെ, കവിത ആരുടേതാ, ടിപ്പണി ആരുടേതാണെന്ന് ചോദിച്ചാൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ട് കവിത എഴുതിയിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ലയാണ്, എന്നാൽ ടിപ്പണി എഴുതിയിരിക്കുന്നത് നരേഷ് സക്സേനയാണ്. അപ്പോൾ അവിടെ ആൻസർ ചെയ്തത് വിനോദ് കുമാർ ശുക്ല. ഓക്കെ, മറന്നു പോകരുതേ. ഇനി അടുത്ത സഹി വാക്യ ചുൻകർ ലിഖെ, ഇങ്ങനെയുള്ള ചോദ്യം നിങ്ങൾക്ക് എന്തായാലും വരും. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് 6 പ്രസ്താവന തന്നിട്ട് അതിലേതെങ്കിലും 4 എണ്ണം തിരഞ്ഞെടുക്കാൻ 4 മാർക്കിന് ചോദിക്കും, 2 എണ്ണം തെറ്റാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇതേമാതിരി 4 എണ്ണം തന്നിട്ട് അതിൽ എന്ത് ചെയ്യും, ഏതെങ്കിലും 1 ശരിയാവും. അപ്പോൾ നിങ്ങൾ മാർക്കാൻ നോക്കണ്ടേ. 1 മാർക്കിനാണെങ്കിൽ 1 ശരി ഉണ്ടാവുള്ളൂ, 4 മാർക്കിനാണ് 4 എണ്ണം ശരി ഉണ്ടാവും, 2 മാർക്കിനാണ് 2 എണ്ണം, 3 മാർക്കിനാണ് 3 എണ്ണം ശരി ഉണ്ടാവും. അതാണ് നിങ്ങൾ നോക്കണ്ടേ. അപ്പോൾ ആവശ്യത്തിന് മാത്രമേ ഇതാ 4 എണ്ണം തന്നിട്ട് 1 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എണ്ണം എഴുതി കഴിഞ്ഞാൽ പിന്നെ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. മാഷന്മാരോട് സെലക്ട് ചെയ്യാനല്ല, നിങ്ങൾ സെലക്ട് ചെയ്യണം. അത് ഓർത്ത് വെക്കുക. അതേപോലെ 6 പോയിന്റ് തന്നിട്ട് 4 എണ്ണം തിരഞ്ഞെടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞെങ്കിൽ 4 എണ്ണം തന്നെ ഇത് 5 എണ്ണം എഴുതി കഴിഞ്ഞാൽ 1 മാർക്കും കിട്ടില്ല. അത് ഓർത്ത് വെക്കണേ. സോ അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ തരാം. ഇവിടെ നോക്ക്, മേം ജാൻതാ ഹും, മേ ജാൻതേ ഹൈം, പിന്നെ മേം ജാൻതാ ഹെ, മേം ജാൻതാ ഹോ. അപ്പോൾ ഇത് ചെറിയൊരു ഗ്രാമറാണ്, സിമ്പിൾ ലോജിക്കിൽ മനസ്സിലാക്കിക്കോ. മേം കർത്താവായിട്ട് വരുമ്പോൾ, മേം സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ലാസ്റ്റ് എന്തായാലും ഹും എന്നായിരിക്കും വരിക. ഇത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ആണാണെങ്കിൽ തീ ഹും, പെണ്ണാണെങ്കിൽ താഹും. ഓക്കെ, ഇപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, എങ്ങനെയാ, മേം സ്കൂൾ ജാത്താഹും. അതൊരു പെണ്ണാണ് പറഞ്ഞെങ്കിൽ മേം സ്കൂൾ ജാത്തിഹും. അപ്പോൾ മേം വന്നാൽ ഹും ആണ് വരിക, അത് ഓർത്ത് വെച്ചാൽ മതി. അതേപോലെ തും ആണ് വരുന്നതെങ്കിൽ ലാസ്റ്റ് ഹോ ആണ് വരിക. ഓക്കെ, ലാസ്റ്റ് എന്താ വരിക, ഹോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു ഞാൻ പോകുന്നു എന്നാണെങ്കിൽ മേം ജാത്താഹും എന്നല്ലേ പറയാ, എന്നാൽ നിങ്ങൾ പോകുന്നു എങ്ങനെ പറയാ, തും ജാത്തേ ഹോ എന്നാണ് പറയാ. പെണ്ണാണെങ്കിൽ തും ജാത്തി ഹോ. ഓക്കെ, കേട്ടില്ലേ, ജാത്തി ഹോ തും എന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ. അപ്പോൾ എന്തായാലും തും വന്നാൽ ഹോ വരും, മേം വന്നാൽ ഹും വരും. ഇത് ഓർത്ത് വെച്ചോ, ചിലപ്പോൾ ഇതേമാതിരി ചോദിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ, മേം ജാൻതാ ഹും. ഓക്കെ, അതായത് എനിക്കറിയാം അല്ലേ. ടൂട്ടാ പഹിയ പറയുന്ന കേട്ടില്ല, എന്താ, മേം രതുക്കായേക്ക് ടൂട്ടാ ഹുവാ പഹിയാ ഹും അല്ലേ. അപ്പം മേം വന്നാൽ ഹും വെക്കണം, തും വന്നാൽ ഹോ വെക്കണം. അത് ഓർത്ത് വെച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നാളെ ചോദിക്കും. ഓക്കെ, ഇനി അടുത്തെന്താ, കവി കെ അനുസാർ ജാനേ കാ അസ്ലി ആധാർ ക്യാ ഹെ. ഇത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, അസ്ലി ആധാർ. അസ്ലി ആധാർ എന്ന് പറഞ്ഞാൽ ഹതാശ, നിരാശ, നിസ്സഹായത, അതേപോലെ തന്നെ സംഘർഷ ജാന. അത്ര എഴുതി കഴിഞ്ഞാൽ മക്കളെ 2 മാർക്ക് കിട്ടി. ഇനി അതല്ലെങ്കിൽ രൂട്ടിഗ്രസ്ത്, നമ്മുടെ കവിയുടെ അഭിപ്രായത്തിൽ നമ്മുടെ ജാനയ്ക്ക് രൂട്ടിഗ്രസ്ത്, നമ്മുടെ പതിവ് രീതികൾ എന്തൊക്കെ വെച്ചാൽ നാം പത്തേ ഉമ്ര ഓതേ യാ ജാദീസെ ജാന. ആ 2 പോയിന്റ് ഓർത്ത് വെച്ചാൽ പോയതിലെ ഇങ്ങനെ 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടിയിട്ടോ. സിമ്പിളാണ്. ഇനി അടുത്തെന്താ, മാനവത ഹി മാനവ കി പഹചാൻ ഹേ വിഷയ് പർ ആപ്കെ സ്കൂൾ മേ സംഗോഷ്ഠി. അതായത് വിശ്വ മാനവതാ ദിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മാനവതയെക്കുറിച്ച്, മനുഷ്യ സ്നേഹത്തെക്കുറിച്ചോ നിങ്ങൾക്കൊരു പോസ്റ്റർ തയ്യാറാക്കാൻ എന്തായാലും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. നാളെ മിക്കവാറും നിങ്ങൾക്ക് പോസ്റ്റർ ഇതായിരിക്കും. അപ്പോൾ മക്കളെ ആ പോസ്റ്റർ ഞാൻ സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരാം. അതല്ലെങ്കിൽ പിന്നെ അതേ സബ്ജക്റ്റ് വെച്ചിട്ട് മാനവതാക്ക മഹത്വന്നോ മാനവതയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു ലഘുലേഖയോ അതല്ലെങ്കിൽ ഒരു ടിപ്പണിയോ ചോദിക്കും. അതായത് ഒരു ലേഖനം, ഓക്കെ, ഒരു ടിപ്പണി അല്ലെങ്കിൽ ഒരു കുറിപ്പ് ചോദിക്കും. അപ്പം ഇത് ഓപ്ഷൻ ആയിട്ടാണ് മിക്കവാറും വരിക. മിക്കവാറും പോസ്റ്ററും കുറിപ്പും ആയിരിക്കും, അല്ലെങ്കിൽ കുറിപ്പ് മാത്രമായിരിക്കും, ചിലപ്പോൾ പോസ്റ്റർ മാത്രമായിരിക്കും. എന്തായാലും പോസ്റ്റർ, ഇതിൻ്റെ കുറിപ്പൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ ചാനലിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കി പഠിക്കുക. പോസ്റ്റർ വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. സിമ്പിളാണ്, പെട്ടെന്ന് പഠിക്കാം. 4 മാർക്ക് ഈസി ആയിട്ട് നാളെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഇതേ പോസ്റ്റർ തന്നെയായിരിക്കും നാളെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണാൻ പോണത്. നമുക്ക് നോക്കാം, മാനവതാ ദിവസ്. ഇതാണ് നമ്മുടെ പോസ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതാ ഈ ഒരു വാക്കുണ്ടോ നിങ്ങൾ നോക്കാം, സങ്കോഷ്ഠി. സങ്കോഷ്ഠി നിങ്ങളുടെ സ്കൂളിൽ നടക്കാം. സങ്കോഷ്ഠി എന്ന് പറഞ്ഞാൽ സെമിനാർ എന്ന് നടത്താം. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു സങ്കോഷ്ഠി സംഘടിപ്പിക്കുന്നു, അതിനെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനെങ്കിൽ ഇതുപോലെ എഴുതുക. ഇനി അതല്ല സങ്കോഷ്ഠി ഇല്ല, സബ്ജക്റ്റിനെ കുറിച്ച് ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് ഒരു സന്ദേശം നൽകിക്കൊണ്ടൊരു പോസ്റ്റർ, സന്ദേശ് ദേത്തെ ഹുയേ ഏക്ക് പോസ്റ്റർ തയ്യാറാക്കരുതെന്നാണെങ്കിൽ സങ്കോഷ്ഠി അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. ബാക്കിയുള്ള എല്ലാം ഇതേമാതിരി ഇതാ എന്തെങ്കിലും ഒരു ചിത്രം വരച്ചിടുക, അത്രേ ഉള്ളൂ. ഓക്കെ, വലിയ വ്യത്യാസമൊന്നുമില്ല. സോ നമുക്ക് സങ്കോഷ്ഠി പോസ്റ്റർ ആദ്യം നോക്കാം. ആദ്യം നമ്മൾ സ്കൂളിൻ്റെ പേര് എടുക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ സ്വന്തം പേര് കൊടുത്താൽ മതി. വലിയ സ്കൂളൊക്കെ ആണെങ്കിൽ ഇതേമാതിരി സർക്കാർ സ്കൂൾ നിർത്താൽ മതി. വയനാടോ കോഴിക്കോടോ മലപ്പുറം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം കൊടുക്കുക. ഒക്കെ ഹിന്ദി കൊടുക്കണേ. പിന്നെ നമ്മളൊരു ഡേറ്റ് കൊടുത്തിട്ട് വിശ്വ മാനവതാ ദിവസ്, അത് ഈ ദിവസം തന്നെ കാണാതെ പഠിച്ചോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ദിവസം തരും, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചേക്കാം. ഓഗസ്റ്റ് 19 ലോക മാനവതാ ദിവസമുള്ള കേട്ടോ ദിവസം. ഇനി അതിനുശേഷം സങ്കോഷ്ഠി എഴുതിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹെഡിങ് തരും. ആ ഹെഡിങ് ഇതാണ്. സോ ഹെഡിങ് ഇനി തന്നിട്ടില്ലെങ്കിൽ ഈ ഹെഡിങ് ഒന്ന് കാണാൻ പഠിച്ചേക്കണ്ടി. മാനവ് ബനെ മാനവതാക്കോ ബനായരേക്കെ, മനുഷ്യനാവും മനുഷ്യത്വത്തെ എന്ത് ചെയ്യുക, മനുഷ്യത്വം ഉണ്ടാക്കും എന്ന്, അല്ലെങ്കിൽ മനുഷ്യ സ്നേഹം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗാണ്. ഈ ഡയലോഗ് ഒന്ന് പഠിച്ചു വെച്ചോ. പിന്നെ അടുത്തത് താരീഖ്, സ്ഥാനം, സമയം എന്ന് വെച്ചിട്ട് നമ്മൾ സ്ഥലം കൊടുക്കുന്നു, ഡേറ്റ് കൊടുക്കുന്നു. സ്ഥലം എന്ന് പറഞ്ഞാൽ സ്കൂൾ സഭാഗ്രഹമാണ്, സ്കൂൾ ഓഡിറ്റോറിയമാണ്. പിന്നെ സമയം കൊടുക്കുന്നു, സബേരെ 10 ബജെ, രാവിലെ 10 മണി. ഡേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കത്തിലും അതേപോലെ തന്നെ ഡയറിയിൽ കൊടുക്കണ മാസത്തിൻ്റെ പേര് എഴുതണം കേട്ടോ, ജൂണോ ജൂലൈ എന്തെങ്കിലും ഇത്. ഇതിനടുത്ത് ഉദ്ഘാടനം നമ്മൾ ഒരാളുടെ പേര് കൊടുക്കുന്നു, അയാൾക്കൊരു ഡെസിഗ്നേഷൻ കൊടുക്കുന്നു. ഇവിടെ പര്യാവരൺ വിദ് എന്ന് പുറത്തുള്ള പരിസ്ഥിതി പ്രവർത്തകൻ എന്നാണ് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചായത്ത് സജീവ് എന്ന് കൊടുക്കാം, പഞ്ചായത്ത് പ്രസിഡന്റോ എന്തെങ്കിലും കൊടുക്കാം, നോ പ്രോബ്ലം. ഇനിയൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിനടുത്ത് സബ്കാ സ്വാഗത് ഹേ, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാം. പിന്നെ ഹിന്ദി വിഭാഗ് ലാസ്റ്റ് അടിയിലൊരു ബോക്സ് ആക്കിയിട്ട് ഹിന്ദി വിഭാഗ്, നമ്മൾ ഹിന്ദിൻ്റെ എക്സാം ആണല്ലോ, അപ്പോൾ ഒരു ഹിന്ദി ക്ലബ്ബായിട്ട് ഹിന്ദി വിഭാഗ് കൊടുക്കുക. നമ്മുടെ ഈ സ്കൂളിൻ്റെ
പേരിനെ ഇവിടെയും കൊടുക്കുക. ഓക്കെ, ഇത്ര സിമ്പിളാണ്. ഇനി അതെല്ലാം സങ്കോഷ്ടി നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ സങ്കോഷ്ടി അങ്ങോട്ട് ഒഴിവാക്കുക. ബാക്കി നിങ്ങൾ എന്തെങ്കിലും ചിത്രം കൊടുത്തിട്ട് ഇതേ സാധനങ്ങൾ തന്നെ കുത്തി കയറ്റി കഴിഞ്ഞാൽ മക്കളെ ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ മാറ്ററുകളും തരും. മാറ്റർ വെച്ചിട്ട് ചെയ്താൽ മാറ്റർ തന്നിട്ടില്ലെങ്കിൽ ഇതങ്ങോട്ട് പഠിച്ചു വെച്ചോ. മിക്കവാറും ഈ പോസ്റ്ററിനായിരിക്കും നാളെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ മക്കളെ? ഈ മക്കളെ ഇതവിടെ നിങ്ങൾക്ക് ബീർ ബഹുട്ടിയിലെ തന്നെ, ബീർ ബഹുട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക. ബീർ ബഹുട്ടിയിലെ തന്നെ മറ്റൊരു പാരഗ്രാഫ് വന്നിട്ടുണ്ട്. ആ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഫസ്റ്റത്തെ ചോദ്യം നോക്ക്, സഹി പ്രസ്താവ് ചുൻകറിലേക്ക്. ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 4 പ്രസ്താവന തന്നു, എന്നിട്ട് 1 മാർക്ക് ചോദിച്ചു. അപ്പോൾ എത്ര പ്രസ്താവന ശരിയുണ്ടാവും? ഒരൊറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? സോ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചിലത് അർത്ഥങ്ങൾ കണ്ടുപിടിക്കാനായിരിക്കും, ചിലത് ഗ്രാമർ ആയിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ. സോ ഇവിടെ നോക്കി, ബേല ഓർ സാഹിൽ മിഠായി ലേനെ ദുക്കാൻ ഗയെ. ബേലയും സാഹിലും മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട് എവിടെ പോയി? കടയിലേക്ക് പോയിന്ന്. ശരിയാണോ? അല്ല, നമുക്കറിയാം ബേലയും സാഹിലും മഷി നിറയ്ക്കാൻ പോയതല്ലേ. അപ്പോൾ അതിലുണ്ടോ നോക്കിയാൽ പോരെ. ഇവിടെ നോക്കി, ബേല ഓർ സാഹിൽ പെൻമേം സ്യാഹി ബർവാനെ കെരിയെ ദുക്കാൻ ഗയെ. അതല്ലേ ശരി? അപ്പോൾ ശരിയുള്ള ഇത്യാദി ബാക്കിയുള്ള വായിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? സിമ്പിളാണ്. അപ്പം ഇതുപോലെ അർത്ഥം മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് ഉത്തരം കിട്ടുന്ന മനസ്സിലായില്ല മക്കൾക്ക്. ഇനി അടുത്ത് നോക്ക്, സാഹിലിനെ പെൻമേം ബച്ചി സ്യാഹി ജമീൻ പർ ചിടക് ദി ക്യോം. എന്താ പറഞ്ഞത്? ചിടക് ദി എന്ന് പറഞ്ഞാൽ, ചിടക് ദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടഞ്ഞു കളയാന്ന് അർത്ഥം അല്ലേ? ജമീൻ പർ ചിടക് ദി പറഞ്ഞാൽ മണ്ണിലേക്ക് കുടഞ്ഞു കളയാം അല്ലേ? അപ്പോൾ സാഹിൽ പേനയിൽ ബച്ചി സ്യാഹി, ബാക്കിയായിരുന്ന മഷി, സ്യാഹി എന്ന് പറഞ്ഞാൽ മഷിയാണല്ലോ അല്ലേ? മഷി മണ്ണിലേക്ക് കുടഞ്ഞു കളഞ്ഞു. എന്തിന് എന്ന് ചോദിച്ചു. സിമ്പിളാണ്, 2 മാർക്ക്. ഒരുപാടൊന്നും എഴുതണ്ട. എന്തിനാ? നൈ സ്യാഹി ബർവാനെ കെലിയെ അല്ലേ? പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ? നൈ സ്യാഹി ബർവാനെ കെലിയെ, ബർണ എന്നല്ലേ ബർണെ കെലിയെ എന്ന് പറഞ്ഞാൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. ഈ ആൻസർ എഴുതി കഴിഞ്ഞാൽ 2 മാർക്കാണ്. അപ്പോൾ മനസ്സിലാക്കുക, 2 മാർക്കാണെന്ന് വെച്ച് ഇങ്ങനെ അന്തം വിട്ടിക്കണ്ട. അർത്ഥം അറിയാവുന്നവന് സിമ്പിളായിട്ട് എന്ത് കിട്ടും? ആൻസർ ചെയ്താൽ പറ്റും. ഇതിനടുത്ത് എന്താ? കഹാനിക്ക് ഈ പ്രസംഗം പർ പട്കഥാക്കായൊക്കെ ദർശിലേക്ക്. എന്തായാലും നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പാണ് പട്കഥ വരും. അത് മിക്കവാറും നാളെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ബീർ ബഹുട്ടി തന്നെ ആയിരിക്കും. ഇനി ബീർ ബഹുട്ടി എന്ന് വന്നിട്ടില്ലെങ്കിൽ മക്കളെ നമ്മുടെ അയാം കലാം കെ ബഹാനെന്നും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പട്കഥ ചോദിക്കുന്നത് ബീർ ബഹുട്ടി എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ബീർ ബഹുട്ടിയിലെ ഒരു പട്കഥയുടെ ഫോർമാറ്റ്. ഇനി ബീർ ബഹുട്ടി അല്ലെങ്കിലും പേടിക്കുന്നു വേണ്ട. പട്കഥ സിമ്പിളായിട്ട് ഉടായ്പയിലൂടെ ഇപ്പോൾ പഠിപ്പിച്ചു തരാം. സിമ്പിളാണ്. അതാ മക്കളെ, ഒരു പട്കഥയുടെ ഉടായ്പ വേർഷൻ ഉണ്ട്. ഇതങ്ങോട്ട് പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ 2 മാർക്ക് കൺഫേംഡ് ആണ്. അതിലേക്ക് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഓക്കെ, സിമ്പിളാണ്. സോ നോക്ക്, പട്കഥയിൽ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ദൃശ്യം അല്ലേ? ദൃശ്യം നിങ്ങൾ ഹിന്ദി തന്നെ ദോ എന്ന് എഴുതുക, അല്ലെങ്കിൽ തീന്നോ ഏക്കുന്നോ എന്തെങ്കിലും എഴുതാം. ദോ തന്നെ എഴുതിക്കുക, പ്രശ്നം കഴിഞ്ഞില്ലേ? നിങ്ങൾ ഇങ്ങനെ 2 എന്ന് 1 എന്നൊന്നും എഴുതുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ഹിന്ദി തന്നെ എഴുതുമ്പോൾ ഇംപ്രഷൻ കൂടും കേട്ടോ. ഇതിനടുത്ത് സ്ഥലമാണ്. നമുക്കറിയാം ബീർ ബഹുട്ടി എല്ലാ സ്ഥലങ്ങളും ഫൂലേരയിലല്ലേ? അപ്പോൾ സ്കൂളിലുള്ള ഒരു രംഗമാണ് ചോദിക്കണമെങ്കിൽ ഫൂലേരേക്ക് ഏക്ക് സ്കൂള്. ഇനിയിപ്പം വയലിലാണെങ്കിൽ ഫൂലേരേക്ക് ഏക്ക് എന്താണ് ഗേത്ത്. ഇനിയിപ്പോൾ റോഡിലാണെങ്കിൽ ഫൂലേരേക്ക് ഏക്ക് സടക്ക്. ഇനിയിപ്പം നമ്മുടെ ദുക്കാൻദാർ മഷി നിറയ്ക്കാൻ പോണ രംഗമാണെങ്കിൽ ഫൂലേരേക്ക് ഏക്ക് സ്റ്റേഷനറി ദുക്കാൻ. അപ്പോൾ അങ്ങനെ ഫൂലേര വിടണ്ട. ബീർ ബഹുട്ടിയിൽ എല്ലാ രംഗങ്ങളും ഫൂലേരയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇനി മിഹിർനി മോർപ്പാലിനി രംഗമാണെങ്കിൽ രാജസ്ഥാനിലുള്ള മിഹിറിന സ്ഥലം, അപ്പോൾ രാജസ്ഥാൻക്ക് ഏക്ക് സ്കൂൾ അല്ലേ? ഇനി അതല്ല നമ്മുടെ ചോട്ടുവിൻ്റെ റൺവിജയൻ്റെ രംഗമാണെങ്കിൽ ടാണി അല്ലേ? ആ ടാണി എന്ന് കൊടുത്താൽ അല്ലെങ്കിൽ ടാണിക്ക് ഏക്ക് എന്താണ് സടക്ക്, ടാണിയിലെ ഒരു റോഡ്, അല്ലെങ്കിൽ ടാണിക്ക് ചായക്ക് ദൂക്കാൻ, ടാണിയിലെ ചായക്കട. ഇനിയിപ്പോൾ റൺവിജയൻ്റെ വീട്ടിലാണെങ്കിൽ എന്താണ് റൺവിജയ് കഗർ. ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ സ്ഥലമാണ് 2ാമത് കൊടുക്കേണ്ടത്. അപ്പോൾ ഏത് പട്കഥ വന്നു കഴിഞ്ഞാലും സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്തെന്താ? സമയമാണ്. സമയം നിങ്ങൾ ഇതിനനുസരിച്ച് ഇപ്പോൾ ബേലയും സാഹിലും ബീർ ബഹുട്ടികളെ തെരയുന്നത് സുബഹ് രാവിലെയാണ്. എന്നാൽ ഇവർ 2 പേരും കൂടി അവസാനം പ്രോഗ്രസ് കാർഡ് മേടിച്ചിട്ട് തിരിച്ചു വരുന്നത് വൈകുന്നേരം ഷാമാണ് അല്ലേ? അപ്പോൾ ഈ സമയങ്ങൾ ഓർത്ത് വെക്കുക. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ, ദുബഹർ എന്ന് പറഞ്ഞാൽ ഉച്ച, ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, രാത്രി പറഞ്ഞാൽ രാത്രി. ഏതാണോ സമയം അതിനനുസരിച്ച് കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി അതിനുശേഷം ഡാഷ് നട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ ടൈം എടുക്കുക. അപ്പോൾ രാവിലെ ആണെങ്കിൽ നൗ അല്ലെങ്കിൽ 10 ഒക്കെ ഹിന്ദി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ബച്ചെ മണി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ബീർ ബഹുട്ടികളെ തെരയുന്ന രംഗമാണെങ്കിൽ സുബഹ് നൗ ബച്ചെ. പ്രശ്നം കഴിഞ്ഞില്ലേ? സിമ്പിൾ. ഓക്കെ, ഇനിയിപ്പോൾ അതെല്ലാം കളിക്കുന്ന അവർ സ്കൂൾ വിട്ട് വരുന്ന സമയമാണെങ്കിൽ എന്താണ് ഷാം 4 ബജെ, വൈകുന്നേരം 4 മണി. അങ്ങനെ എന്തെങ്കിലും എഴുതിയാൽ മതി. ഓക്കെ, അതിനുശേഷം പിന്നെ കഥാപാത്രങ്ങളാണ്. കഥാപാത്രങ്ങൾ എഴുതുമ്പോൾ ഇപ്പം ബേലയും സാഹിലാണെങ്കിൽ അവർ 2 പേരിലുള്ള രംഗമാണെങ്കിൽ ബേലാന്ന് എഴുതുന്നു. ഓക്കെ, ആദ്യം ബേലാന്ന് എഴുതുന്നു. എന്നിട്ട് നിങ്ങൾ എഴുതേണ്ടത് ലഗ്ബഗ് എന്നിട്ടാ. ഇവിടെ ലഗ്ബഗ്. ഓക്കെ, ലഗ്ബഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം എന്നാണ് അർത്ഥം കേട്ടോ. ലഗ്ബഗ് എന്താണ് എത്ര വയസ്സ് എന്നുള്ളതാണ് അവിടെ നിങ്ങൾ ചേർക്കേണ്ടത്. ഇപ്പോൾ ബേലയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് 11, സാഹിലിനും 11 ആണ്, 11 അല്ലേ? അപ്പോൾ 11 ഇതിന് പകരം ഹിന്ദി തന്നെ ഇതാ. ഒക്കെ ടെക്സ്റ്റിൽ നോക്കി പഠിക്കാം കേട്ടോ. അപ്പോൾ ബേലൻ്റെ എങ്ങനെ ഇതാ? ബേല ലഗ്ബഗ് 11 സാൽ കി ഏക്ക് ലടുക്കി. പെണ്ണായതുകൊണ്ടാണ് ലടുക്കി കി എന്നും വന്നത് കേട്ടോ. ലടുക്കി എന്താ? സാൽ കി ഏക്ക് ലടുക്കി. ഇനിയിപ്പോൾ സാഹിലാണെങ്കിൽ ലഗ്ബഗ് 11 സാൽ ക ഏക്ക് ലടുക്ക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതാ. ഇനിയിപ്പോൾ മിഹിർ ആണെങ്കിലും മോർപ്പാലൊക്കെ ആണെങ്കിലും എന്താണ്? സാൽ ക ലടുക്ക, ലടുക്കയിലെ കുട്ടികളല്ലേ? ഇനിയിപ്പോൾ നമ്മുടെ ചോട്ടു റൺവിജയ് ആണെങ്കിലും ഇതേമാതിരി തന്നെ. ഇപ്പോൾ നമുക്കൊരു വയസ്സ് കൊടുക്കാം. എന്താ? ഇപ്പോൾ 11 തന്നെ കൊടുത്തേക്ക് 11 സാൽ ക ഏക്ക് ലടുക്ക. ഇത്ര മതി. പ്രശ്നം കഴിഞ്ഞില്ലേ? വെറുതെ ആരെങ്കിലും ആണ് നിങ്ങൾക്ക് വരിക അല്ലേ? ഇനിയിപ്പോൾ ദുക്കാൻദാർ ആണെങ്കിൽ ദുക്കാൻദാർ ലഗ്ബഗ് 40 സാൽ, 40 വയസ്സ് കൂട്ടിക്കുക. 40 സാൽ ക ഏക്ക് ആത്മി അല്ലേ? ആത്മി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അല്ലേ? അപ്പോൾ ആ രീതി കൊടുക്കുക. അപ്പോൾ ലടുക്കയോ ലടുക്കിയോ ആത്മിയോ അവരത്ത് പറഞ്ഞാൽ പെണ്ണ്. അപ്പോൾ ആരാണോ തരുന്നത് അനുസരിച്ച് മാറ്റി കൊടുക്കുക. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് അവരുടെ ഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ 2 കുത്തിട്ടിട്ട് അവരിപ്പോൾ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ മോർപ്പാൽ, മിഹിർ, റൺവിജയ്, ചോട്ടു, ബേല, സാഹിൽ ഇവരൊക്കെ യൂണിഫോം അല്ലേ? അപ്പോൾ എല്ലാവരും
എല്ലാവർക്കും നമുക്ക് ഒരൊറ്റ യൂണിഫോം കൊടുക്കാം, നീലി കാക്കി യൂണിഫോം. അപ്പോൾ എന്താണ് നീലി കാക്കി യൂണിഫോം? ആണാണെങ്കിൽ പഹിനാഹെ എന്ന് കൊടുക്കാം, പെണ്ണാണെങ്കിൽ പഹിനീഹെ എന്ന് കൊടുക്കാം. ഇവിടെ കണ്ടില്ലേ, സിമ്പിളായി. അപ്പോൾ ഇപ്പോൾ ഞാൻ ബേലയുടെ ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ ബേല എന്ന് എഴുതുന്നു, ലഗ് എന്നിട്ട് കോമട്ടാണ്ട് ലഗ് ബഗ് ക്യാര് സാൽക്കി ഏക്ക് ലടുക്കി, പിന്നെന്താണ് നീലി കാക്കി യൂണിഫോം പഹനി ഹെ. സാഹിലാണെങ്കിൽ ലഗ് ബഗ് ഗ്യാര് സാൽക്ക ഏക്ക് ലടുക്ക, എന്താ നീലി കാക്കി യൂണിഫോം പഹന ഹെ. സിമ്പിൾ. ഓക്കെ, ഇതെന്നെ മോർപ്പാലും മീറിനെ കൊടുത്ത് അത് സിമ്പിൾ അല്ലടാ, സിമ്പിളായിട്ട് പഠിക്കാം അല്ലേ. ഇനി അടുത്ത് ദൃശ്യിക വിവരണമാണ്. അവിടെ നിങ്ങൾ ആ ദൃശ്യത്തിന് വിവരണം, ആ രംഗത്തിൽ എന്താണെന്നുള്ളത് മിക്കവാറും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു പഠിക്കതിൻ്റെ മേലെ ഡീറ്റെയിൽസ് ഒന്നില്ലേ, ആ ഡീറ്റെയിൽസ് ഒന്ന് ഷോർട്ടായിട്ട് എഴുതി വെച്ചാൽ ദൃശ്യങ്ങളുടെ വിവരണമായി. ഓക്കെ, സിമ്പിളാണ്. ഇനി അടുത്ത് എന്താ സംവാദമാണ്. സംവാദിൽ നമ്മൾ നേരത്തെ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കിയില്ല, ഒരു ഉടായ്പ കോൺവെർസേഷൻ നേരത്തെ ഓർമ്മയില്ലേ, ബാത്ത് ചീത്ത്, അതേ സാധനമാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് കണ്ടന്റ് വെച്ചാൽ മതി. ഓക്കെ, ഇനി അതെല്ലാം നിങ്ങൾക്ക് പഠിക്കഥ പഠിക്കാൻ പറ്റുമെങ്കിൽ ബീർ ബഹുട്ടിൽ മക്കളെ നാളെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള പഠിക്കഥ എന്ന് പറഞ്ഞാൽ ഒന്ന് അവർ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബീർ ബഹുട്ടികളെ തിരയുന്ന രംഗം അല്ലേ, വയലിൽ ബീർ ബഹുട്ടികളെ തിരയുന്ന രംഗം, അതല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നത് നമ്മുടെ മഷി വാങ്ങാൻ കടയിലേക്ക് പോകുന്ന രംഗം, അതുമല്ലെങ്കിൽ അവർ ലാസ്റ്റ് പിരിഞ്ഞു പോകാൻ നേരത്തെ പ്രോഗ്രസ് കാർഡ് നോക്കുന്ന രംഗമുണ്ടല്ലോ, ആ ഭാഗം. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നാളത്തെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണുക. അപ്പോൾ ഞാനിവിടെ ആ കടയിലേക്ക് മഷി വാങ്ങാൻ പോകുന്ന ഒരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. നമ്മളിപ്പോൾ പറഞ്ഞാൽ തന്നെ ദൃശ്യം എഴുതുന്നു, ഫോലിയര കസ്ബേക്ക് സ്റ്റേഷനറി ദുക്കാൻ സ്ഥലം കൊടുക്കുന്നു, പിന്നെ സമയം കൊടുക്കുന്നു, സബേരെ 10 ബജെ എന്ന് കൊടുക്കുന്നു, പിന്നെ ബേല സാഹിരി ദുക്കാൻ ആളുകളെ കൊടുക്കുന്നു. അതിന് നിങ്ങൾ ഇവിടെ ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്, അവരുടെ വയസ്സ് ഇതൊക്കെ കൊടുക്കണം കേട്ടോ, അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് കൊടുക്കുക, അതിൻ്റെ കൂടെ തന്നെ കൊടുത്താൽ മതി. അല്ലാതെ ആയു വേഷഭൂഷ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാർ അങ്ങനെ കൊടുക്കലുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ പാത്രൻ്റെ കൂടെ കൊടുത്താൽ മതി. ഇതിനടുത്ത് ദൃശ്യിക വിവരൻ ബേല ഓർ സാഹിൽ ദുക്കാൻ കെ സാമനെ കടഹെ, ബേലയും സാഹിലും കടയുടെ മുന്നിൽ നിൽക്കുന്നു. ദുക്കാൻദാർ ഉൻസെ കുച്ച് ബാത്ത് കർ രഹേ, അതായത് കടയുടമ അവരോട് ചിലതൊക്കെ സംസാരിക്കുന്നു. ഇതാണ് നമ്മുടെ ദൃശ്യവിവരണം. ഇത്ര പറഞ്ഞാൽ മതി. ഇനി അതിനുശേഷം പിന്നെ സംവാദ്, അവരുടെ സംവാദമാണ്. എന്തൊക്കെയാ, ദുക്കാൻ ബാല ക്യാ ചാഹിയ ബച്ചേ, എന്താ വേണ്ടത് കുട്ടികളെ. അപ്പോൾ ഒരു പേനയിൽ മഷി നിറയ്ക്കണമെന്ന് ബേല പറയുന്നു. ദുക്കാൻ ബാല പറയുന്നു സ്യാഹിക്ക് ബോത്തൽ അബി ഗാലി ഹോഗി, മഷിയുടെ കുപ്പിയൊക്കെ തീർന്നല്ലോ. അഭിഹിത്തോ കൽഹി മിൽ പായേഗി, എന്താ കൽഹി മിലേഗി, നാളെ കിട്ടുള്ളല്ലോ, ഇനി വരുള്ളല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ബേല ലേക്കിൻ ഇസ്നേത്തോ പെൻമേ ജോ സ്യാഹിത്തി ഉസേ ജമീൻ പർ ചിടക് ദിയ, പക്ഷേ സാഹിലിനെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത് ഈ ചെങ്ങായി പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു, അത് മണ്ണിലേക്ക് കൊടുന്ന് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ദുക്കാൻ ബാല പറയാണ് ബാദൽക്കോ ദേക്കർ ഗഡോങ്കി നെഹി ദുലാന ചാഹിയെ, മേഘങ്ങൾ കണ്ട് കുടം കമ്മിത്തരുത്, അതായത് മറ്റുള്ളവരുടെ വസ്തുക്കൾ കണ്ട് നമ്മുടെ കയ്യിലുള്ള നശിപ്പിക്കരുത് എന്നാണ് ഇതിലൂടെ ഉദ്ദേശിച്ചത് അല്ലേ. അപ്പോൾ സാഹിൽ ഗബ്രാക്കർ ആകെ ഭയന്നുകൊണ്ട് അപ്പോൾ മേ ക്യാ കരുക, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക. അപ്പോൾ ബേല പറയണത് ഡർണമത്ത്, പേടിക്കേണ്ട, മേരെ പെൻമേ കുച്ച് സ്യാഹിലേക, എൻ്റെ പേനയിൽ നിന്ന് കുറച്ച് മഷി തരാം. ദെൻ സ്യാഹിലി ശുക്രിയ ബേല, നന്ദി. തൂ സച്മി മേക്ക് അച്ചി ദോസ്തി ഹെ, നീ ശരിക്കും നല്ലൊരു കൂട്ടുകാരിയാണ്. അപ്പോൾ ബേല അച്ഛാ ചലേ ഹം ദേർ ഹോ ഗയേ, വേഗം പോവാം, നമുക്ക് നേരം വൈകിയിരിക്കുന്നു. ദോനം സ്കൂൾ രാസ്തേ പർ ആകെ പഠിത്തേ, രണ്ടുപേരും സ്കൂളിലേക്ക് പോകുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരു സാധനം ഈ ഡയലോഗ് തന്നെ പഠിച്ചുകൊണ്ട് മിക്കവാറും ഇത് തന്നെ നാളെ വരുന്ന പ്രതീക്ഷിക്കുക. നമ്മൾ രക്ഷപ്പെട്ടല്ലോടാ അല്ലേ. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, ദോസ്തിക്ക മഹത്ത് വിഷയ പർ ടിപ്പണിയിലേക്ക്, അതായത് സൗഹൃദത്തിൻ്റെ മഹത്വത്തെ കുറിച്ച് ബീർ ബഹുട്ടിനെ ബേസ് ചെയ്തിട്ട് ഒരു ടിപ്പണി എഴുതാനുണ്ടാവും. മിക്കവാറും ഇടക്കിടക്ക് ചോദിക്കുന്നതാണ്. ഒന്നുമില്ല, ബേലയുടെയും സാഹിലിൻ്റെയും പ്രത്യേകതകൾ ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചാണ് പഠിക്കുന്നത്, രണ്ടുപേർക്കും ബീർ ബഹുട്ടികളെ ഇഷ്ടമാണ്, ഒരേ ക്ലാസ്സിലാണ്, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എന്താണ് കുറച്ച് തുടക്കത്തിൽ ഞാൻ കുറേ ഡയലോഗ് പറഞ്ഞില്ലേ, ഈ ഡയലോഗിനാണ് ആൻസർ ആക്കി എഴുതിയാൽ മതി. സിമ്പിളാണ്, ഒരു 5-6 സെൻറ്റൻസ് ഉണ്ടായ ആൻസർ കിട്ടും. ദോസ്തിക്ക മഹത്ത് ഹെഡിങ് കൂടി കൊടുക്കാൻ മറക്കണ്ട. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, ആയാം കലാം കെ ബഹാനെ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ചെറിയൊരു പോർഷൻ തന്നിട്ടുണ്ട്. മനസ്സിലാക്കുക, ആയാം കലാം കെ ബഹാനെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളൊന്നും വരില്ല, പക്ഷെ എന്തായാലും ഒരു 5-10 മാർക്കിന് എന്തായാലും വരും കേട്ടോ. A+ വേണമെങ്കിൽ ആ ചാപ്റ്റർ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതേമാതിരി ഡയറിയോ ലെറ്ററോ അല്ലെങ്കിൽ പഠിക്കഥയോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് വന്ന് എന്താ, ഗേൽ ഗഡീസ് മേം മോർപാൽ ഓർ മിഹിർ കാ സൗദ ക്യാത്ത, അതായത് കളിയുടെ പീരീഡ് മോർപാലിൻ്റെയും മിഹിറിൻ്റെയും സൗദ പറഞ്ഞാൽ കച്ചവടം അല്ലെങ്കിൽ ഇടപാട് നടത്തും. ഇടപാട് എന്തായിരുന്നു, സിമ്പിളല്ലേ, ഗാനേക്ക അതില ബദലീക്ക അല്ലേ, അതായത് ഭക്ഷണം കൈമാറലാണ്. ഇവിടെ പോയിന്റ് കൊടുത്തിട്ടുണ്ടോ, ഗാനേക്ക അതില ബദലീക്ക, ഭക്ഷണം കൈമാറൽ. എന്താ ഭക്ഷണം കൈമാറുന്നത്, മിഹിറിൻ്റെ കയ്യിലുള്ള രാജ്മാ ചാവല് മിഹിർ മോർപാലിന് കൊടുക്കും. ഓർ മോർപാൽ കെ ചാഞ്ചിലെ, മോർപാലിൻ്റെ കയ്യിലുള്ള ചാഞ്ച് കാട്ടിബ ആർക്ക് മിഹിർക്ക അല്ലെ, മിഹിറിനും കൊടുക്കും മോരിൻ്റെ പാത്രം. ഇതല്ലേ അവരുടെ ഇടപാട്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടി കേട്ടോ. ഇനി അടുത്തെന്താ, വാക്യ പിരമിഡ് കീ പൂർത്തി കർക്കയിലേക്ക്, വാക്യ പിരമിഡ് എഴുതാനാണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഉദാഹരണങ്ങൾ ഞാനിപ്പോൾ തരാം. അപ്പം ഇവിടെ റോസ് ഗർസ് എന്ന് പറഞ്ഞ 2 വാക്കുണ്ട്. ഇത് എഴുതണമെങ്കിലും മക്കൾ ഗ്രാമർ ഒന്നുമല്ല, മക്കൾ പഠിക്കേണ്ടത് എന്താണ്, നമ്മുടെ അർത്ഥങ്ങളാണ്, സിമ്പിളാണ്. ഇവിടെ ഫസ്റ്റ് എന്താണ്, മോർപാൽ ലാത്താത്ത, മോർപാൽ കൊണ്ടുവരാറുണ്ടായിരുന്നു. അടുത്ത് മോർപാൽ ചാഞ്ച് ലാത്താത്ത, മോർപാൽ മോര് കൊണ്ടുവരാറുണ്ടായിരുന്നു. അപ്പോൾ എന്ത് വാക്ക് കൂടി, ചാഞ്ച് എന്ന് പറഞ്ഞൊരു വാക്ക് കൂടി. ആദ്യത്തെ 2 വാക്ക്, രണ്ടാമത്തേൽ 3 വാക്കായി. ഇനി അടുത്തേൽ 4 വാക്കുണ്ടാവും, അതിൻ്റെ അടുത്ത് 5 വാക്കുണ്ടാവും. ഇതല്ലേ വരണ്ടേ. സോ ഇതിൽ ഇഷ്ടമുള്ള വാക്ക് നമുക്ക് എടുക്കാം. നമുക്ക് ഫസ്റ്റ് റോസ് എന്നെടുക്കാം. റോസ് എന്നുള്ള അർത്ഥം എന്താ, ദിവസവും എന്നാണ്. അതേപോലെ ഗർസെ എന്നുള്ള വീട്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കറക്റ്റ് ഓരോ സ്ഥലത്ത് വെച്ച് നോക്കാം. എന്നിട്ട് കറക്റ്റ് ഏറ്റവും നല്ലതായിട്ട് എവിടെയാണോ നമുക്ക് ഭക്ഷിയുടെ അർത്ഥം കിട്ടുന്നത് അതാണ് ശരി. ഓക്കെ, അല്ലാതെ ഇവിടെ ഗ്രാമർ ഒന്നുമില്ല. നമ്മളിങ്ങനെ മലയാളത്തിൽ വായിക്കുമ്പോൾ നല്ല ഭംഗിയുള്ള വാക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്, അർത്ഥം ഇവിടെ നിന്നാണ് കിട്ടുന്നത്, അതാണ് ശരി. സോ ഇവിടെ നോക്കി, റോസ് എന്ന് പറഞ്ഞാൽ ദിവസവും എന്നല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, എന്താ, ദിവസവും മോർപാൽ മോര് കൊണ്ടുവരാറുണ്ടായിരുന്നു. അടുത്തേ, മോർപാൽ ദിവസവും മോര് കൊണ്ടുവരാറുണ്ടായിരുന്നു. മോർപാൽ മോര് ദിവസവും കൊണ്ടുവരാറുണ്ടായിരുന്നു. മോർപാൽ മോര് കൊണ്ടുവരാറുണ്ടായിരുന്നു ദിവസവും. ഏതാ നല്ലത്, മോർപാൽ ദിവസവും മോര്
കൊണ്ടുവരാറുണ്ടായിരുന്നു എന്നുള്ളതല്ലേ ഏറ്റവും നല്ലത്. അപ്പം എങ്ങനെ പറയാ, മോർപാൽ റോസ് ചാഞ്ച് ലാത്താത്ത, അതല്ലേ ഒന്നുകൂടി ഭംഗി. ഇനി അതെല്ലാം അപ്പുറത്ത് വെച്ചാലും വലിയ ഭംഗി കുറവൊന്നുമില്ല. എന്താ മോർപാൽ ചാഞ്ച് റോസ് ലാത്താത്ത, പക്ഷെ ഒന്നുകൂടി ഭംഗിയതാ മോർപാൽ റോസ് ചാഞ്ച് ലാത്താത്ത എന്നുള്ളതാണ്. അപ്പം കറക്റ്റ് സ്ഥലം, ഏറ്റവും ഭംഗി കിട്ടുന്ന സ്ഥലത്ത് വെക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്തെന്താ, ഗർസെ വീട്ടിൽ നിന്ന്, അതെവിടെ വെക്കുക, നമുക്ക് വെച്ച് നോക്കാം. മോർപാൽ ദിവസവും മോര് വീട്ടിൽ നിന്നും കൊണ്ടുവരാറുണ്ടായിരുന്നു. അടുത്ത് മോർപാൽ ദിവസവും വീട്ടിൽ നിന്നും മോര് കൊണ്ടുവരാറുണ്ടായിരുന്നു. അടുത്ത് മോർപാൽ വീട്ടിൽ നിന്ന് ദിവസവും മോര് കൊണ്ടുവരാറുണ്ടായിരുന്നു. ഏറ്റവും നല്ല എന്താ, മോർപാൽ ദിവസവും വീട്ടിൽ നിന്നും മോര് കൊണ്ടുവരാറുണ്ടായിരുന്നു. അപ്പം എങ്ങനെ പറയാ, മോർപാൽ ദിവസവും റോസ് എന്താ വീട്ടിൽ നിന്നും, ഗർസെ ചാഞ്ചിലാത്താത്ത. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നമ്മൾ അർത്ഥം നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ അർത്ഥം അറിയാവുന്ന കുട്ടികൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, അർത്ഥം പഠിച്ചാലേ 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും കേട്ടോ. ഇതിനടുത്ത് എന്താ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡയറി. ഓക്കെ, അപ്പോൾ ഡയറി നിങ്ങൾക്ക് ചിലപ്പം ബീർ ബഹുട്ടി എന്ന് വരാം, അല്ലെങ്കിൽ അയാം കലാം കെ ബഹാനെ എന്ന് വരാം. ഓക്കെ, ഏതൊന്നും വരാം. ചിലപ്പോൾ ചോട്ടുവിൻ്റെ ഡയറി ആവാം, ചിലപ്പോൾ റൺവിജയൻ്റെ ഡയറി ആവാം, ചിലപ്പോൾ മിഹിറിൻ്റെ ഡയറി ആവാം, ചിലപ്പോൾ മോർപാലിൻ്റെ ഡയറി ആവാം, ചിലപ്പോൾ നമ്മുടെ ബേലയുടെയോ സാഹിലിൻ്റെയോ ഡയറി ആവാം. ഓക്കെ, അപ്പം എല്ലാ ഡയറിക്കും വരുന്ന കുറച്ച് ഉടായ്പ പരിപാടികളുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു, ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ നേരത്തെ നമ്മുടെ ബേലയുടെ ഡയറി പറഞ്ഞു, സാഹിലിൻ്റെ ഡയറിയും ഇതും തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇനി അതേപോലെ തന്നെ നമ്മൾ റൺവിജയൻ്റെ ഡയറി നേരത്തെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. റൺവിജയൻ്റെ ഒരു കത്താണ് ഡിസ്കസ് ചെയ്തത്, അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡയറി ഉണ്ടാക്കാനും പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഏത് ഡയറി വന്നാലും കുറച്ച് ഉടായ്പ പരിപാടി ഉണ്ട്, അതുകൂടി ഒന്ന് പഠിച്ചോ. നമ്മൾ സാധാരണ ഡയറിയുടെ എന്ത് ചെയ്യുന്നു, മേലെ ഡേറ്റ് ഇടുന്നു. ഡേറ്റ് ഇതേമാതിരി തന്നെ ചെയ്യണേ, ഡേറ്റ് ഇതന്നെ കോപ്പി ചെയ്തോ. പിന്നെ അതിനുശേഷം നമ്മൾ ആജ് മേരാ ജീവൻ കാ വിസ്മരണി ദിൻ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ ദിനായിരുന്നു, കത്തിലൊക്കെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ദെൻ മുജെ ആജ് കി ഘടനായം കൈസെ ബോൾ സക്താവും, ഇന്നത്തെ സംഭവങ്ങൾ ഞാൻ എങ്ങനെ മറക്കാനാണ്. മേനെ അപ്പിനെ ജീവൻ മേം കബി ഏസി സ്ഥിതി കാ സാമന നഹി കിയ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള അവസ്ഥ ഇന്ന് വരെ നേരിട്ടിട്ടില്ല. യേ മേരാ ദുർഭാഗ്യ ഹേ, ഇതെൻ്റെ ദുർഭാഗ്യമാണ്. നമുക്ക് സന്തോഷമുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കത്തിയതെങ്കിൽ മേരാ സൗഭാഗ്യ ഹേ നിത, സങ്കടമാണെങ്കിൽ ദുർഭാഗ്യ നിത, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി യേ മേരി പ്രാർത്ഥന ഹേ കി, ഇതെൻ്റെ പ്രാർത്ഥനയാണ്. ഏസാ ദുർഭാഗ്യ കിസിക്കോ നഹോ, ഇത്തരം ഒരു ദുർഭാഗ്യം ആർക്കും കിട്ടരുതെന്ന്. സങ്കടമാണെങ്കിൽ അങ്ങനെ ഇതാ. ഇനി സങ്കടമല്ല സന്തോഷമാണെങ്കിൽ യേ മേരി പ്രാർത്ഥന ഹേ, ഇതെൻ്റെ പ്രാർത്ഥനയാണ്. ഹർ കിസിക്കോ ഏസാ സൗഭാഗ്യമില്ലേ, എല്ലാവർക്കും ഇതുപോലെ സൗഭാഗ്യം കൊടുക്കണമെന്ന്. ഓക്കെ, എന്നിട്ട് പിന്നെ ഈ ഡാഷ് ഇട്ട് കൊടുത്ത് നമ്മുടെ കണ്ടന്റ് ചെയ്താൽ, ഇനി ഒരു കണ്ടന്റ് കിട്ടില്ലെങ്കിൽ മേലുള്ള പാരഗ്രാഫും നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കണ്ടിട്ട് കുത്തി ശരിയാക്കണ്ടി. അതിനുശേഷം ലാസ്റ്റ് ആജ് കാ ദിൻ മുജെ കബി നഹി ബോൾ സക്ത, ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മേരാ പ്രാർത്ഥന കർത്താ ഹൂം കി ഭഗവാൻ സബ്കി ബലാ കരെ, എല്ലാവർക്കും ദൈവം നല്ലത് വരുത്തട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. ഡയറിയിൽ ഒപ്പൊന്നിടാൻ നിൽക്കരുതിട്ട്, ഡയറി എന്നല്ല എവിടെ ഒപ്പൊന്നിടരുതേ. ഓക്കെ, അപ്പം ഇങ്ങനെ ഏത് ഡയറി വന്നാലും മക്കൾക്ക് എഴുതാം. എന്നാലും ഞാൻ പറയുന്നു, നിങ്ങൾ ബീർ ബഹുട്ടിയിലെ ഡയറി ഒന്ന് പഠിച്ചു വെച്ചേക്കണ്ടി. നാളെ മിക്കവാറും ബേരയുടെയോ സായിൻ്റെയോ ഡയറി നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി മക്കളെ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലാത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ചരിത്രഗത വിശേഷതയും, അതായത് നമ്മുടെ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പം ചരിത്രപ്ര ടിപ്പണി അല്ലെങ്കിൽ ചരിത്ര വിശേഷതായും എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ചരിത്രം എന്ന് കണ്ട അപ്പം തന്നെ മനസ്സിലാക്കേണ്ട മക്കൾ ക്യാരക്ടർ സ്കെച്ച് ആണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും കഥാപാത്രം ബേലയോ സാഹിലോ അല്ലെങ്കിൽ ചോട്ടുവോ റൺവിജയോ ഇങ്ങനെ മോർപാലോ മിഹിറോ ഏതെങ്കിലും ഒരുത്തൻ്റെ എന്ത് ചെയ്യും, ഒരു ക്യാരക്ടർ സ്കെച്ച് വരും. ഇവരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു ചെറിയൊരു എക്സാമ്പിൾ, നാളെ എനിക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാനിവിടെ തന്നിട്ടുണ്ട്. ഇത് തന്നെ പഠിച്ചിട്ട് ഇത് മാത്രം പഠിച്ചിട്ട് പോകില്ല, ബാക്കിയെല്ലാം കൂടി പഠിക്കാൻ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. സോ സുരേന്ദ്ര മാഡ്സാബിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ഇവിടെ തന്നിട്ടുള്ളത്. ബീർ ബഹുട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സോ ഹിന്दी साहित्य के प्रसिद्ध लेखक श्री प्रभात जी द्वारा लिखित सुंदर कहानी बीर बहुटी की एक मुख्य पात्र है सुरेंद्र जी माड साहब. ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരനായ പ്രഭാത് ജിയുടെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം, ബീർ ബഹുട്ടിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സുരേന്ദ്രജി മാഡ് സാബ്. ഇനി നിങ്ങൾക്ക് മിഹിറിൻ്റെ മോർപാലിൻ്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങളിത് ജസ്റ്റ് ഇങ്ങനെ മാറ്റിയാൽ മതി. എന്താ, പ്രഭാത് എന്നുള്ളടത്ത് മിഹിറാക്കുക, അതേപോലെ തന്നെ നമ്മുടെ ബീർ ബഹുട്ടി എന്നുള്ളടത്ത് അയാം കലാം കെ ബഹാനയാക്കുക. പിന്നെ കഥാപാത്രം ഇപ്പോൾ മോർപാലിൻ്റെ ആണെങ്കിൽ മോർപാലിൻ്റെ ഇതാ, അങ്ങനെ എഴുതിയാൽ മതി. പ്രശ്നം കഴിഞ്ഞ് ആളെ മാറ്റി കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഓരോരുത്തർക്ക് മാറ്റണം. അത് ഞാൻ നോട്ട് തന്നിട്ടുണ്ട്, അനുസരിച്ച് പഠിക്കുക കേട്ടോ. സോ വേ ഗണിതക്കി മാഡ് സാബ് ഹെ, അദ്ദേഹം കണക്കിൻ്റെ മാഷാണ്. ദെൻ വേ ബഹുത്ത് സഖ്ത് ശിക്ഷക്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധ്യാപകനാണ്. ദെൻ വേ അക്സർ ബച്ചോം സെ ബുരേ വ്യവഹാർ കർത്തേ ഹെ, അയാൾ ദിവസവും എന്ത് ചെയ്യും, എപ്പോഴും കുട്ടികളോട് മോശമായി പെരുമാറുന്നവനാണ്. ജരാസി ഗൽത്തി പർ ബി ബച്ചോം കോ കടി സജാ ദേത്തെ ഹെ, ചെറിയ നിസാരമായ തെറ്റിന് പോലും കുട്ടികൾക്ക് കഠിനമായ ശിക്ഷ നൽകുന്നവനാണ്. ബച്ചെ ഉനെ ഡർത്തെ ഹെ, കുട്ടികൾക്ക് അയാളെ പേടിയാണ്. കാപ്പി ജാഞ്ചത്തെ സമയ ജരാസി ഗൽത്തി പർ വേ ബച്ചോം കെ ഇധർ ഉധർ ഫേങ്ക് ദേത്തെ ഓർ ചാപ്പിട് മാർത്തേ ഹെ, അതായത് കോപ്പി നോക്കുന്ന സമയത്ത് കുട്ടികളെ ചെറിയ തെറ്റിന് പേരിൽ പോലും അടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയൊക്കെ ചെയ്യാറുണ്ട് എന്ന്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ബച്ചോങ്കോ ബാലോമയും പഞ്ചാബ് അസാത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്താൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ഇത് ക്യാരക്ടർ സ്കെച്ചുമായി മിക്കവാറും ഈ ക്യാരക്ടർ സ്കെച്ചിൻ്റെ നാളെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, വരട്ടെ അല്ലേ. ഓക്കെ, നമ്മൾ പറയുന്നതൊക്കെ കറക്റ്റായിട്ട് വരട്ടടാ, വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കാര്യങ്ങൾ അങ്ങനെ നടത്താൻ പറ്റുള്ളൂ. എന്തായാലും മക്കളെ ഇനി നമുക്ക് കുറച്ചുകൂടി വാക്യ പിരമിഡുകൾ പഠിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു വാക്യ പിരമിഡ് അർത്ഥം അറിയാത്തവർ എന്തായാലും ചെയ്യാൻ കഴിയില്ല. ഇവിടെ നോക്കി നമ്മുടെ ബീർ ബഹുട്ടിയിലെ വാക്യ പിരമിഡ് വന്നിട്ടുണ്ട്. ബച്ചെ ആത്തേഹെ, കുട്ടികൾ വരുന്നു. ബച്ചെ കക്ഷേമയും ആത്തേഹെ, കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു. ഇനി ഗണിതക്കി എന്നുണ്ട്, അതേപോലെ തന്നെ സമയപ്പർ, സമയത്തിന് എന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ മൂന്നാമത്തെ വാക്ക്, ഇവിടെ 4 വാക്ക് വരണം അല്ലേ. നമുക്ക് ഗണിതക്കി കണക്കിൻ്റെ എന്നുള്ളത് വെച്ച് നോക്കാം. എന്താ, കുട്ടികൾ കണക്കിൻ്റെ ക്ലാസ്സിൽ വരുന്നു, അതല്ലേ കണക്കിൻ്റെ കുട്ടികൾ വരുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം എങ്ങനെ പറയാം, ബച്ചെ ഗണിതക്കി
കക്ഷാ മേ ആതാ ഹെ. അർത്ഥം അറിയുന്നവന് പ്രശ്നം കഴിഞ്ഞു. അടുത്തെന്താ? സമയ പർ, സമയത്തിന്. അപ്പോൾ കുട്ടികൾ കണക്കിൻ്റെ ക്ലാസ്സിൽ സമയത്തിന് വരുന്നു. എങ്ങനെ പറയാ? ബച്ചെ ഗണിത കി കക്ഷേ മേ സമയ പർ ആത്തെ ഹെ. ഇതല്ലേ ശരി? അപ്പോൾ മക്കളെ ഇങ്ങനെയാണ് ബാക്കി പിരമിഡ് ഉണ്ടാക്കേണ്ടത്. അർത്ഥം മനസ്സിലാക്കുക, എന്നിട്ട് മലയാളത്തിൽ വായിക്കുക. ഇതിനടുത്തെന്താ? ഹംനെ ദേക്ക, ഞങ്ങൾ കണ്ടു. ഇതിനെന്താ? ഹംനെ ഏക് വ്യക്തിക്കോ ദേക്ക, ഞങ്ങളൊരു വ്യക്തിയെ കണ്ടു. ഇനി ബ്രാക്കറ്റിൽ ഇവിടെ ഉള്ളത് സടക്ക് പർ, റോഡിൽ എന്നുണ്ട്, ഗായൽ മുറിവേറ്റ എന്നുണ്ട്. റോഡിൽ എന്നുള്ള ആദ്യം കാണാം. റോഡിൽ ഞങ്ങൾ ഒരു വ്യക്തിയെ കണ്ടു പറഞ്ഞൂടെ? അതേപോലെ തന്നെ ഞങ്ങൾ റോഡിൽ ഒരു വ്യക്തിയെ കണ്ടു പറഞ്ഞൂടെ? ഏതാ നല്ലത്? ഞങ്ങൾ റോഡിൽ ഒരു വ്യക്തിയെ കണ്ടു എന്നുള്ളതല്ലേ? ഹംനെ സടക്ക് പർ ഏക് വ്യക്തിക്കോ ദേക്ക, അതല്ലേ നല്ലത്? ഇനി മുറിവേറ്റ എന്നുള്ള ഏറ്റവും നല്ല ആർക്കാ? മുറിവേറ്റ ഞങ്ങൾ എന്നാണോ, മുറിവേറ്റ വ്യക്തി എന്നാണോ, മുറിവേറ്റ കണ്ടു എന്നാണോ നല്ലേ? മുറിവേറ്റ വ്യക്തി എന്നല്ലേ? അപ്പൊ എങ്ങനെ പറയാ? ഹംനെ സടക്ക് പർ ഏക് ഗായൽ വ്യക്തിക്കോ ദേക്ക. ഓക്കെ, ഗായൽ ഏക് വ്യക്തിയല്ല, ഏക് ഗായൽ വ്യക്തിക്കോ. ഈ വിശേഷണമാണ് ഗായൽ, മുറിവേറ്റ. അത് ഈ നൗണിന്റെ തൊട്ട് മുന്നായിട്ടിൽ വെക്കുക. അപ്പൊ അർത്ഥം മനസ്സിലാക്കിയ പ്രശ്നം കഴിഞ്ഞെന്താ? ഞങ്ങൾ റോഡിൽ മുറിവേറ്റ ഒരു വ്യക്തിയെ കണ്ടു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അർത്ഥം കിട്ടിയപ്പം പരിപാടി കഴിഞ്ഞില്ലേ? ഇതിനടുത്ത് ഓക്കെ, വ്യക്തി ചൽത്താ ഹെ, ആള് നടക്കുന്നു, വ്യക്തി നടക്കുന്നു. വ്യക്തി കവി കെ സാത്ത് ചൽത്താ ഹെ, വ്യക്തി കവിയുടെ കൂടെ നടക്കുന്നു. ഇനി എന്താ? ധീരെ ധീരെ, പതുക്കെ. പതുക്കെ എന്നുള്ള എങ്ങനെ വെക്കുക? വ്യക്തി കവിയുടെ കൂടെ പതുക്കെ നടക്കുന്നു പറഞ്ഞൂടെ? അപ്പൊ വ്യക്തി കവി കെ സാത്ത് ധീരെ ധീരെ ചൽത്താ ഹെ. അടുത്തെന്താ? അപരിചിത വ്യക്തി, അപരിചിതനായ വ്യക്തി എന്നല്ലേ? അപ്പൊ എന്താ? അപരിചിത വ്യക്തി കവി കെ സാത്ത് ധീരെ ധീരെ ചൽത്താ ഹെ. ഇത്രയുള്ള കാര്യം അല്ലെ? ഇനി മക്കളെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലടാ, സഹി വാക്യ അല്ലെങ്കിൽ സഹി പ്രസ്താവ് ചുൻകർ ലിഖ എന്ന് പറഞ്ഞിട്ട് 1 മാർക്കിനും 4 മാർക്കിനൊക്കെ ചോദിക്കുന്നത് അത്തരത്തിലുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 4 പോയിന്റ് ഒന്ന് 1 മാർക്കിനാണെങ്കിൽ അതിൽ ഒന്നേ ശരി ഉണ്ടാവുള്ളൂ അല്ലേ? അവിടെ നോക്ക്, ഇവിടെ സാഹിൽ കാ ചെഹ്റ ബീർബഹുട്ടി കി തര ലാൽ ഹെ, സാഹിലിന്റെ മുഖം ബീർബഹുട്ടിയെ പോലെ ചുവന്നതാണ്. സാഹിൽ കി ആംഗേം ബീർബഹുട്ടി കി തര ലാൽ ഹെ, സാഹിലിന്റെ കണ്ണുകൾ ബീർബഹുട്ടിയെ പോലെ ചുവന്നതാണ്. സാഹിൽ കെ കപ്പടെ, സാഹിലിന്റെ വസ്ത്രം ബീർബഹുട്ടിയെ പോലെ ചുവന്നതാണ്. സാഹിലിന്റെ മൂക്ക് ബീർബഹുട്ടിയെ പോലെ ചുവന്നതാണ്. പാഠം വായിച്ചാൽ അറിയാം സാഹിൽ കി ആംഗേമാണ് ശരി അല്ലേ? സാഹിലിന്റെ കണ്ണുകൾ, അങ്ങനെയല്ലേ ടെക്സ്റ്റിൽ പറയുന്നത്? അപ്പം അർത്ഥം പറഞ്ഞാൽ മതി അല്ലേ? ഇതിനടുത്ത് നോക്കി, ബേലാക്കി കലമ്മേ സ്യാഹി നെയ്, ബേലയുടെ പേനയിൽ മഷിയില്ല. ബയ്യാക്കി കലമ്മേ സായി നെയ്, സഹോദരന്റെ പേനയിൽ മഷിയില്ല. മാസ്റ്റർ ജിക്ക് കലമ്മേ സ്യാഹി, മാസ്റ്റർ ജിയുടെ പേനയിൽ മഷിയില്ല. സാഹിൽ കി കലമ്മേം സ്യാഹി നെയ്, സാഹിലിന്റെ പേനയിൽ മഷിയില്ല. ഏതാ ശരി? സാഹിൽ കി കലമ്മേം സ്യാഹി നെയ്, ഇതാണ് ശരി അല്ലേ? അപ്പം സിമ്പിൾ, അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സിമ്പിൾ അതൊക്കെ അല്ലേ? ഇതിനടുത്ത് നോക്കി, ബേല ഓർ സാഹിൽ ബീർബഹുട്ടിയൊക്കെ ഗോഷ്തേ ഹെ, ബേലയും സാഹിലും ബീർബഹുട്ടികളെ തിരിഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞത്? കണ്ടാ, 4 സഹി പ്രസ്താവ്, 4 പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, കണ്ണടച്ച് 4 എഴുതിയാൽ തന്നെ 2 മാർക്ക് കിട്ടും. ഈസി ആയിട്ട് കേട്ടോ. പക്ഷേ അർത്ഥം അറിയാവുന്നതിന് 4 മാർക്ക് വളരെ സിമ്പിളാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് വല്ല ഡയറിൻ്റെ ലെറ്ററിൻ്റെ കൂടെ വരും. അപ്പം നിങ്ങൾക്ക് ഇതാണ് എഴുതാൻ ഏറ്റവും എളുപ്പം. 4 പോയിന്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടിയില്ലേ? അർത്ഥം മനസ്സിലാക്കാന്നുള്ള ചെറിയൊരു പണിയുള്ളൂ. ഇവിടെ നോക്കിയാൽ ബേല ഓർ സാഹിൽ ബീർബഹുട്ടിയും ഗോജ്തേ ഹെ, ബേലയും സാഹിലും ബീർബഹുട്ടികളെ തിരയുന്നു. ഗോജിന പറഞ്ഞാൽ തിരിയാന്നല്ലേ? അപ്പോൾ ശരിയല്ലേ? അപ്പോൾ 1 കിട്ടി. ഇത് എഴുതിയെടുക്കുക. വെറുതെ ശരിയിട്ട് വെച്ചാൽ പോലെ എഴുതണം കേട്ടോ. അത് നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതുക. ഇതിനടുത്ത് ബേല ഓർ സാഹിൽ 5वीं कक्षा के बाद एक ही स्कूल में पढ़ते हैं. ശരിക്കും നോക്കിയാൽ एक ही സ്കൂൾ മെയിം, ഒരേ സ്കൂളിൽ പഠിക്കുന്നു. എപ്പോൾ? 5वीं കക്ഷയ്ക്ക് ബാദ്, 5ാം ക്ലാസ്സിന് ശേഷം. ശരിയാണോ? ഇല്ല, അവരുടെ സ്കൂൾ സിർഫ് 5 തക്ക് അല്ലേ? അവരുടെ സ്കൂൾ ആകെ 5ാം ക്ലാസ് വരെ ഉള്ളൂ. അപ്പം അത് തെറ്റാണ് അല്ലേ? അവർ അലഗ് അലഗ് സ്കൂൾ മേ ജാനപ്പെടാം അല്ലേ? വ്യത്യസ്തമായ സ്കൂളിലേക്ക് പോകുമല്ലേ? അപ്പം രണ്ടാമത്തെ തെറ്റാണ്. നേരെ മറിച്ച് ഈ ഏക് ഹി സ്കൂളിൽ കാണുമ്പോൾ അപ്പം തന്നെ ആ ബേലയും സാഹിലും ഒരേ സ്കൂളിലാണല്ലോ, നേരെ കുറിച്ച് കണ്ടിട്ട് എഴുതരുത്, ശരിക്കും വായിക്കണം. അപ്പം രണ്ടാമത്തെ തെറ്റാണ്. ഇതിനടുത്ത് ബേല ഓർ സാഹിൽ സ്യാഹി ബർവാനെ കെലിയെ ദുക്കാൻ ജാത്ത ഹേ, ബേലയും സാഹിലും മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോകുന്നു. ശരിയല്ലേ? അപ്പം 2 എണ്ണം കിട്ടി. ഇനി 2 എണ്ണം കൂടി ഉണ്ടാവില്ലേ? ശരി. എന്താ? ബേല ഓർ സാഹിൽ സുരേന്ദർ ജി സെ ഡർത്താ ഹെ, ബേലയും സാഹിലും സുരേന്ദർ ജിയെ പേടിക്കുന്നു. ഡർന്ന എന്നാൽ പേടിക്കുക അല്ലേ? ശരിയല്ലേ? 3 എണ്ണം കിട്ടി. ഇനിയുള്ള 2 എണ്ണത്തിൽ ഒന്നും കൂടി ശരി ഉണ്ടാവുള്ളൂ അല്ലേ? ഇത് നോക്കി, ബേല ഓർ സാഹിൽ 7वीं कक्षा में पढ़ता है, ബേലയും സാഹിലും 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശരിയാണോ? ശരിയല്ല, തെറ്റാണ്. അപ്പം നമുക്ക് കിട്ടി അടുത്ത എന്തായാലും ശരിയാവും അല്ലേ? 4 വേണ്ടേ? ബേല ഓർ സാഹിൽ പട്ടി ബന്ധുവാനെ അസ്പത്താൽ ജാത്താ ഹെ, പട്ടി എന്ന് പറഞ്ഞാൽ ബാൻഡേജ് എന്നർത്ഥം, ബന്ധുവാനെ എന്ന് പറഞ്ഞാൽ കെട്ടാൻ. ബേലയും സാഹിലും പട്ടി കെട്ടാൻ, അതായത് നമ്മുടെ ബാൻഡേജ് കെട്ടാൻ വേണ്ടിയിട്ട് അസ്പത്താൽ ആശുപത്രിയിലേക്ക് പോയിന്ന്. ശരിയല്ലേ? ഒരാളുടെ സിർപ്പർ, ബേലയുടെ സിർപ്പറിലെ തലയിലും അതേപോലെ തന്നെ സാഹിൽക്ക് പിഡലി പറല്ലേ, സാഹിലിന്റെ പിഡലി അതായത് നമ്മുടെ കാൽമുട്ടിന് പിറകിലുമാണ് മുറിവേറ്റത്. അപ്പോൾ 2 പേരും ബാൻഡേജ് കെട്ടാൻ ഒരേ സമയത്ത് ആശുപത്രിയിൽ പോയില്ലേ? അതും ശരിയാണ്. അപ്പം ഇങ്ങനെയാണ് ഉത്തരം കണ്ടെത്തൽ. സിമ്പിൾ അല്ലടാ? സിമ്പിളാണ് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഓക്കെ. ഇവിടെ 4 സെന്റൻസ് വന്നിട്ട് 4 സെന്റൻസും സെയിം ആണ്, പക്ഷേ ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ സിമ്പിളാണ്. ഹിന്ദിയുടെ പ്രത്യേകത എന്താ അറിയോ? ഒരു ആണാണ് സബ്ജക്റ്റ് എങ്കിൽ അവസാനം ആയിലാണ് അവസാനിക്കുക. ഒരു പെണ്ണാണെങ്കിലോ അല്ലെങ്കിൽ കുറേ പെണ്ണുങ്ങളുണ്ടെങ്കിലോ ഈയിൽ അവസാനിക്കും. കുറേ ആണുങ്ങളുണ്ടെങ്കിൽ എയിലാണ് അവസാനിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ആൺകുട്ടി പോകുന്നു എന്നെങ്ങനെ പറയാം? ലഡ്ക ജാത്താ ഹെ എന്നാ പറയാം. ജാത്ത ആയില്. പെൺകുട്ടിയാണെങ്കിൽ ലഡ്കി ജാത്തി ഹെ എന്നാ പറയാം. ജാത്തി പെണ്ണായി അല്ലേ? ഇനി കുറേ ആണുങ്ങളുണ്ടെങ്കിൽ ലഡ്കെ ജാത്തേ ഹൈം, ജാത്തേ. കണ്ടില്ലേ? ഇനി കുറേ പെണ്ണുങ്ങളുണ്ടെങ്കിൽ ലഡ്കിയാം ജാത്തി തന്നെയാണ്. അപ്പം പെണ്ണാണെങ്കിൽ ഈ സൗണ്ട്, ആണാണെങ്കിൽ ആ, കുറേ ആണുങ്ങളുണ്ടെങ്കിൽ എ സൗണ്ട്. ഇനി പോയി എന്നാണെങ്കിൽ ലഡ്ക ഗയ,
ആണ് പോയി. ഓക്കെ, ഇനി പെണ്ണാണെങ്കിലോ ലഡ്കി ഗയി, ഇനി കുറേ ആണുങ്ങളുണ്ടെങ്കിലോ ലഡ്കെ ഗയേ. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് നമ്മൾ ഹിന്ദിയിൽ പറയേണ്ടത്. ഈ 3 സാധനങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയാൽ എല്ലാത്തിനും കലാമല്ലേ, കലാമാണല്ലേ, കലാമാണെങ്കിൽ ആ സൗണ്ടിലല്ലേ അവസാനിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കർത്തി ഹേ, കർത്തി കണ്ടോ, തീ വരുമോ, ഇത് പെണ്ണിനുള്ളതല്ലേ, അപ്പോൾ ഇത് തെറ്റാണ്. ഇതിനടുത്ത് കർത്തി, ഇതും തെറ്റാണ് അല്ലേ, ഈ സൗണ്ട് അല്ലേ. അടുത്തൊക്കെ കർത്തി, ഇതും തെറ്റാണ്. അപ്പോൾ ഏതാ ശരി? ഇതാണ് ശരി. എന്താ? കലാം ടാണി പർ കാം കർത്താ ഹേ. മനസ്സിലായില്ലേ? വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ളതൊക്കെ തെറ്റാണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹേ തരും, അതേപോലെ തന്നെ ചിലപ്പം ഹൈം തരും, പിന്നെ ചിലപ്പോൾ ഹും തരും, പിന്നെ ഹോയും തരും. അത് നമ്മൾ നേരത്തെ പഠിച്ചു. ഈ ഹും എന്നുള്ളത് എപ്പോഴും മെയിൻ സബ്ജക്റ്റ് ആണെങ്കിലാണ് വരിക. ഇവിടെ കലാമല്ലേ, മെയിൻ സബ്ജക്റ്റ് ആണെങ്കിൽ ഹും വരുള്ളൂ നമ്മൾ നേരത്തെ പഠിച്ചു. തും സബ്ജക്റ്റ് ആണെങ്കിൽ ഹോ വരുള്ളൂ എന്ന് പഠിച്ചു. പിന്നെ എന്തിനാ ഈ 2 സാധനം ഹേയും ഹൈമും? ഹൈം എന്നുള്ളത് അവിടെ കൊടുത്തുള്ള ഹൈം അല്ലേ, ഹൈം എന്നുള്ളത് കുറേ ആൾക്കാരുണ്ടെങ്കിലാണ്. ഇപ്പോൾ കുട്ടികൾ പോകുന്നത് എങ്ങനെ പറയാ? ലഡ്കെ ജാത്തേ ഹൈം. എന്നാൽ കുട്ടി പോകുന്നത് എങ്ങനെ പറയാ? ലഡ്ക ജാത്താ ഹേ. ഒരാളാണെങ്കിൽ ഹേ പറയും, കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഹൈം പറയും. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതേപോലെ ഇതും കൂടി മനസ്സിലാക്കി വെച്ചാൽ ഗ്രാമർ ക്വസ്റ്റ്യൻ വന്നാലും സിമ്പിളായിട്ട് മക്കൾക്ക് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലടാ, സിമ്പിൾ അല്ലേ. ഇനി ഇവിടെ നോക്ക്, ബേലാക്കെ ആങ്കേം ബർഗയെ, ബേലയുടെ കണ്ണ് നിറഞ്ഞു. ബേലാനെ ആങ്കേം ബർഗയെ, ബേലയുടെ കണ്ണ് നിറഞ്ഞു. ബേലാക്കി ആങ്കേം ബർഗയെ, ബേലയുടെ കണ്ണ് നിറഞ്ഞു. ബേലാക്ക ആങ്കേം. അപ്പോൾ ഇവിടെ ചോദിച്ചെന്നറിയോ, കെ ആണോ, ക ആണോ, കീ ആണോ, കോ ആണോ എന്നൊക്കെ അല്ലേ ചോദിച്ചത്, നെയാണോ എന്നൊക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആങ്ക് എന്നുള്ള വാക്കുണ്ടല്ലോ, ഈ ആങ്ക് എന്ന വാക്ക് സ്ത്രീലിംഗമാണ്. അപ്പം ഈ വാക്കുകൾ ഓർത്ത് വെക്കുക. ക, അതേപോലെ തന്നെ കി, പിന്നെ കെ. ഈ 3 വാക്കുകൾ ഒരു സെൻറ്റൻസിലുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് പിറകിൽ വരുന്നത് ആണാണോ പെണ്ണാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പം ആണാണെങ്കിൽ ക ആയിരിക്കും, പെണ്ണാണെങ്കിൽ കീ ആയിരിക്കും, കുറേ ആണുങ്ങളുണ്ടെങ്കിൽ കെ ആയിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞാൽ തന്നെ ആ, ഇ, എ, അത് ഓർത്ത് വെച്ചാൽ മതി. സോ ഇവിടെ ആങ്ക് എന്നുള്ളത് എല്ലാത്തിലും വന്നില്ലേ, ആങ്ക് എന്നുള്ളത് പെണ്ണാണ്. പെണ്ണാണെങ്കിൽ ഇതിലേതാ വരുന്നേ മക്കളെ? കീ അല്ലേ അല്ലേ. അപ്പോൾ ഇതിൽ ഏതാ ശരി? ബേലാക്കി ആങ്കേം ബർഗയി. ഇവിടെ കണ്ടില്ലേ ബർഗയി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടെ സാഹിലാണെങ്കിലും ഇത് തന്നെയാണ്, സാഹിൽ കി ആങ്കേം ബർഗയി എന്നാണ്. കാരണം സാഹിലോ ബേലയോ എന്നല്ല ഉദ്ദേശിച്ചത്, കണ്ണ് പെണ്ണാണ്. അപ്പം ഈ 3 എണ്ണം വന്നാൽ അതിന് ശേഷമുള്ള മുന്നിലുള്ളത് നോക്കരുത്. ഇപ്പം എൻ്റെ അച്ഛൻ ഞാൻ പറയില്ല എങ്ങനെയാ, മേം പ്ലസ് ക ഇല്ലേ മേര അല്ലേ, മേം പ്ലസ് കി മേരി. അപ്പം ഞാൻ മേര പിതാന്നാണോ മേരി പിതാന്നാണോ പറയേണ്ടത്? പിതാവാണല്ലേ, ഞാനാണോ പെണ്ണാണെന്ന് ഇവിടെ മാറ്ററല്ല, എൻ്റെ അച്ഛനാണായതുകൊണ്ട് മേര പിതാന്നാണ് പറയേണ്ടത്. ഇനി എൻ്റെ അമ്മ എന്നാണ് ഞാൻ പറയുന്നെങ്കിലോ, ഞാനാണോ പെണ്ണാണെന്ന് ഇവിടെ മാറ്ററില്ല, മേരി മാം എന്നാണ് പറയേണ്ടത്. മനസ്സിലായില്ലേ? ഇനി എൻ്റെ കണ്ണ് എന്നപ്പോൾ എങ്ങനെ പറയാ? മേരി ആങ്ക് എന്നാ പറയാ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു മനസ്സിലായി. പിന്നെ മൻ എന്നുള്ളത് പുല്ലിംഗാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എങ്ങനെ പറയാ? മേരാ മൻ എന്നാ പറയാ, മേരി മൻ എന്ന് പറയില്ല. അപ്പോൾ നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബേലാക്ക മൻ എന്നാ പറഞ്ഞത്, ബേലാക്കി മൻ എന്നല്ല പറഞ്ഞത്. അപ്പം മൻ ആണായതുകൊണ്ടാണ് ബേലാക്ക മൻ ബഹത്ത് ഗരാബ് ഹോ ഗയ എന്നാ പറഞ്ഞത്, ഗയി എന്നല്ല പറഞ്ഞത്. അപ്പം ബേല പെണ്ണാണോ ആണാണോ എന്ന് ഇവിടെ വിഷയമല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ ചോദിക്കും ബേലാക്ക മൻ ഗരാബ് ഡാഷ് തരും, എന്നിട്ട് ഹോ ജായേഗ, ഹോ ജായേഗി, ഹോ ജായേഗ എന്നൊക്കെ തരും. അപ്പം മക്കൾ മനസ്സിലാക്കേണ്ടത് ബേലാക്ക മൻ എന്നാണ്, മൻ ആണായതുകൊണ്ട് ഹോ ജായേഗ ആണാണ് ഓർത്ത് വെക്കണം കേട്ടോ. അല്ലാതെ ബേല പെണ്ണയച്ചിട്ട് നേരെ കൊണ്ടിട്ട് ഹോ ജായേഗി എന്ന് എഴുതരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ മക്കൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അവിടെ നോക്ക്, എന്താണ്? 3 സഹി പ്രസ്താവ് ചുൻകറിലേക്ക്. താഴെ പറഞ്ഞതിൽ 3 സഹി പ്രസ്താവ്, 3 എണ്ണം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഹതാഷ് വ്യക്തിക്കോ ജാനേക്ക മത്ലബ് ഹേ, നിരാശയുള്ള ഒരു മനുഷ്യനെ അറിയുക എന്നതിൻ്റെ അർത്ഥം എന്താ? നിരാശയുള്ള ഒരു മനുഷ്യനെ അറിയാന്നുള്ളതിന് ഉസ്കി ഹതാഷാക്കോ ജാന, അയാളുടെ ഹതാശ അറിയലാണ്, ശരിയല്ലേ? ദെൻ ഉസ്കി ജാതിക്കോ ജാന, ജാതി അറിയൽ തെറ്റാണ്, ജാതി അറിയേണ്ട ആവശ്യമില്ല അല്ലേ. ജാതി നാം പത്തേ ഉമ്ര അതൊന്നും അറിയണ്ടല്ലോ. ദെൻ ഉസ്കി മുസീബത്ത്ക്കോ ജാന, ശരിയാണ്, അയാളുടെ കഷ്ടപ്പാട് അറിയണം. പിന്നെ ഉസ്കി അസഹായതക്കോ ജാന, അയാളുടെ നിസ്സഹായത അറിയണം, അതും ശരിയാണ്. പിന്നെ ഉസ്കെ നാം പത്തേ ഓർ ഉമ്ര, അയാളുടെ വയസ്സും പേരും ഒക്കെ അറിയണം, അതുപോലെ തന്നെ അഡ്രസ്സൊക്കെ അറിയണം, തെറ്റാണ്. അപ്പം ഈ 3 എണ്ണമാണ് ശരി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കട്ടെ, എങ്ങനെ വേണമെങ്കിലും ചോദിക്കും, അർത്ഥം അറിയാവുന്നവന് ഈസിയാണ്. അടുത്ത് നോക്ക്, അയാം കലാം കെ ബഹാനെ പാടിക്ക ആധാർ पर 3 സഹി പ്രസ്താവ്. അയാം കലാം കെ ബഹാനയിലെ കുറച്ച് പ്രസ്താവന എന്നാണ് 3 എണ്ണം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. നീൽമാധവ് പാണ്ഡെ की फिल्म है അയാം കലാം, ശരിയല്ലേ? നീൽമാധവ് പാണ്ഡെയുടെ സിനിമയാണ് അയാം കലാം. ഇതിനടുത്ത് എന്താ? കലാം ഓർ രൺവിജയ് ഫിലിം മേം പാത്രേ, കലാം ഓർ രൺവിജയും സിനിമയിലെ പാത്രങ്ങളാണ്, അതായത് കഥാപാത്രങ്ങളാണ്, ശരിയാണ്. ദെൻ രൺവിജയ് സ്കൂൾ ജാനാ പസന്ത് കർത്താ ഹെ, രൺവിജയ്ക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്, ശരിയല്ല, കലാമിനാണ് സ്കൂളിൽ പോകാൻ ഇഷ്ടം അല്ലേ. ഇതിനടുത്ത് ചോട്ടു ഗുദ് അപ്പനാ നാം കലാം രഗിലേത്താ ഹെ, ചോട്ടു സ്വയം തൻ്റെ പേര്, ഗുദ് എന്ന് പറഞ്ഞാൽ സ്വയം നാട്ടർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, തൻ്റെ പേര് കലാം എന്നാക്കി, ശരിയാണ് അല്ലേ. അപ്പോൾ 3 എണ്ണം കിട്ടി. അടുത്തെന്തായാലും തെറ്റാവും. രൺവിജയ് ചായക്ക് ദുക്കാൻ മേം കാം കർത്താ ഹെ, രൺവിജയ് ചായക്കട ജോലിയാണ്, അല്ലല്ലോ. രൺവിജയ് എന്താണ്? ടാണിക്കെ റാണാക്ക ബേട്ട അല്ലേ, ടാണിയിലെ റാണയുടെ രാജാവിൻ്റെ മകനാണ്. എന്നാൽ ഇവിടെ ചായക്കട ജോലി എന്നാരാ? ചോട്ടു അല്ലെങ്കിൽ കലാമാണ് അല്ലേ. അപ്പോൾ ഈ 3 എണ്ണമാണ് എൻ്റെ ശരി. ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതി ചോദിച്ചിരിക്കുകയാണ്. പ്രത്യേക പാത്രങ്ങൾക്ക് വിശേഷതയം ചുൻകർ താലിക പൂർത്തീകരെ. ഇവിടെ നിങ്ങൾക്ക് 4 വിശേഷണങ്ങൾ തന്നിട്ടുണ്ട്, എന്നിട്ട് മോർപ്പാൽ എന്നും മിഹിറും തന്നിട്ടുണ്ട്. ഇതിൽ 2 എണ്ണം മോർപ്പാലിൻ്റെ 2 എണ്ണം മിഹിറിൻ്റെയാണ്. അത് കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ പറഞ്ഞു. 2 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ദെൻ രാജ്മ ചാവൽ പസന്ത്
പസന്ത് കർത്താത്ത, രാജ്മാ ചാവൽ ഇഷ്ടമാണ്. ആർക്കാണ്? നമ്മുടെ മോർപ്പാലിനാണ് രാജ്മാ ചാവൽ ഇഷ്ടം. അപ്പോൾ ഇത് മോർപ്പാലിൻ്റെതാണ് അല്ലേ. ദെൻ അടുത്തെന്താ? ചാഞ്ച് പസന്ത് കർത്താ ഹെ, മോരിഷ്ടമാണ്. മോരിഷ്ടമുള്ളത് നമ്മുടെ മിഹിറിനാണ് അല്ലേ. ദെൻ അടുത്തെന്താ? റോസ് സ്കൂൾ ജാന പസന്ത് കർത്താ, ദിവസം സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ മോർപ്പാലാണ്. ദെൻ ചുട്ടി ക ദിൻ ഗർമേ നാച്ച കർത്താത്ത, അവധി ദിവസങ്ങളിൽ വീട്ടിൽ ഡാൻസ് കളിക്കുന്നത് മിഹിറാണ്. അപ്പോൾ 2 മിഹിറിന് 2 മോർപ്പാലിന്. സിമ്പിൾ അല്ലേ. ദെൻ അടുത്ത നോക്കൂ, സഹി പ്രസ്താവ് ചുൻകറിലേക്ക്. ഇവിടെ 4 തന്നിട്ടുണ്ട്, 1 ശരി. ഏത് നോക്കാം? മോർപ്പാൽ ഹമേഷ സ്കൂൾ യൂണിഫോം പഹൻതാത്ത, മോർപ്പാൽ എപ്പോഴും സ്കൂൾ യൂണിഫോം ധരിക്കും. ശരിയാണ് അല്ലേ. ഇതിനടുത്തെന്താ? മോർപ്പാൽ ഷാദിമേം ബഡിയ കപ്പട പഹൻതാത്ത, മോർപ്പാൽ കല്യാണത്തിന് വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത്. തെറ്റാണ്. ബഡിയ കപ്പട എന്നാൽ കീമത്തി കപ്പട അല്ലേ, അതായത് വില കൂടിയത്, വിശേഷണമാണ്. ദെൻ മോർപ്പാൽ വിശേഷ അവസരം പർ സ്കൂൾ യൂണിഫോം നെഹി പഹൻതാത്ത, മോർപ്പാൽ വിശേഷ അവസരങ്ങളിൽ സ്കൂൾ യൂണിഫോം ധരിക്കാറില്ലാന്ന്. വിശേഷ അവസരങ്ങളിൽ കല്യാണത്തിനൊക്കെ ധരിക്കാറുണ്ടല്ലോ. ഇതിനടുത്ത് മോർപ്പാൽ കബീബി സ്കൂൾ യൂണിഫോം പഹൻതാ നെഹി പഹൻതാത്ത, മോർപ്പാൽ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, സ്കൂൾ യൂണിഫോം ധരിക്കാറില്ല. അപ്പോൾ ഏതാ ശരി? ഫസ്റ്റത്താണ്. ഹമേഷ എന്ന വാക്കിൻ്റെ അർത്ഥം എപ്പോഴും എന്നാണ്, ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ മക്കളെ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് മക്കൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടും. ഇത് 100% ഉറപ്പാണ്. അപ്പോൾ വേഗം കുത്തിരുന്ന് കണ്ട് എന്ത് ചെയ്യുക, ആദ്യം പാഠഭാഗങ്ങളുടെ അർത്ഥങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, ഈ ഉടായ്പ പരിപാടികളൊക്കെ ഒന്ന് പഠിക്കുക. സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഹിന്ദി ആൻസർ ചെയ്താൽ കഴിയും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ സംശയം ഉണ്ടാവും. എന്താണ്? നാളെ ഇപ്പോൾ നമ്മൾ എന്താണ് കൃത്യമായിട്ട് പ്രവചിച്ചിരിക്കുന്നത് നമ്മുടെ ടൂട്ടാബായിയുടെ ആശയം മാത്രമാണ്. ബാക്കിയുള്ളത് എന്തൊക്കെ, ഏത് കഥാപാത്ര നിരൂപണം വരും, ഏത് പട്കഥ വരും, അതേപോലെ തന്നെ ഏത് ഡയറി വരും എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നാളെ പ്രവചിക്കുന്നതായിരിക്കും. രാത്രി പ്രവചിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അത് വേറെ തന്നെ ഒരു വീഡിയോ ഒക്കെ അതിൻ്റെ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ കൺഫ്യൂഷൻ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഉടനെ തന്നെ ആ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ഫോളോ ചെയ്യണം. കാരണം മറ്റേത് മാത്രം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കൊരു 16-20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് പഠിക്കാൻ നിങ്ങൾക്ക് A+ കിട്ടില്ല. അപ്പം ഈ വീഡിയോ ശരിക്കും ആദ്യം ഫോളോ ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഡിക്ഷൻ അനുസരിച്ചുള്ള സാധനം കൂടി പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.